ഉമ്മമാരെ, നിങ്ങളെ മക്കളെവിടെ എത്തി? കഴിഞ്ഞ ലക്കം സുന്നത്ത് നിങ്ങൾ വായിച്ചില്ലേ? അതാ കാസർഗോഡ് ജില്ലയിലാണെന്നാണ് എന്റെ ഓർമ്മ. ഒരു ഉമ്മ അതാ ഒരു സഹോദരൻ അതാ പെട്ടെന്ന് ഗൾഫിൽ നിന്നും അതാ താൻ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഫോണ് വരികയാണ്. ഫോണിൽ സംസാരിക്കുമ്പോ ഭാര്യ വിതുമ്പുകയാണ്. ഇത് കേൾക്കുമ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ തന്റെ ഒരു അറബി പെണ്ണിന്റെ വണ്ടിയാണ്. ആ പെണ്ണ് പിന്നിൽ എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. എന്റെ ഹുർമ, എന്റെ ഭാര്യ എന്നെ വിളിക്കുന്നു, അവൾ കരയുന്നു. എന്താണ് പ്രശ്നം? അവൾ പെട്ടെന്ന് നാട്ടിൽ വരണമെന്ന് പറയുന്നു. ആ പെണ്ണ് പറയുന്നു, പോകണമെങ്കിൽ എനിക്ക് പോകാം, ഹുർമമാരുടെ വിഷമങ്ങൾ, പെട്ടെന്നുള്ള പട്ടണങ്ങൾ പരിഹാരം ചെയ്യേണ്ടതാണ് എന്ന് പറയുകയും ഉടനെ ആ സഹോദരന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയും ആ സഹോദരൻ നാട്ടിൽ വരികയും ചെയ്യുമ്പോ വീടുമുറ്റത്ത് വരുമ്പോ ഭാര്യ കരഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ കയ്യും പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നു. മകളുമുണ്ട്. കൊണ്ടുപോയി അകത്ത് ചെല്ലുമ്പോൾ ഒരു തൂണിലതാ 14കാരനായ മകനെ അല്ലെങ്കിൽ 13കാരനായ മകനെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. ഉമ്മ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു, ഇവൻ ചെയ്ത പണി അറിയുമോ നിങ്ങൾ? എന്താണെന്ന് ചോദിക്കുന്നു. ഭർത്താവ് ചോദിക്കുന്നു. അറിയപ്പെടുന്നൊരു ആജിയാരാണ് ഭർത്താവ്. ഭർത്താവ് ചോദിക്കുന്നു, എന്താണ് മോൻ ചെയ്തത്? ആ പെണ്ണ് പറയുമ്പോൾ നമ്മളൊക്കെ നെട്ടുന്ന വിഷയങ്ങളാണ് ഉമ്മമാരെ. ഞാൻ രാക്കഥ പറയുകയല്ല. നമ്മുടെ നെഞ്ചിലേക്ക് കത്തിയാക്കറ്റുന്ന മക്കളിതാ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു കേട്ടോ. എത്ര ഉമ്മമാരെയാണ് കൊന്നൊടുക്കിയത് മക്കൾ? എത്ര ഉമ്മമാരമാണ് അറുത്തത്? എത്ര ഉമ്മമാരെ തലയാണ് വെട്ടിപ്പൊളിച്ചത്? മുസ്ലിമീങ്ങളിലും അമുസ്ലിമീങ്ങളിലും. ഈ അവസ്ഥ മക്കൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തി പൈസ കൊടുക്കാത്ത പേരിൽ ഉമ്മയെ കുത്തിക്കൊന്നു. ഇങ്ങനത്തെ മക്കളെയാണോ ഞണ്ടിനെ പോലെ വാഴയെപ്പോലെ മക്കള് ജനിക്കുമ്പോ മരിച്ചു പോകേണ്ടി വരുന്ന ഉമ്മമാരെ? വാഴ കുലച്ചാൽ അതാ വാഴ മരിക്കുന്നതാണ്. ഞണ്ട് പ്രസവിക്കുന്നത് വയറ് കീറിയാണ്. ഞണ്ട് ചാവുന്നതാണ്. ദുനിയാവിലെ 2 സാധനങ്ങളെ അങ്ങനെയുള്ളൂ. അങ്ങനെയാണോ നിങ്ങൾ തീരുമാനിച്ചത്? എന്റെ ഉമ്മ എന്ന് പറഞ്ഞ് മനസ്സ് പൊട്ടി കരഞ്ഞ് മയ്യത്തിന്റെ മുമ്പിൽ വന്ന് റബ്ബേ എന്റെ ഉമ്മക്ക് പൊറുക്കണമെന്ന് പറയുന്ന ഒരു മകള് ജനിക്കട്ടെ, ഒരു മകന് ജനിക്കട്ടെ. അതിനാകട്ടെ നമ്മുടെ റബീഉൽ അവ്വൽ പരിപാടി ഉപയോഗപ്പെടുത്തുന്നത്. ഈ കളിയൊക്കെ ഒന്ന് തീരും പെണ്ണേ. മക്കൾ ഇഷ്ടപ്പെടുന്നൊക്കെ വാങ്ങിക്കൊടുക്കല്ല. ആ ഉമ്മ പറയുന്ന വാക്കെന്താണ്? ഭർത്താവേ, നിങ്ങളറിയുമോ, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ ബാത്റൂമിൽ പോയിരുന്നു. എന്റെ റൂം ഞാൻ അടച്ചു. ബാത്റൂമിൽ നിന്ന് കുളിച്ചു. ഞാൻ ഡ്രസ്സില്ലാതെയാണ് റൂമിലേക്ക് വരുന്നത്. ഞാൻ വന്ന് ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാ കട്ടിലിന്റെ ചുവട്ടുന്നൊരു പഴക്കം, ഒരു ശബ്ദം. ഞാൻ നോക്കുമ്പോ നമ്മളെ ഈ മോന് അവിടെ കിടന്ന് എന്റെ ശരീരം മുഴുവനും കാണുകയാണ്. അവന്റെ കയ്യിലൊരു മൊബൈലുണ്ട്, ഒരു ക്യാമറയുണ്ട്, അതിൽ പകർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ക്യാമറ ഞാൻ വാങ്ങി നോക്കിയപ്പോൾ ആ ക്യാമറയിലുള്ള ചിത്രം ബാത്റൂമിന്റെ എയർഹോൾസിലൂടെ അതാ അവൻ ആ ക്യാമറ വെച്ചിട്ട് ഞാൻ ബാത്റൂമിൽ ഇരുന്നതും ഞാൻ കുളിച്ചതും മുഴുവനും ചിത്രമാക്കി എടുത്തിരിക്കുന്നു. എനിക്ക് താങ്ങുന്നില്ല. ആ ഉമ്മ പറയുന്നു, ആ ചിത്രം മുഴുവനും ഇതിന്റെ ഉള്ളിലുണ്ട്. പെങ്ങള് ബാത്റൂമിൽ പോയ ചിത്രം അതാ ബാത്റൂമിൽ നിന്ന് എടുത്തിരിക്കുന്നു. ഇവനെ അടിച്ചു നോക്കുമ്പോൾ പറഞ്ഞത്, എനിക്ക് അതാ ലഹരി സാധനം എനിക്ക് ഞാൻ പല ലഹരിയും ഉപയോഗിക്കുന്നവനാണ്. എനിക്ക് ബ്രൗൺ ഷുഗർ തിന്നണം, അതിന് കാശൊക്കണം, അതിന് കാശൊക്കാൻ ഇത്രയും ചിത്രങ്ങൾ ഞാൻ ഇന്നാലിന്റെ വ്യക്തികൾക്ക് എത്തിച്ചു കൊടുത്താൽ 10,000 രൂപയാണ് എനിക്ക് തരുക. ആ 10,000 എനിക്കൊരു മാസത്തിന് തികയില്ല. ഉമ്മമാരെ, ചോറും കഞ്ഞുമല്ല മക്കള് കഴിക്കുന്നത് കേട്ടോ. പൊറാട്ടയും ചാപ്സുമല്ല കഴിക്കുന്നത് കേട്ടോ. പാൻപരാഗിന്റെ മക്കളാണ്, ലഹരികളുടെ മക്കളാണ്. ഈ അവസ്ഥയിലേക്ക് നിങ്ങളുടെ മക്കളെത്തിയില്ലേ? ഈ മക്കള് നിങ്ങൾക്ക് ദുനിയാവിൽ അപകടമല്ലേ? നിന്നെ ചവിട്ടി പുറത്താക്കുന്ന മോനല്ലേ, മോളല്ലേ? ഇങ്ങനെ ആകാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ ഈ മക്കൾക്ക് നിങ്ങൾ ദീന് പഠിപ്പിക്കണേ. വല്ലാത്ത ദുഃഖം തന്നെ. ഈ രൂപത്തിൽ മക്കൾ വളർന്നാൽ ആഖിറമെല്ലാം നഷ്ടപ്പെടുക. ആഖിറം പാടെ നഷ്ടപ്പെട്ടു പോയി ദുനിയാവും നഷ്ടപ്പെടുന്നതാണ്. മൗലാന മൗലാന യാ മൗലാന യാ മുജീബ്
مجيب دعانا يا مولانا 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 يا مولانا يا مجيب دعانا يا مولانا 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 يا مولانا يا مجيب دعانا يا مولانا. പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥിനികളെ, മുത്തുനബിയുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ മുഅ്മിനീങ്ങൾക്ക് അതിന്റെ പേര് പോലെ തന്നെ ആദ്യ വസന്തം എന്നാണ് അതിന്റെ അർത്ഥം. ആദ്യ വസന്തമാണ്. കാലങ്ങളിലെ 3 മാസ പേരാണ് വസന്തം, റബീ. ഈമാനുള്ളവന്റെ ആദ്യ വസന്തം നബിതങ്ങൾ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ജനിച്ച ദിവസമാണ് ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമുള്ളതെന്ന് അബ്ദുൽ ഹമീദ് ഷിർവാനി, ഇമാം ഖസ്തലാനി, മറ്റു പല പണ്ഡിതന്മാരും പറയും. മവാഹിബുൽ ദുനിയ പോലുള്ള കിതാബുകളിലൊക്കെ കാണാം. നബിതങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് അവിടുന്ന് മിഅ്റാജ് പോയ രാത്രിയാണ്, ആ ദിവസം. കാരണം അല്ലാഹുമായുള്ള കൂടിക്കാഴ്ചയും ലിഖാഉം അതാണല്ലോ ഒരു മുസ്ലിമായ മനുഷ്യന് ഏറ്റവും വലിയ അനുഗ്രഹം. അതുണ്ടായതായ ദിവസം മിഅ്റാജിന്റെ ദിവസമായതുകൊണ്ട് നബിതങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് അത് ലൈലത്തുൽ മിഅ്റാജ്. എന്നാൽ അവിടുത്തെ ഉമ്മത്തിന് ഏറ്റവും ശ്രേഷ്ഠമായത് അവിടുന്ന് ജനിച്ച ആ റബീഉൽ അവ്വലാണ്. പിന്നീട് വന്ന റബീഉൽ അവ്വലുകൾക്ക് അതേ മഹത്വങ്ങൾ ഇല്ല എന്നാണ്, അത്രയും മഹത്വമില്ല എന്നാണ് ബലപ്പെട്ട അഭിപ്രായം. എന്നാൽ അതേ മഹത്വമുണ്ടെന്ന് പറയുന്ന ന്യൂനപക്ഷ പണ്ഡിതന്മാരും ഉണ്ട്. എന്നാൽ ഇതര ടൈമുകളേക്കാൾ റബീഉൽ അവ്വൽ മാസം മഹത്വമായതാണെന്നതിൽ തർക്കം ഇല്ല. റബീഉൽ അവ്വലിന് വലിയ മഹത്വമുണ്ട്. അല്ലാമ ഇബ്നു ഹാജ് തന്റെ അൽ മദ്ഖൽ എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങൾ സവിസ്തരം സമർത്ഥിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് അനുഗ്രഹമാണ്. ലോകത്തിന് എല്ലാ സാധനങ്ങൾക്കും മുത്തുനബി തങ്ങൾ അനുഗ്രഹമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മൊത്തം അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. ആരോടും കയർക്കാത്ത പ്രകൃതി, ആരെയും തിരിച്ചു ശിക്ഷിക്കാത്ത പ്രകൃതി, വ്യക്തിപരമായി ശിക്ഷ ചെയ്യാത്ത പ്രകൃതി, അവിടത്തോട് എതിര് ചെയ്ത ആളുകളോട്, അവിടത്തെ വേദനിപ്പിച്ച ആളുകളോ നിരുപാധികം വിട്ടയച്ച പ്രകൃതി ചരിത്രത്തിൽ കാണാം. ആരെയും അവിടത്തേക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. യാത്ര കഴിഞ്ഞ് വഴിയിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടക്കുമ്പോൾ ആ മരത്തിൽ അവിടുത്തെ വാളിനെ തൂക്കിയിട്ടിരുന്നു. ആ വാള് എടുത്ത് ഒരു അമുസ്ലിമായ വ്യക്തി വന്ന് ആ വാളെടുത്തിട്ട് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു. അല്ലാഹു നബിതങ്ങളെ ഉണർത്തുന്നു. നബിതങ്ങളങ്ങ് ഉണർന്നപ്പോൾ ഇവന്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ട്, നബിയുടെ വാളാണ്. നബി തങ്ങളോട് ചോദിക്കുന്നു, മയുൻജീക മിൻ ഹാദാ, നിന്നെ ആരാണ് മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാളിൽ നീ രക്ഷിക്കുക? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു രക്ഷിക്കും. തങ്ങളുടെ കയ്യിൽ ബാഹ്യത്തിൽ വാളൊന്നുമില്ല, തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ആ ടൈമിലാണ് ഇവൻ ചോദിക്കുന്നത്, വാളുള്ളത് അവന്റെ കയ്യിലാണ്. ഉറങ്ങുന്ന നബി നെറ്റി ഉണർന്ന് എഴുന്നേറ്റപ്പോഴാണ് ഇവനിത് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് വാളങ്ങതാ അറിയാതെ വിറച്ചുകൊണ്ട് വീണുപോകുന്നു. നബി തങ്ങൾ ആ വാളെടുത്തിട്ട് ചോദിക്കുന്നു, മയുൻജീക മിൻ ഹാദാ, നിന്നെ ഇതിൽ നിന്ന് ആര് രക്ഷിക്കും? ആ ടൈമിൽ അവൻ പറയുന്നു, മുഹമ്മദേ നീയാണ് എന്നെ രക്ഷിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ നിരുപാധികം വിട്ടയക്കുന്നു. സ്വഹാബിമാരൊക്കെ അപ്പുറമുള്ള മരച്ചുവട്ടിൽ കിടക്കുന്നുണ്ട്. അവരൊന്നും ഓടി വന്നാൽ, അല്ലെങ്കിൽ തങ്ങൾ മാത്രമാണെങ്കിൽ തന്നെ അവനെ ഒന്നും ചെയ്താൽ ആരും ചോദിക്കാനില്ല.
അവിടത്തെ കൊല്ലാൻ വന്ന വ്യക്തിയെ അതിനുവേണ്ടി ഒരുങ്ങി വീമ്പ് പറഞ്ഞതായ വ്യക്തിയെ നിരുപാധികം വിട്ടയച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ. ആരോടും പകയില്ല, ആരോടും വെറുപ്പില്ല. മുസ്ലിമീങ്ങളോട് സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞ നബി തങ്ങൾ ഇത്തഖി ദഅവത്തൽ മഗ്ലൂം വലൗ കാന കാഫിറാ. ഒരാളെ നീ ആക്രമിക്കരുത്, കാര്യമില്ലാതെ ആരെയും ഒന്നും ചെയ്യരുത്. അങ്ങനെ മർദ്ദിതനായ നീ ആക്രമിച്ച വ്യക്തി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് നിനക്ക് ഫലിക്കും കേട്ടോ. വലൗ കാന കാഫിറാ, അവൻ മുസ്ലിമല്ലായിരുന്നാലും ആ അപകടം അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിനക്ക് ഫലിക്കുന്നതാണ്. ഒരു കാഫിറായ ഒരു അമുസ്ലിമായ സഹോദരനാണ് നിന്റെ എതിരിൽ പ്രാർത്ഥിച്ചതെങ്കിൽ അതുവരെ നിനക്ക് ഫലിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. മുസ്ലിമീങ്ങളോട് ഇതര മതസ്ഥരോട് എല്ലാം നബിതങ്ങൾ കാണിച്ച സ്നേഹങ്ങൾ. ബദ്ർ യുദ്ധത്തിൽ അവിടുത്തെ കയ്യിൽ കിട്ടിയ 70ഓളം ശത്രു വിഭാഗത്തിൽപ്പെട്ട് അവിടത്തെ വേദനിപ്പിച്ച 70ഓളം ആളുകൾ ചില്ലറ വേദനയാണോ? 40 വയസ്സ് വരെ മക്കയിൽ ജീവിക്കുന്നു. ആ കാലത്തൊരു തെറ്റും ആർക്കും പറയാനില്ല, ഒരു കുറ്റവും ആർക്കും പറയാനില്ല, ഒരു മോശവും ആർക്കും കാണാനോ ചിന്തിക്കാനോ മുത്തുനബിന്റെ കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. 25ാമത്തെ വയസ്സിൽ അവിടുന്ന് കല്യാണം ചെയ്തു. എല്ലാവരും അനുകൂലിച്ച ജീവിതം. അവർ ഒരു പേര് തന്നെ നബിതങ്ങൾക്ക് കൊടുത്തു, അൽ അമീൻ. ഏതൊരു കാര്യത്തിൽ വിശ്വസ്തതയുള്ളവൻ. അവരുടെ ഇടയിൽ തർക്കങ്ങൾക്ക് നബിതങ്ങളെയാണ് തർക്കങ്ങൾക്ക് തീരുമാനം കാണാൻ തങ്ങളെയാണ് വിളിക്കാറുള്ളത്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾക്ക് അതിന്റെ പ്രശ്നത്തിലേക്ക് പരിഹാരത്തേക്ക് നേതൃത്വം കൊടുക്കുന്നത് തങ്ങളായിരുന്നു. 40ാമത്തെ വയസ്സിൽ അതാ ഹിറയിൽ നിന്ന് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിട്ട് അവിടത്തേക്ക് വിശുദ്ധ ഖുർആൻ നൽകുകയാണ്. ഖുർആനിന്റെ ചില ഭാഗങ്ങൾ നൽകുകയാണ്, തൗഹീദിന്റെ ഭാഗങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുവരെ എല്ലാവർക്കും അവലംബമായ അത്താണിയായ നബിതങ്ങൾ ഈ വഹി വന്ന് അല്ലാഹുവിന്റെ വിവരം കിട്ടി സമൂഹത്തിലേക്ക് ഇറങ്ങി. സമൂഹമേ, അതാ ജനങ്ങളൊക്കെ വിളിച്ച് അവിടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നു, ഇക്കാണുന്ന ജബൽ അബീ ഖുബൈസ്, ഈ വലിയ പർവ്വതം, ഇതിന്റെ പിന്നിൽ നിന്ന് വലിയൊരു സംഘം ഈ മക്കയെ ആക്രമിക്കാൻ, ഇവിടെയുള്ളവരെ കൊല ചെയ്യാൻ വരുന്നുണ്ട് എന്ന് മുഹമ്മദ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല എന്ന പേരിൽ അതിനെ എതിർക്കുമോ? അവരതാ എത്രയോ ആളുകളുണ്ട്. അവര് പറയുന്നു, ഒരിക്കലും ഞങ്ങൾ എതിർക്കില്ല, കാരണം ഈ സത്യമല്ലാതെ പറയാറില്ല. അതാ റസൂലുള്ള ആദ്യത്തെ വാക്കായിട്ട് പറയുന്നു, എന്നാൽ ഈ ലോകത്തെ പടച്ചൊരു റബ്ബുണ്ടല്ലോ, ആ റബ്ബ് നിങ്ങളോട് എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നു, നമുക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിൽ അതിലേക്ക് വേണ്ടി സംഭരിക്കേണ്ടതാണ്. ഇവിടുന്ന് അതാ ബഹുദൈവ വിശ്വാസങ്ങൾ നാം ഒഴിവാക്കണം. സുബ്ഹാനല്ലാഹ്, 2 വിഭാഗമായി. നല്ലൊരു വിഭാഗം അനുകൂലിച്ചു, നല്ലൊരു വിഭാഗം എതിർത്തു. അവിടെ മുതൽക്ക് തങ്ങളോട് എതിർപ്പായി. വ്യക്തിപരമായി എല്ലാ ശുദ്ധതയുമുള്ള നബിതങ്ങളെ അവരതാ വല്ലാതെ വേദനിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിലേക്ക് ദിവസം തോറും ആളുകൾ വരാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉൾക്കൊള്ളാനും തുടങ്ങി. അതാ മെമ്പർമാര് അധികരിച്ചു. അടിമകളടക്കം ഇസ്ലാമിലേക്ക് വരുന്നു, സ്ത്രീകൾ ഇസ്ലാമിലേക്ക് വരുന്നു. സ്ത്രീകളിൽ നിന്ന് ആദ്യം വിശ്വസിച്ച സയ്യിദത്തുനാ ഖദീജത്ത് റളിയല്ലാഹു അൻഹാ, മഹദി അവറുകളാണ് വിശ്വസിച്ചത്. വല്ലാത്ത മഹദിയാണ് ഖദീജ. ഉമ്മമാരെ, ഖദീജ ബിയുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണം. വലിയ കുലപതിയായിരുന്നു, വലിയ പണക്കാരിയായിരുന്നു, വല്ലാത്ത ബുദ്ധിയുള്ളവളായിരുന്നു ഖദീജ. റസൂലുള്ളാഹിന്റെ ആദ്യ ഭാര്യ. റസൂലുള്ളാഹിക്ക് 25 വയസ്സും ഖദീജക്ക് 40 വയസ്സുമാണ്. കല്യാണം നടക്കുമ്പോൾ ഇങ്ങോട്ട് ഖദീജയുടെ കുടുംബം അന്വേഷിച്ചതാണ്. റസൂലുള്ളാഹിക്ക് എത്രയോ ആളുകൾ അവരുടെ പെൺകുട്ടികളെ പറഞ്ഞിരുന്നു, അതൊന്നും നബിതങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അവിടുത്തെ കുടുംബങ്ങളൊക്കെ സ്വീകരിച്ചെങ്കിലും നബിതങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഖദീജയുടെ കല്യാണം പറയുന്നു. ഖദീജയെ സംബന്ധിച്ച് അതാ ഖദീജ വലിയ കച്ചവടക്കാരിയാണ്. അടിമ കച്ചവടത്തിൽ മുന്തി നിൽക്കുന്ന ഖദീജ കച്ചവടത്തിന് പുറത്തിറങ്ങുന്നവളല്ല, മറിച്ച് ജോലിക്കാരുണ്ട്, അവരാണത് ചെയ്യുന്നത്. ഹുവൈലിദിന്റെ മകൾ, മക്കയിലെ
രാജാവ് എന്ന് തന്നെ പറയാം. ഖുവൈലിദിന്റെ മകളാണ് ഖദീജ. ആ ഖദീജയുടെ നേതൃത്വത്തിലുള്ള വലിയ കച്ചവടം, ആ കച്ചവടത്തിൽ ഒരു പ്രാവശ്യം അൽ അമീനിനെ കൊണ്ടുപോകണമെന്ന് അതാ ഖദീജയുടെ കച്ചവടക്കാര് തീരുമാനിച്ചു. ആ കച്ചവടം കഴിഞ്ഞു വരുമ്പോൾ കച്ചവടത്തിന് പോയ ആളുകൾ പലരും ഖദീജയോട് പറഞ്ഞു, അൽ അമീൻ ചില്ലറക്കാരനല്ല, പല ഭാഗത്തുനിന്നും ഉണ്ടായ കച്ചവട രംഗങ്ങളും ലാഭങ്ങളും അതൊക്കെ അൽ അമീന്റെ വഴി കിട്ടിയതാണെന്നും മാത്രമല്ല എവിടെ ചെല്ലുമ്പോഴും കാർമേഘങ്ങൾ തന്റെ മുന്നിൽ വന്ന് തന്റെ തലമുകളിൽ വന്ന് തണലിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടെന്നും പല പല ആശ്ചര്യങ്ങളും കണ്ടെന്നും പറയുകയാണ്. ഖദീജക്ക് അതിന്റെ മുമ്പ് തന്നെ പല റിപ്പോർട്ടിലൂടെയും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നും മറ്റുമായി റസൂലുള്ളാഹിയുമായി കല്യാണം നടക്കണമെന്ന് ഉണ്ടായിരുന്നു. തന്റെ ഖലാഫന്റെ മകനായ വറഖത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. പ്രായം ചെന്നവരാണ് മഹദിയായ ഖദീജയുടെ അമ്മ ഖലാഫന്റെ മകൻ വറഖ. ഈ വറഖ എന്ന് പറയുന്ന മഹാൻ വലിയ പണ്ഡിതനും തൗറാത്ത് ഇബ്രു ഭാഷ പഠിച്ച് തൗറാത്ത് പഠിക്കുകയും അത് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്ത പണ്ഡിതനാണെന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. വറഖത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ തന്റെ എളാപ്പന്റെ മോനാണ്. ഒരു ദിവസം ഖദീജ റളിയല്ലാഹു അൻഹാ അതാ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. വല്ലാത്ത സ്വപ്നമാണ്. ഖദീജ അതാ സ്വപ്ന വ്യാഖ്യാനം അറിയാൻ തന്റെ എളാപ്പന്റെ മകനായ പണ്ഡിതൻ വറഖന്റെ അരിയിൽ വരുന്നു. പാരാതെ ഞാൻ കണ്ട് ഈരേഴാം രാവിന്റെ താരാദീപൻ വാനിൽ വന്നെന്നും പാലൊളി പൂനീലാവാകെ പരത്തിക്കൊണ്ടാവേശം മായൻ വീട്ടിൽ വന്നെന്നും പാരാതെ തടസ്സമില്ലാതെ ഞാൻ കണ്ടു ഈരേഴാം രാവിന്റെ താരാധിപൻ 14-ാം രാവിന്റെ നക്ഷത്ര രാജാവാകുന്ന 14-ാം രാവ് എൻ വീട്ടിൽ വന്നെന്നും എന്റെ വീട്ടിൽ 14-ാം രാവ് എന്റെ വീട്ടിൽ വന്നു. ആ 14-ാം രാവ് പോലെ ആ നക്ഷത്രം എന്റെ വീട്ടിൽ എന്റെ റൂമിൽ വന്നു. പാരാതെ ഞാൻ കണ്ടു ഈരേഴാം രാവിന്റെ താരാദീപൻ വാനിൽ വന്നെന്നും പാലൊളി പൂനീലാവാകെ പരത്തിക്കൊണ്ടാവേശമായ വീട്ടിൽ വന്നെന്നും എന്നോട് വല്ലാത്ത ആവേശത്തോടെ വല്ല വലിയ പ്രകാശത്തോടെ എന്റെ റൂമിൽ നിന്നു. അങ്ങനെ കുറെ സംസാരിച്ചു. എന്റെ കൂടെ ആ ചന്ദ്രൻ കിടന്നു. അത് കഴിഞ്ഞിട്ട് പുലർകാലെ ചിക്കൻ പുലർവിളി കേട്ടപ്പോൾ പുറപ്പെട്ടൻ കൊട്ടാരം തന്നിന്നും. ചിക്കൻ പുലർവിളി കേട്ടപ്പോൾ അഥവാ കോഴി കൂവുന്നത് കേട്ടപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ആ ചന്ദ്രൻ പുറത്തിറങ്ങി. ഇത് ഞാൻ കണ്ടിരിക്കുന്നു വറഖത്തെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്? വറഖത്ത് പറയുന്നു, ഖദീജ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു മഹാൻ നിന്നെ കല്യാണം ചെയ്യും ഖദീജ. അതിന്റെ ഒക്കെ എത്രയോ ശേഷമാണ് കച്ചവടത്തിന് റസൂലുള്ളാഹിനെ അൽ അമീനെ കൊണ്ടുപോകുന്നത്. കച്ചവടക്കാർക്ക് മുഴുവനും വലിയ ബഹുമാനം. ഏത് സ്ഥലത്തെത്തുമ്പോഴും അവിടെയുള്ള ആളുകൾക്കൊക്കെ ബഹുമാനം, പരിചയമില്ലാത്തവർക്ക് ബഹുമാനം. വല്ലാത്ത ലാഭമുള്ള കച്ചവടം. ഖദീജക്ക് അതിന്റെ മുമ്പും ശേഷവും അങ്ങനെ ലാഭം ലഭിച്ചിട്ടില്ല. തൊട്ടത് മുഴുവനും പൊന്നാകുന്ന നബിയുനാ റസൂലുള്ളാഹി കല്യാണം അന്വേഷിക്കുന്നു. അബൂ ത്വാലിബിനോട് നബി തങ്ങൾക്ക് തൃപ്തിയുണ്ടെങ്കിൽ നടക്കാമെന്ന് വിവരം കിട്ടി. നബി തങ്ങളോട് അന്വേഷിക്കുന്നു. നബി തങ്ങൾ അതാ വഴിപ്പെടുന്നു. 25-ാമത്തെ വയസ്സിൽ ഖദീജയെ കല്യാണം ചെയ്തു. നോക്കി നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീകളിലേക്ക് മനസ്സ് വെച്ചവരല്ല, അവിടുന്ന് സ്ത്രീലമ്പടനാണെന്ന് പറയുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. 9 കല്യാണം ചെയ്തിട്ടുണ്ട്. ഇതാണ് 7 മക്കളുണ്ടായി എന്നാണ് ബലപ്പെട്ട അഭിപ്രായം. وسبعة أولادهم قاسم زينب رقية فاطمة يا فاهم وأم كلثوم وعبد الله من خديجة الكبرى بترتيب زكٍ وسبعة أولادهم رسول الله മക്കളെ 7 ഹും ആരാണ് അവർ? ഖാസിം, വലത് ആദ്യത്തെ കുട്ടി ഖാസിം എന്ന മകൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് അബുൽ ഖാസിം എന്ന പേര് വരാനുള്ള കാരണം ഖാസിമിന്റെ ഉപ്പ. ഔലാദുഹും ഖാസിം. അടുത്ത കുട്ടി സൈനബ എന്ന മകൾ, റുഖയ്യ എന്ന മകൾ, ഫാത്തിമ 4-ാമത്തെ മകൾ.
സൈനബ്, റുഖയ്യ, ഫാത്തിമായ, ഫഹിമു വ ഉമ്മു കുൽസൂം അഞ്ചാമത്തെ മകൾ, വ ഉമ്മു കുൽസൂമിൻ വഅബ്ദുല്ലാഹ് ആറാമത്തെ മകൻ. റസൂലുള്ളാഹി തങ്ങൾക്ക് ഖദീജയിൽ ജനിച്ചതാണ് 6 മക്കൾ. അതിൽ ഏറ്റവും മൂത്തത് ഖാസിമാണ്, ചെറുപ്പത്തിലെ വഫാത്തായി പോയി. പിന്നീടുള്ളത് സൈനബയാണ്. സൈനബയും റുഖിയയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കല്യാണം ചെയ്തല്ലോ റുഖിയയെ. ബദർ യുദ്ധത്തിന് പോകുമ്പോൾ റുഖിയ മരണത്തിലാണ്, മരണവേദനയിലാണ്. റുഖിയ രോഗിയാണ്, മരിക്കാനുള്ള എല്ലാ അവസ്ഥയും ഉണ്ട്. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം റുഖിയയെ നീ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങളോട് പറയുന്ന ബദരീങ്ങളുടെ കൂലി നിനക്കുണ്ട് ഉസ്മാനെ. ആരാണ് പറയുന്നത്? നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ മകള് രോഗിയായി സക്കറാത്തിൽ കിടക്കുന്നത് കണ്ടിട്ടും ഒരിക്കലും മരിച്ചാൽ തിരിച്ചെത്താൻ കഴിയില്ല എന്ന നിലക്ക് അല്ലാഹുവിന്റെ റസൂല് പോകുമ്പോ മരുമകനാക്കി പോയെങ്കിൽ ദീനിന്റെ പ്രവർത്തന രംഗത്ത് എന്ത് പട്ടണമുണ്ടെങ്കിലും നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. വരുമ്പോൾ റുഖയ്യ ഖബറിലാണ്. ബദർ കഴിഞ്ഞു വരുമ്പോൾ റുഖയ്യ ഖബറിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്രയും വേദനിച്ചിട്ടുണ്ട്. ദീനിനു വേണ്ടി വല്ലാതെ പ്രവർത്തിച്ചവരാണ് നബി തങ്ങൾ. റുഖയ്യയും സൈനബയും കഴിഞ്ഞ് ഫാത്തിമ റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ ഫാത്തിമക്ക് 40 വയസ്സാണ്, ആയിഷക്ക് 18 വയസ്സാണ്. ഫാത്തിമ ബീവി എന്ന മകൾക്ക് 40 വയസ്സ്, എളാമയാകുന്ന റസൂലുള്ളാഹിന്റെ ഭാര്യയായ ആയിഷക്ക് 18 വയസ്സ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ 40 വയസ്സ് വരെ അവരുടെ കൂട്ടത്തിൽ എല്ലാ സാധാ ജീവിതങ്ങളിൽ പങ്കെടുത്ത് വളരെ ശുദ്ധതയുള്ള ജീവിതം മാത്രം കാഴ്ചവെച്ച് ഒരു മോശം പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ ജീവിച്ചു. പക്ഷേ അതൊക്കെയുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ 40 വയസ്സോടുകൂടെ തൗഹീദിന്റെ കാര്യം പറഞ്ഞപ്പോ സമൂഹം ധിക്കരിച്ചു. ആദ്യമായി തനിക്ക് പിന്താങ്ങ് കൊടുത്ത പെണ്ണ് ബഹുമാനപ്പെട്ട ഖദീജത്ത് റളിയല്ലാഹു അൻഹയാണ്. തന്റെ സമ്പത്ത് മുഴുവൻ നബിക്ക് ഹദിയയായി നൽകി. ആ സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി ചെലവഴിച്ചു. റസൂലുള്ളാഹി തങ്ങൾ വല്ലാതെ സഹായിച്ചവരാണ് ഖദീജ. അതുകൊണ്ട് തന്നെ ഖദീജ വഫാത്തായ കാര്യം ഖദീജയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നബി തങ്ങൾ മദ്ഹ് പറയും. ആയിഷ ബീവി പറയുന്ന വല്ലാത്ത മദ്ഹാണ് പറയാറുള്ളത്. ദുനിയാവിലൊരു പെണ്ണുമില്ലല്ലോ നിങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ എന്നൊക്കെ ഞാൻ നബിയോട് പറയാറുണ്ട്. അപ്പോൾ പറയും, ആയിഷ ഖദീജ എന്നെ വല്ലാതെ സഹായിച്ചിരിക്കുന്നു. ആയിഷ, ഖദീജയിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത്. ആയിഷ, ഖദീജ വല്ലാതെ ദീനിന് പ്രവർത്തിച്ചവരാണ്. അല്ലാഹുവിന്റെ ദീനിന് വല്ലാതെ കഷ്ടപ്പെട്ട പെണ്ണാണ്. ഉമ്മമാരെ, നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കുന്നത് നമ്മളെ കൊണ്ടാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വളരെ നമ്മൾ സൂക്ഷിക്കണം. ഖദീജ വഫാത്താകുമ്പോൾ ഖദീജക്ക് കണ്ണം വെച്ച ഡ്രസ്സുകളാണുള്ളത്. വലിയ കുലപതിയായ രാജ്ഞിയായ ഖദീജ വഫാത്താകുമ്പോൾ ദീനിന് വേണ്ടി ചെലവഴിച്ച് തനിക്ക് നല്ലൊരു ഡ്രസ്സ് പോലുമില്ല. ഖദീജ വഫാത്താകുന്ന ടൈമിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഖദീജക്ക് സലാം പറയുകയും നല്ലൊരു കെട്ടിടം, സ്വർഗീയ കെട്ടിടം ഖദീജയ്ക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന് ഖദീജയോട് നബിയെ പറയുക എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ജിബ്രീലിലൂടെ ഖദീജയ്ക്ക് അറിയിച്ച് ഖദീജ ലോകത്തോട് പിരിഞ്ഞു. അല്ലാഹുവിന്റെ ദീനിന് നാം എന്ത് ചെയ്തു? ഉമ്മമാരെ, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ദീനിന്റെ ചിട്ടയിൽ ജീവിക്കാൻ വരെ നമ്മൾ തയ്യാറല്ല. നമ്മളൊക്കെ റബ്ബിന്റെ മുമ്പിൽ വലിയ ഉത്തരവാദിത്വമുള്ളവരാണ്. മദ്രസയിലെ റബീഉൽ അവ്വൽ പരിപാടിയാണല്ലോ നടക്കുന്നത്. നമ്മൾ ഏത് പേരിലാണ്, എന്തിനാണ് മദ്രസ നമ്മളെ നാട്ടിൽ? നിങ്ങളെ പേരിൽ കടമയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് മദ്രസ. ഒരു ഉമ്മക്കും ഉപ്പക്കും കടമയുള്ളതാണ് കുട്ടികൾക്ക് മതം പഠിപ്പിക്കുക എന്നത്. ഇവിടെയുള്ള ഉസ്താദുമാരെ കടമയല്ല, ഈ നാട്ടിലെ പണ്ഡിതന്മാരെ കടമയല്ല. മറിച്ച് നീ ഒരു മകൻ നിനക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു മകൾക്ക് നീ ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ദീൻ പഠിപ്പിക്കൽ നിന്റെ കടമയാണ്. അല്ലെങ്കിൽ ജന്മം നൽകാനുള്ള അവകാശം നിനക്കില്ല.
അള്ളാഹുവിന്റെ ദീൻ. നിസ്കാരം എങ്ങനെ, നോമ്പെങ്ങനെ, ഹജ്ജെങ്ങനെ, സകാത്ത് എങ്ങനെ, ശുദ്ധീകരണം എങ്ങനെ, ഇസ്ലാമിന്റെ നിഖില മേഖലകൾ മുഴുവനും പെണ്ണേ നിന്റെ മക്കൾക്ക് നീ പഠിപ്പിക്കണം, സഹോദരാ നീ പഠിപ്പിക്കണം. പക്ഷേ അത് നിനക്ക് അറിയാത്തത് കൊണ്ടൊരു സംവിധാനമാണ് മദ്രസ. അറിയുന്നവരെ കൊണ്ടുവന്ന് എന്റെ കർത്തവ്യം, ഉപ്പയായ എന്റെ കർത്തവ്യം, ഉമ്മയായ എന്റെ കർത്തവ്യമാണ് നിർവഹിക്കുന്നത്. ഉസ്താദുമാർ, നിങ്ങളുടെ കർത്തവ്യമാണ് ഈ മദ്രസയിൽ ഉസ്താദുമാർ നിർവഹിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. അവരെ നിങ്ങൾ വല്ലാതെ ആദരിക്കണം. നിങ്ങളുടെ മക്കളുടെ ഉസ്താദുമാരാണ്. കുട്ടികളൊന്ന് തല്ലുമ്പോഴേക്കും ആ ഉസ്താദുമാരെ നേരെ തിരിയരുത്. കുട്ടികളൊന്ന് ചീത്ത പറഞ്ഞാൽ ഉസ്താദുമാരെ നേരെ തിരിയരുത്. അത് വലിയ അപകടമാണ്. ഒരു പക്ഷേ കമ്മിറ്റിക്കാർ വരെ ബന്ധപ്പെട്ട് ഉസ്താദിനെ ഒഴിവാക്കിയേക്കാം. പക്ഷേ ആ കുട്ടിയുടെ ബർക്കത്ത് അതോടുകൂടെ നഷ്ടപ്പെട്ടു. എന്റെ കുട്ടിയെ അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു ചെന്ന ഒരു മകൻ, ഒരു മകള് നന്നാവുകയില്ല. എന്ത് പറഞ്ഞാലും നന്നാവില്ല. ഏത് നീ ദ്വാർന്നിട്ടും കാര്യമില്ല. ഒരു ഉസ്താദിന്റെ നേരെ എതിരായൊരു വാക്ക് പറഞ്ഞ ഉപ്പ ഉമ്മമാരെ നിങ്ങൾ അനുഭവിച്ചേ തീരൂ. ഏത് മമ്പുറത്ത് പോയിട്ടും കാര്യമില്ല. ഉസ്താദുമാരെ മനസ്സ്, അലിഫ് എന്നൊരക്ഷരം പഠിപ്പിച്ച ഉസ്താദിന്റെ മനസ്സിൽ വല്ലാത്ത വല്ല വേദനയും ഉണ്ടായാൽ അത് ഒരിക്കലും തന്നെ റബ്ബ് പൊരുത്തപ്പെടുകയില്ല. ഇത് ഏത് ചെറിയ ഉസ്താദാനും വേണ്ടി ഇരുന്നാലും ഉസ്താദുമാർക്ക് അങ്ങനെ തല്ലാൻ പറ്റൂല, അത് വേറെ കാര്യമാണ്. ഉസ്താദുമാർക്ക് അങ്ങനെ തല്ലാനൊന്നും പറ്റൂല. ഉസ്താദുമാരന്ന് എന്നോട് അങ്ങനെ തല്ലാനൊന്നും പറ്റൂല. ഞാൻ പറയുന്നത് ചോദ്യം ചെയ്യുന്നിടത്തുള്ള പ്രശ്നം. ഉസ്താദുമാരങ്ങനെ ഒരു കുട്ടിയെ അടിക്കുകയാണെങ്കിൽ തൊലി പൊട്ടിക്കാത്ത, എല്ലിന് കേട് പറ്റാത്ത അടിയെ അടിക്കാൻ പാടുള്ളൂ. അപ്പൊ മറ്റേ അടി അടിക്കാൻ പാടില്ല ഉസ്താദുമാർ. പക്ഷേ അത് ഉസ്താദുമാര് ചെയ്താൽ അതിന്റെ പേരിൽ ഉസ്താദിനെ ചോദ്യം ചെയ്ത് ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ വാണിംഗ് കൊടുക്കാനൊന്നും അവകാശം ഇല്ല. ചെയ്തോ, നിങ്ങൾ എത്ര തേഞ്ഞിട്ടും കാര്യമില്ല. ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ ആഖിറത്തിൽ ഉപകരിക്കൂല. ചെയ്തോര് പറയുന്നുണ്ടാവും, ചെയ്തോര് ഈ സാസിലുണ്ടാവും. ഒരു നെഞ്ഞത്ത് കൈ വെച്ചിട്ട് പടച്ചോനോടൊന്ന് ചിന്തിച്ച് ചെയ്തു നോക്കി, ഞാൻ അങ്ങനെ എന്റെ മകനെ ചെയ്തിട്ട് എന്റെ മകന്റെ എപ്പത്തെ അവസ്ഥ എന്ന് ചിന്തിക്കും. എത്ര നന്നാക്കിയതൊന്നാവില്ല. അതുകൊണ്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി സൂക്ഷിക്കണം. ചെയ്തവരേതായാലും ആ കുട്ടിയുടെ കാര്യം പോയി, ഉറപ്പായിട്ടും പോയി. നിങ്ങൾ ഏത് ഖുർആൻ മുഴുവൻ എന്റെ തലയിൽ മന്ത്രിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, ഏത് ഉസ്താദുമാരെ തീർച്ചയായിട്ടും കാര്യത്തിലും കാര്യം ഉണ്ടാവില്ല. ആ കുട്ടി നേരക്ക് സുജൂദ് ചെയ്യുന്ന കുട്ടിയാവില്ല, ഉറപ്പാ. സൂക്ഷിക്കണേ. ചെറിയ മക്കളാണ്, ചെറിയ ഉസ്താദുമാര് നിങ്ങളെ കയ്യിൽ ചെറിയത്. അഹ്മദ് ബിൻ അംബർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ച, ഫാത്തിഹ പഠിപ്പിച്ചു ഉസ്താദ്. 1,00,000 രൂപയാണ് ആ ഉസ്താദിന് കൊണ്ടുപോയി കൊടുത്തത്. 1,00,000 രൂപ ഫാത്തിഹ പഠിപ്പിച്ചു മകൻ. ഖുർആൻ നന്നായിട്ട് കാണാപ്പാടം പഠിപ്പിച്ചിട്ടില്ല. എന്റെ മോൻ അൽഹംദുലില്ലാഹ് റഊഫ് സഖാഫിന്റെ അടുത്ത് ഖുർആൻ ഈ കഴിഞ്ഞ മാസം പൂർത്തിയാക്കി എന്ന് എനിക്ക് വിവരം കിട്ടി. എനിക്ക് റഊഫ് സഖാഫി ആദരിക്കാൻ കഴിഞ്ഞില്ല. 1,00,000 പോയിട്ട് അതിന്റെ ഒരു പൗതി പോലും അല്ലെ പൗതിരി പോലും കൊടുക്കാൻ കഴിയില്ല. എന്നാലും ഒരു സംഖ്യ കൊടുത്ത് ആദരിക്കണമെന്ന് താല്പര്യമുണ്ട്. അത് കാശൊക്കെ ഒത്ത് വന്ന് ഇൻഷാ അല്ലാഹ് ചെയ്യണം താല്പര്യമുണ്ട്. വല്ലാത്ത താല്പര്യമുണ്ട്. ഉസ്താദുമാരോട് വല്ലാത്ത താല്പര്യമാണ് നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദും. ഉമ്മയും ബാപ്പിയും മക്കൾ അടിക്കാൻ പാടില്ല. ഉസ്താദുമാർക്ക് മാത്രമല്ല, ഉമ്മയും ബാപ്പിയും മക്കൾ അടിക്കാൻ പാടില്ല. അടിക്കുകയാണെങ്കിൽ നിർബൻ മുബർരി അല്ലാത്ത, അഥവാ എല്ലിനോ തോലിനോ പറ്റാത്ത അടി അടിക്കാൻ പാടുള്ളൂ. ഭാര്യയെയും അത് അടിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? ഞമ്മക്ക് നിയമം അങ്ങനെ തന്നെ, അനക്ക് നിയമതാ, ഉസ്താദിന് നിയമതാ. ഭാര്യനെ അടിക്കാൻ അങ്ങനെ, ഭാര്യ ഊര ചവിട്ടിയിട്ട് ഞാൻ ഊര മുറിച്ചു എന്നൊക്കെ പറയും. ഊര പോയിട്ട് കജിന്റെ ആയാലും ഇരിക്കാനുള്ള അവകാശം എനിക്കില്ലേ. ഭാര്യ തെച്ച് പഠിച്ചതാ, നീ പഠിച്ചതാ ഭാര്യനെ. ഇത്തഖുല്ലാഹ ഫീ നിസാഇകും ഫഇന്നകും അഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭാര്യമാരെ വേദനിപ്പിക്കരുതേ, മാനസികമായി അവരെ തളർത്തരുതേ, ശാരീരികമായി അവരെ തളർത്തരുതേ. ഇത്തഖൂ, സൂക്ഷിക്കണേ, നിങ്ങൾ തഖ്വയുള്ളവരാകണം ആ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ. ഫഇന്നകും അഹലൽതും ഫുറൂജഹുന്ന, അവരുടെ മുഖ്യഭാഗം നിങ്ങൾക്ക് ആനന്ദിക്കാൻ അല്ലാഹു തആല അനുവദിച്ചു തന്നു. ബസ് കഴിഞ്ഞു, ഇനി ഇല്ല, ഒന്നുമില്ല. അത് ബികലിമത്തില്ലാഹ്, അല്ലാഹുവിന്റെ കലിമത്ത്. അത് പറഞ്ഞു സവ്വജ്തുക വഅൻകഹ്തുക. ഈ 2 കലിമത്തെ അറബിയിലുള്ളൂ. അതിന്റെ അപ്പുറം വിവാഹം ചെയ്തു തന്നു എന്ന് പറയുന്നൊന്നും ഇസ്ലാമിലുള്ള കലിമത്തല്ല, അത് ഖുർആനിലുള്ള കലിമത്തുമല്ല. ഇമാമിങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ 2 കലിമത്ത് അല്ലെങ്കിൽ ഈ 2 കലിമത്തിന്റെ പരിഭാഷ ആരും മതി. ഈ 2 കലിമത്ത് പറയും, അതിന്റെ പരിഭാഷ എവിടെ? മലയാളത്തിലെ അതൊരു പരിഭാഷ ഞാൻ കേട്ടിട്ടില്ല. ഏത് സവ്വജ്തുക അൻകഹ്തുക, 2നും ഒത്തൊരു പരിഭാഷ മലയാളത്തിൽ പറഞ്ഞു തരാൻ ഞാൻ ഒരാളെ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല.
വിവാഹം എന്നത് ഇതിന്റെ പരിഭാഷയല്ല. വിവാഹത്തിന്റെ അർത്ഥം വേളി എന്നാണ്. എന്താ വേളി എന്ന് പറഞ്ഞാൽ മുറിയാത്ത ബന്ധം. അപ്പൊ ഞാൻ മുറിയാത്ത ബന്ധം നടത്തി. മുറിയണ ബന്ധമാണ് കല്യാണ ബന്ധം തന്നെ. തൊലാഖില്ല, മുറിയാത്ത ബന്ധമല്ല. അപ്പൊ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞോണ്ട് നിക്കാഹാവൂല. വിവാഹം ചെയ്തു വന്നു എന്ന് പറഞ്ഞാണ്ട് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടായാൽ ഭാര്യയാകുമോ? ഒന്നും പറയാതെ കൊണ്ടായാൽ ഭാര്യയാകുമോ? അതേമാതിരി തന്നെ ഒന്നും പറയാതെ ഞാൻ എന്റെ മോളെ കൊണ്ടേക്കുമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു. ഈ മോളെ അപ്പൊ കൊണ്ടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഓളനാണ്ട് ഇറങ്ങിപ്പോലെ പറ്റിയവരെ കൂടെ. അൽഹംദുലില്ലാ, വല്ലാത്ത റാഹത്തിലാണ് ഇപ്പൊ ആപ്പാരുള്ളത്. വളരെ സന്തോഷമാണ്. കാരണം ഒരു ഭർത്താവിനെ കണ്ടെത്തേണ്ട ആവശ്യമില്ല. അവൾ തന്നെ സ്കൂളിൽ നിന്ന് നേരിട്ട് മൊബൈലിലൂടെ ബന്ധപ്പെട്ട ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായിട്ട് അങ്ങനെയാണ്ട് റാഹത്താക്കിട്ട് കൊണ്ടുപോകുന്ന കാലമാണ്. വല്ലാതെ ഒന്നും ദുഃഖിക്കേണ്ടി വരില്ല ഇനിയുള്ള കാലത്ത്. വല്ലാത്ത ഭർത്താക്കന്മാരുമായി ഇങ്ങോട്ട് വരുന്നു. വേണമെങ്കിൽ ഇവനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തിടുക, അല്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണ്. മക്കൾ സന്തോഷത്തോടെ പറയുന്നു അൽഹംദുലില്ലാ യർഹമുക്കല്ലാഹ്, അവരെന്നെ ചെയ്തു കൊടുക്കുന്നു, ഒരു പോകുന്നു. വല്ലാത്ത ഒരു കാലം. ഇതിനൊക്കെ വഴിയൊരുക്കിയത് ഉമ്മമാരെ നിങ്ങൾ, ഉപ്പമാരെ നിങ്ങളാണ് ഇതിനൊക്കെ വഴിയൊരുക്കിയത്. ഇഷ്ടം പോലെ കുട്ടികൾക്ക് കുത്തഴിഞ്ഞ ജീവിതം, മൊബൈലും സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തു. അതുകൊണ്ട് മക്കൾ അങ്ങനെയായി. കുട്ടികളുടെ ഡ്രസ്സിന്റെ അവസ്ഥ, മദ്രസക്ക് വരുമ്പോ മൊക്കഞ്ഞൊക്കെ ഇട്ടിട്ട് ബീത്താത്തായിട്ട് ഇങ്ങനെ വരും. വല്ലാത്ത ചോദിക്കും. അങ്ങനെ കണ്ടാ സഹാബികളിൽപ്പെട്ട പെണ്ണാൻ തോന്നി. ആ രൂപത്തിൽ മദ്രസക്ക് വരും. സ്കൂളിൽ പോകുമ്പോഴോ പാന്റ്. പെൺകുട്ടികൾക്ക് പാന്റ് കൊടുക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. പുരുഷന്മാരുടെ ഡ്രസ്സാണ് പാന്റ്. ഇന്നെത്ര പെൺകുട്ടികൾക്കാണ് പാന്റ് നിങ്ങൾ എടുത്തു കൊടുത്തത്? സുന്നികളോടാണ് ഞാൻ പറയുന്നത്. വഹാബി ജമാഅത്ത് വേറെ പോകട്ടെ. നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലിയ ഉത്തരവാദിത്വമാണിത്. മക്കളെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, ദീനിന്റെ കാര്യം മുഴുവനും പഠിപ്പിക്കാനും അത് നടപ്പിലാക്കാനും അവകാശപ്പെട്ടവർ ഉസ്താദുമാരല്ല, യഥാർത്ഥത്തിൽ മാതാപിതാക്കളാണ്. ഈച്ചക്കരയിൽ നിന്ന് ഈച്ച ഉണ്ടാകും പോലെ മനുഷ്യനെ പടക്കാൻ റബ്ബിന് കഴിയാത്തത് കൊണ്ടല്ല. അതൻ നബിയെ പടച്ച റബ്ബിനിക്ക് ഉപ്പയില്ലാതെ ഈസാ നബിയെ പടച്ച റബ്ബിനിക്ക് ഉപ്പയില്ലാതെ മക്കളെ പടക്കാം. ഉപ്പയും ഉമ്മയും ഇല്ലാതെ മനുഷ്യൻ ആദം നബിയെ പടച്ച റബ്ബിനിക്ക് അതാ ഉപ്പയും ഉമ്മയും ഇല്ലാതെ മനുഷ്യനെ പടക്കാം. പിന്നെ എന്തേ ഉപ്പ ഉമ്മ എന്ന സിസ്റ്റം വെച്ചത് എന്ന തത്വത്തിൽ ഇങ്ങനെ വന്നതിന്റെ അവസ്ഥ എന്ത്? നിന്റെ മകനായിരുന്നു അത്, നിന്റെ മകളായിരുന്നു അത്, നീ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു എന്ന് റബ്ബ് തആല ചോദിക്കുമ്പോൾ അതിന് കൈകെട്ടി മറുപടി പറയാനുള്ള റബ്ബിന്റെ വലിയ ഹിക്മത്തും ട്രിക്കുമാണ്. അതിനുവേണ്ടിയാണ് വാപ്പിയുണ്ടായത്. ബാപ്പിയല്ല മക്കളെ പഠിച്ചത്. എന്നാ കുറച്ച് ബാപ്പന്റെ നുത്തുപത്തും ഉമ്മന്റെ അണ്ടവും ഇത് രണ്ടും ചേർന്നാണ് കുട്ടി ഉണ്ടായത്. എന്നാ കുറച്ച് അണ്ടവും നുത്തുപത്ത് എടുത്താണ്ട് ഒരു പാത്രത്തിലിട്ടോക്കെ വേറ്റ കുട്ടികെട്ടി ചാടട്ടെ. ഒരു 10 മാസം കഴിഞ്ഞിട്ട് ആ പാത്രം പൊട്ടിച്ചോക്ക്, പുജി തലത്ത് ചത്തിട്ടുണ്ടാവും. കുട്ടി ഉണ്ടാവില്ല. അത് ഇനി ഒരു അണ്ടം ഉണ്ടായി കുട്ടികളുണ്ടാവില്ല. ചിലര് മനസ്സിലാക്കിയ അണ്ടവും ബീജവും സങ്കലിച്ചാൽ മനുഷ്യനാകും. വല്ലാത്ത ബുദ്ധിയാണ്. താനൂരിൽ ഒരു ഹോസ്പിറ്റൽ, അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ, അയാൾ എന്നെ പരിശോധിച്ചപ്പോ എന്റെ അരയില് ഏലസ് ഐക്കൽ കണ്ടപ്പോ അയാള് എന്താ മുസ്ലിയാരെ ഐക്കല്ലൊക്കെ ഉണ്ടല്ലോ അത് പരിഹസിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒരു മതവിശ്വാസമാണ് ഡോക്ടർ പറഞ്ഞു. അത്രേ അയാൾക്ക് പറഞ്ഞു. മറ്റേ ആയത്ത് ഹദീസും ബുഖാരിയും വഹാബികളും എന്നെ സ്വീകരിക്കണില്ല. ഇപ്പൊ മുസ്ലിമീങ്ങളെ സ്വീകരിക്കും. ഇപ്പൊ അവനോട് ഇപ്പൊ ബുഖാരി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞിട്ട് അതൊന്നും കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് പിന്നെ അതൊരു മതവിശ്വാസമാണ്. അപ്പൊ അയാള് പറഞ്ഞു എന്ത് മതം മുസ്ലിരെ, എന്ത് മതവും? ഞാൻ പറഞ്ഞു ഈ ലോകത്തെ പടച്ച സൃഷ്ടാവ് ജീവിക്കാൻ തന്ന ഒരു തത്വസംഹിതക്കാണ് മതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സൃഷ്ടാവൊന്നും ലോകത്തിനില്ല. അപ്പൊ ഓനാ പഠിച്ച പതിന്. അപ്പൊ മുസ്ലിരെ മക്കളോ ഇല്ലാത്തവർക്ക് മക്കളുണ്ടാക്കാൻ നമുക്കറിയാം. ഞാൻ ചോദിച്ചു ഡോക്ടറെ, നിങ്ങൾ ബീജവും അണ്ടവും കൂടി സങ്കലനം നടത്തി ഒരു വർഷത്തേക്ക്. ഈ ബീജവും അണ്ടവും എവിടുന്നിട്ടി? എന്നിട്ട് ഈ സങ്കലനം നടത്തുന്ന ഡോക്ടർമാരെ ആണെങ്കിൽ തന്നെ കുട്ടികളെ പടക്കണത് പോലെ അങ്ങനെ കുട്ടീനെ ഉണ്ടാക്കട്ടെ പോലെ ഇതുവരെ ഒരു മനുഷ്യനെ പടക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. കഴിയില്ല. ഒരു ശാസ്ത്രം അങ്ങനെ പുരോഗമിച്ചിട്ടില്ല. ആത്മാവ് കൊടുക്കാൻ ആർക്കും കഴിയില്ല. എങ്കിൽ ഒരാളെ മരിക്കാതിരുത്താൻ അവർക്ക് കഴിയുമായിരുന്നു. ഇതുവരെ പൈസ കൊണ്ടോ ശാസ്ത്രം ഇത്ര പുരോഗമിച്ചൊരു കാലില്ല എന്ന് പറയലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ജീവി കൊടുത്ത സംഭവമുണ്ടോ? ഒരു ജീവി തടഞ്ഞു വെക്കാൻ പറ്റിയ ഒരു അവസ്ഥ കേട്ടിട്ടുണ്ടോ? പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? സമ്പത്തില്ലാത്തതുകൊണ്ടാണോ? വലിയ
വലിയ വലിയ കൊമ്പന്മാർ രോഗത്തിനടിമപ്പെട്ട് അതാ കൈമലർത്തി ലോകത്തോട് വിട പറയുന്നു. അല്ലാഹുവിന്റെ ഖഹർ ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കുണ്ടോ അവകാശം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, റബ്ബിന് മാത്രം. അല്ലാഹു നമ്മെ നന്നാക്കട്ടെ. ഞാൻ പറയുന്നത് ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്. ഉപ്പമാരെ, നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്. ഉമ്മമാരുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, അൽ ജന്നത്തു സ്വർഗം തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് കുട്ടികൾക്ക് സ്വർഗം. അഥവാ കുട്ടിയെ സ്വർഗത്തിൽ കടത്താൻ ഉമ്മമാർക്കേ കഴിയൂ. അതും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യമാണ്. കാലിന്റെ അടുത്ത്, നമ്മളെ കാലിന്റെ അടുത്ത് തന്നെയാണ് മദ്രസ, നമ്മളെ കാലിന്റെ അടുത്ത് തന്നെയാണ് കുളം എന്നൊക്കെ പറഞ്ഞാൽ തൊട്ടടുത്താണ്, കൂടുതൽ പ്രയാസമില്ല. ഉമ്മ എന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ, അമ്മ എന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ അമ്മയെ വിളിക്കുന്നുണ്ടെങ്കിൽ, അതാ ചോറ് ചായ കഞ്ഞി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് മലയാളമാണ്. അറബ് നാട്ടിലെ കുട്ടികൾ ഉമ്മ, ഉപ്പ എന്നല്ല പറയുന്നത്, അബ് എന്നാണ് പറയുന്നത്. അമ്മ എന്നല്ല പറയുന്നത്, ഉമ്മ എന്നാണ് പറയുന്നത്. ഭക്ഷണത്തിന് റുസ് എന്നാണ് പറയുന്നത്, ചോറിന് പത്രിക് റഗീഫ് എന്നാണ്, ഖുബ്സ് എന്നാണ് അറബ് നാട്ടിലെ കുട്ടികൾ പറയുന്നത്. ഇംഗ്ലീഷിൽ മറ്റൊരു വാക്കാണ് പറയുന്നത്. എന്തേ ഈ ഭാഷകൾ കുട്ടികൾക്ക് വ്യത്യാസപ്പെട്ടത്? ഈ ഭാഷ കേട്ടത് അമ്മയും ആ കേട്ട ഉമ്മയുടെ ഭാഷയാണ്. അതാണ് മാതൃഭാഷ, മാതാവിന്റെ ഭാഷയാണ്. കുട്ടികൾ സംസാരിക്കുന്നത് തെങ്ങ് കവുങ്ങ് എന്നൊക്കെ കുട്ടികൾ പറയുന്നത് മലയാളത്തിലാണെങ്കിൽ, മറ്റേ അറബിയിലേക്ക് കടക്കുമ്പോൾ നാറജിയിൽ ഫൂഫുലി എന്നൊക്കെയാണ് പറയുന്നത്. മറ്റു ഭാഷകളിൽ അതുപോലുള്ള പദങ്ങളാണ്. ഇതൊക്കെ പഠിച്ചത് ഉമ്മയിൽ നിന്നാണ്. ചോറ് ചായ കഞ്ഞി മീന് ഇറച്ചി ഒക്കെ പഠിച്ചത് ഉമ്മയിൽ നിന്നാണ്. അതിന്റെ ഇടയിൽ ട്രിക്കിലൂടെ ഉമ്മമാരെ, ഇസ്ലാമും ആ മക്കളെ നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. പഴയ കാലത്ത് ഇന്ന് ഖബറിൽ കിടക്കുന്ന പകരം പള്ളിപ്പറമ്പിന്റെ, ചെലൂര് പള്ളിപ്പറമ്പിന്റെ ചുറ്റുഭാഗത്തും കിടക്കുന്ന, പള്ളിയുടെ ചുറ്റുഭാഗത്തും കിടക്കുന്ന ഉമ്മമാരാണല്ലോ ഈ ഇരിക്കുന്ന നിങ്ങൾക്കും നമുക്കൊക്കെ ജന്മം തന്നത്. അവരുടെ ഉമ്മമാരങ്ങനെയുള്ള വലിയ പരമ്പര മുസ്ലിം വനിതകളാണല്ലോ നമുക്കൊക്കെ ജന്മം തന്നത്. ആ ഉമ്മമാരെ മക്കൾ നിസ്കരിക്കാത്തവരില്ലായിരുന്നു, നോമ്പ് നോക്കാത്തവരില്ലായിരുന്നു. ആ ഉമ്മമാര് വല്ലാതെ റബ്ബിനെ പേടിച്ചു. അതുകൊണ്ട് മക്കളും പേടിച്ചു. ആ മക്കളെ തൊട്ടിലിട്ടിട്ട്, ആ കുട്ടികൾക്ക് അന്ന് സ്പ്രിങ്ങിന്റെ സൗകര്യങ്ങളുള്ള തൊട്ടിലില്ല. ഉമ്മ അങ്ങ് വഞ്ചനയായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, ഉമ്മ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു തോന്നല് കുട്ടിക്കുണ്ടാകുന്ന രൂപത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉമ്മക്ക് നിരുപാധികം കിടന്നുറങ്ങാം, ഉമ്മക്ക് അടുക്കളയിൽ പോലി ജോലി ചെയ്യാം. ഇന്നത്തെ അവസ്ഥ അന്ന് അങ്ങനെയല്ല. കാര്യം കൊണ്ട് തൂക്കിയിട്ട തൊട്ടിയാണ്. ആ തൊട്ടിയിൽ കുട്ടി ഉറങ്ങുന്നത് വരെ ആട്ടിക്കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഉമ്മമാര് കുട്ടികൾക്ക് തൗഹീദിന്റെ പദങ്ങൾ പാടിക്കൊടുത്തിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കുഞ്ഞിമോന് ഉറങ്ങിക്കോ, കുഞ്ഞിമോള് ഉറങ്ങിക്കോ, കുഞ്ഞിമോന് ഉറങ്ങിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ ബലാഉം ആഫത്തും എടങ്ങറുകള് മുസീബത്തും ബദിരികളെ ബറകത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ, കുട്ടികൾ ഉറങ്ങട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മമാരെ പഠിക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവ സൂര്യയും മാറ്റുള്ള ദീനമടങ്ങലും ബദിരികളെ ബറകത്തിനാലെ മൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം ഔതത് കൂട്ടിടും, ഇബ്ലീസ് കൂദിനെ കാട്ടിടും, റംലഈൻ അവനാട്ടുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ. ഈ ലാ ഇലാഹ കേൾക്കാത്തവർ ഈ സദസ്സിലുള്ള ഉപ്പമാരിലില്ല. പക്ഷെ കേട്ടത് ഓർമ്മയില്ല എന്നുള്ളത്. ഇനി പെറ്റത് ഓർമ്മയില്ല. അമ്മ പെറ്റതായിട്ട് ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? വയറ്റിനകത്തുനിന്ന് വല്ല ഓർമ്മ ഉണ്ടോ? നാളിപ്പോ ഏതോ ചങ്ങായി പറഞ്ഞ്, അതിന്റെ ആ കുട്ടിയുടെ ഉമ്മ എന്നോട് പറഞ്ഞു,
വൗട്ടിയെ എന്റെ മോനിനോട് പറഞ്ഞു കേക്കട്ടെ, എന്റെ താത്ത പറഞ്ഞേ, ഞാൻ എന്നെ വൗട്ടിന്ന് പറയാം. എന്തേ പറഞ്ഞത്? ഞാൻ പറഞ്ഞ എടാ ഞാൻ 10 മാസം എന്റെ പള്ളയെ കൊണ്ടിടുന്നില്ലടാ, എന്നിട്ട് ഇജിന്നെ ചീത്ത പറഞ്ഞ അയിരക്കത്തിട്ട് വെട്ടാൻ നിന്നില്ലടാ. അപ്പൊ ഓൻ പറഞ്ഞത് ഇജിന്നെ അങ്ങനെ കൊണ്ടിരുന്നിട്ടില്ല. ഞാൻ എന്നെ എത്ര കാലം 5-6 വയസ്സാകുന്നവരെ എത്ര കാലം എനിക്ക് മുല തന്നട, ഇജിന്നെ പോച്ചിട്ടില്ല. ഞാൻ കല്ലേറ്റിട്ടാ വടന്ന അമ്മയില്, ഞാൻ കല്ലേറ്റി വന്നു. ഓൻ പറഞ്ഞു ഭ്രാന്തിന് കയ്യും കാലും വെച്ചാൽ ഈ പേര് എന്താ പറയാ. ഓൻ കല്ലേറ്റിട്ടാണ് ജീവിച്ചത്. എന്നെ കല്ലേറ്റിൽ തുടങ്ങി. കല്ലെപ്പോഴൊക്കെ ഏറ്റവും ഒരു ഉമ്മയോട് പറയാണല്ലോ ഒരു മോന്, തമ്പുരാനെ അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തട്ടി. സഹോദരന്മാരെ, ഈ മറ്റേ എഞ്ചിനീയർ, ഓ ഇപ്പൊ എന്റെ അടുത്ത് ഒരു മൊയ്ലിയർ, ഞാൻ മൊയ്ലിയന്മാരിങ്ങനെ എത്തിപ്പോയത്. ഒരു മൊയ്ലിയർ ഫോൺ ചെയ്തു, ഹലോ പകരാശനിയല്ലേ? ആ ആണ്. നീ സീഡിയൊക്കെ ആയി ആളെ എത്തട്ടെ, അൽഹംദുലില്ലാ ഒരു നിലക്ക്. പിന്നെ എന്താ നമ്മളൊരു മോനക്കൊരു പുരിയെണ്ണ വേണ്ടി, എന്താ ഓനിപ്പോ അത്യാവശ്യം പഠിച്ചു. ഓനിപ്പോ എന്താ ഹൈടെക് എഞ്ചിനീയർ, ഒരു സ്ഥാനം പറഞ്ഞതാണ്. നമ്മളെ കൂട്ടുന്ന അങ്ങനത്തെ ആണല്ലോ. ഒരു തെളിവ് ആര് പറഞ്ഞു വേണല്ലോ, ആണല്ലോ. എഞ്ചിനീയർ വേണ്ടാന്ന് അവർക്ക് അഭിപ്രായം. ഇവിടെ റോഡ് ഉണ്ടാക്കാനോ പിന്നെ അണ്ണം വേണ്ടാന്ന് അവർക്ക് അഭിപ്രായം. ഇവിടെ കക്കൂസ് വരാൻ ആള് വേണ്ടാന്ന് അഭിപ്രായം. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെലവാക്കണം എന്നുള്ള ആവശ്യം. ഇവിടെ എന്തൊക്കെ ജോലിയുണ്ട്, തെങ്ങുമ്പോ കയറുന്ന ഒരു പണിയല്ല. ഞങ്ങൾ ഇവിടെ തെങ്ങുണ്ടാകുന്ന കാര്യമുണ്ട്. ഒരു സാധനമാണ് വിട്ടുകൊടുക്കുക, ആ സാധനം ഉണ്ടാക്കിയ ഒരാൾ ഇവിടെ വേണ്ട. എല്ലാത്തിനും ആള് വേണല്ലോ. പക്ഷെ നമ്മളെ മക്കളെ എന്തിനു ചെലവാക്കണമെന്നില്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകം നന്നായിട്ട് ഭരിക്കാൻ നമ്മളെ മക്കളെ കൊണ്ട് കഴിയും. എന്നാ മതവിദ്യാഭ്യാസം പോട്ടെ, ഒരു SSFന്റെയോ SSYSന്റെയോ ഒരു മെമ്പറാക്കിക്കൂടെ? എങ്കിലെങ്കിലും അള്ളാഹിനെയും റസൂലിനെയും പ്രസംഗിക്കുന്നത് കേൾക്കുന്ന ഉസ്താദുമാരെ ബഹുമാനിച്ചുകൊണ്ട് ആ കുട്ടികൾ നന്നാകും. ഒരു SSFന്റെ മെമ്പർ ആകുമ്പോഴേക്കും ദേഷ്യല്ലേ? കുട്ടികൾക്ക് പഠനം നഷ്ടപ്പെടും. വേറെ എന്തിന്റെ ആളായാലും നിരക്കടില്ല. ഇതല്ലേ അവസ്ഥ? ഈ സംഘടനകളുടെ മെമ്പറായ ഒരു കുട്ടിക്ക് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലാൻ തോന്നും. അതാണ് ആ കുട്ടി ചെയ്ത തെറ്റ്. ഉമ്മാര് ഉപ്പാരെന്നൊക്കെ കുറച്ചൊക്കെ അറിയും. അബദ്ധം കുട്ടികളെ കയ്യിലുണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നു. എന്നാലും ഈ സംഘടനയിൽ വളർന്നൊരു കുട്ടി അത് ഇൻഷാ അല്ലാഹ് SYSലേക്ക് വളർന്നെത്തുമ്പോഴേക്കും ആ കുട്ടി ആരൊക്കെയാണ് ഞാൻ ആദരിക്കേണ്ടതെന്ന് തിരിച്ചറിവ് ആ കുട്ടികൾക്ക് ഇല്ലാതെ പോകില്ല. അങ്ങനെയെങ്കിലും ചെയ്തോ? ഇല്ല. അതാണ്ട് പഠിപ്പിച്ചിട്ട് ഇല്ല. ഭൗതിക മുഴുവൻ തലയിൽ കെട്ടി വാപ്പയെ വെറുത്തുപോയി. വൃതാലയങ്ങൾ വളർന്നു വരുന്നു നമ്മുടെ നാട്ടിൽ. എന്താ വൃതാലയം? റാഹത്തല്ലേ? വയസ്സന്മാരെ പോറ്റാനുള്ള വേദികൾ കൊണ്ടുപോയി ആക്കിയിരിക്കാം. കൊണ്ടുപോയി ആക്കണതില് വാപ്പി മക്കള് ഞങ്ങൾക്ക് ഒഴിവില്ല, ഞങ്ങൾക്ക് ബാപ്പനെ നോക്കാൻ ഒഴിവില്ല. എത്ര പിതാക്കന്മാർ കരയുന്നു. വളരെ കട്ടപ്പെട്ട് സ്വത്ത് വിറ്റ് പഠിപ്പിച്ച മക്കളാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയെന്ന് പൊട്ടിക്കരയുന്ന ഉമ്മമാർ ഉപ്പമാർ മുസ്ലിമീങ്ങളിലുമുണ്ട് അമുസ്ലിമീങ്ങളിലുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് ചെറിയതല്ല. ഉമ്മയുപ്പ എന്ന് പറയുന്നത് വലിയ സാധനങ്ങളാണ്. നിങ്ങളുടെ സ്വർഗം അവരിലാണ് മക്കളെ. അവരെ ആദരിക്കണം. പ്രായം ചെന്ന ആ ഉമ്മയുപ്പ ഇപ്പോൾ നമ്മൾ മറക്കരുത്. ഒരു കാലത്ത് കട്ടപ്പെട്ട് നമുക്ക് വേണ്ടി കട്ടപ്പെട്ടവരാണവർ. വല്ലാതെ വേദനിച്ചവരാണ് അവർ. അവർക്കുള്ള നെഞ്ചും മെത്തയായി വിരിച്ചിട്ടതാ. നീ എത്ര നാൾ അതിൽ കിടന്ന് സുഖിച്ചതാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. പ്രസവിച്ച വേദന തിന്നതും അവള് തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. കട്ടപ്പെട്ട ഉമ്മമാർ വല്ല തെറ്റും ഉമ്മമാരോട് ചെയ്തവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ, ഉമ്മമാരെ, സഹോദരന്മാരെ ഉണ്ടെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന ഉമ്മയെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടിക്കണേ. എങ്ങനെയാണ് ഖബറിൽ കിടക്കുന്ന അമ്മായിമ്മയെ കൊണ്ട് പൊരുത്തപ്പെടിക്കൽ? അമ്മായിമ്മ എന്നെ പെറ്റിട്ടില്ല. മരുമകൾക്ക് തോന്നാണ് എന്നെ പെറ്റത് എന്റെ നാട്ടിലെ ഉമ്മയാണ്, എന്നെ അമ്മായിമ്മ പെറ്റിട്ടില്ല. പറയല്ലേ പെണ്ണേ,
നിന്റെ എല്ലാമായി നീ കാണുന്ന, നിന്റെ പ്രാണേശ്വരനായി നീ കാണുന്ന നിന്റെ ഭർത്താവിന് ജന്മം നൽകിയ ഉമ്മയാണ്. അവള് ചില്ലറക്കാരിയല്ല, അവളൊരു ചെറുതാക്കാൻ അവകാശം നിനക്കില്ല. നിന്റെ ഉമ്മയെ പോലെ നീ ആദരിക്കേണ്ട പെണ്ണാണ്. നിന്റെ ഭർത്താവിന് ജന്മം നൽകിയിട്ട് നിന്റെ ഭർത്താവിന്റെ മൂത്രവും കാട്ടവും എടുത്ത ഉമ്മയാണ്. നിന്റെ ഭർത്താവിനെ തൊട്ടിയിൽ താരാട്ട് പാടിയ ഉമ്മയാണ്. നീ താരാട്ട് പാടുന്ന കുഞ്ഞനോട് നിനക്കെത്ര സ്നേഹമുണ്ടോ, അതേ സ്നേഹം എന്നല്ല നിന്റെ സുഖങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ഇന്ന് നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ 1-ാം മാസം മുതൽ വേദനിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഡോക്ടർമാരെടുത്ത് പോയി വാങ്ങുന്നു. അങ്ങനെ 10 മാസം വരെ സുഖിച്ചാണ് നീ ഗർഭിണിയാകുന്നത്. ഒരു പരിധി വരെ 10ാമത്തെ മാസം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വാറ്റിനകത്തുള്ള കുഞ്ഞ് അതാ വിഷമമില്ലാതെ പെട്ടെന്ന് പുറത്തു പോരാനുള്ള വാതകങ്ങൾ ആ കുട്ടിയിലേക്ക് അടിച്ചു കയറ്റിയിട്ട് കുട്ടിയെ നിർബന്ധിച്ച് പുറത്തേക്ക് പെട്ടെന്ന് തള്ളിയിട്ട് അതാ പഴയ കാലത്ത് 3 ദിവസം നൊമ്പരം പിടിച്ച് കിടക്കുന്ന ആ വേദനയൊന്നും നീ അറിഞ്ഞില്ല പെണ്ണേ. എന്നാൽ ഒരു വൈദ്യരില്ലാത്ത കാലത്ത്, ഒരു ഹോസ്പിറ്റലില്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ അവിടേക്കൊന്നും കൊണ്ടുപോകാൻ കാശോ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് വേദനിച്ച് നൊന്ത് പ്രസവിച്ച ഉമ്മമാർ, നീ 10 പെറ്റാലും ആ ഉമ്മയുടെ ഒരു പ്രസവത്തിന്റെ കൂലി നിനക്കില്ല. ഒരു മരുന്ന് കഴിച്ചിട്ടില്ല, മാത്രമല്ല നീ ഗർഭിണിയായ അവിടെ മുതൽക്ക് നിനക്ക് ബെഡ് റെസ്റ്റാണ്. നിന്റെ മാതാവിന്റെ നിന്റെ പിതാവിന്റെ നിന്റെ കുടുംബവും ഭർത്താവിന്റെ കുടുംബവും 2 കുടുംബവും അതാ അവൾക്ക് റെസ്റ്റ് കൊടുക്കണമെന്ന അഭിപ്രായക്കാരാണ്. മലർന്ന് കിടന്നും ചെരിഞ്ഞു കിടന്നും നാസ്തകൾ അതാ റൂമിലേക്ക് എത്തിക്കൊണ്ട് ഭക്ഷണം കഴിച്ച് ഗർഭിണിയായ സുഖിച്ച പെണ്ണേ, നിന്റെ കുട്ടിയുടെ കൂലി നിനക്ക് പഴയ ഉമ്മമാരുടെ കുട്ടികൾക്ക് കൊടുത്ത കൂലി കിട്ടില്ല കേട്ടോ. ആ കുട്ടികളെ പേരിൽ അവര് വാങ്ങിയ കൂലി നിനക്കില്ല. വല്ലാത്ത കഷ്ടത സഹിച്ചവരാണ് അവർ. മാത്രമല്ല നീ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിനക്ക് വലിയ പ്രയാസങ്ങളില്ല. എല്ലാം ചുമരിൽ ഞെക്കിയാൽ ഒരു ഭാഗത്തുനിന്ന് വെള്ളം ചാടി ഒരു ഭാഗത്തുനിന്ന് ഞെക്കിയാൽ നിനക്കതാ നിന്റെ തേങ്ങയും മല്ലിയും നിനക്ക് അതാ പൊടിച്ചും അരച്ചും കറിയാക്കാനുള്ള സൗകര്യമായി. ഒന്നിന്റെ ചെവി പിടിച്ച് തിരിച്ചാൽ അതാ കത്തിയാളി നിന്റെ ഭക്ഷണമായി. 10 മിനിറ്റ് കൊണ്ട് അതാ നിനക്കതിന് പറ്റിയ പാത്രങ്ങളും ഭർത്താവ് കൊണ്ടുവന്നു തന്നു. ആ ഭക്ഷണം വെച്ചിട്ട് അതാ ഓണാക്കിയാൽ 10 മിനിറ്റ് കൊണ്ട് ഭക്ഷണമായി. അടുക്കളയിൽ നിന്നിട്ട് എത്രയോ ജോലികൾ പഴയ ഉമ്മമാര് കാണാത്ത കേൾക്കാത്ത സൗകര്യങ്ങൾ മുഴുവനും കിട്ടിയ പെണ്ണേ, നീയാണോ വിഷമിച്ചെന്ന് പറയുന്ന പെണ്ണ്? നീയാണോ ഗർഭം ചുമന്നിട്ട് വിഷമിച്ചെന്ന് പറയുന്ന പെണ്ണ്? കഴിഞ്ഞ കാലത്ത് ഉമ്മമാർ ഗർഭിണിയായിട്ട് അതാ നാട്ടിൽ എവിടെങ്കിലും ഒരു കിണറുണ്ടായിരിക്കും. ആ കിണറിന്റെ അരികിൽ പോയിട്ട് പാത്രത്തിൽ വെള്ളം പാള കൊണ്ട് കോരിയിട്ട്, അതും ബക്കറ്റില്ല, അതാ കഴുങ്ങിന്റെ പാള കൊണ്ട് കുത്തിയുണ്ടാക്കിയതായ ആ സാധനം, അതിലതാ കയറ് കെട്ടിയിട്ട് അതിൽ 10 പാള വെള്ളം മുക്കിയാൽ ഇന്ന് നിന്റെ ഒരു ബക്കറ്റ് വെള്ളമാണ്. അതും പാളയുടെ ഒരു ഭാഗം കീറിയിരിക്കുന്നു, അല്പമേ വെള്ളം കിട്ടുന്നുള്ളൂ. അങ്ങനെ അതാ 3, 4 അല്ലെങ്കിൽ 5, 6 അല്ല 10 മാസമായ സ്ത്രീകൾ വരെ അങ്ങനെ കഷ്ടപ്പെട്ട് വെള്ളം കോരിയെടുത്തിട്ട് ആ വെള്ളപാത്രവുമായി ആ കുടവുമായി അവള് നടക്കുന്നു. 10 മാസം ഗർഭിണിയാണ്, 9, 8 മാസം ഗർഭിണിയാണ്. ആ വെള്ളം കൊണ്ടുവന്നിട്ട് അതായിരിക്കണം ഭർത്താവിന് കുളിക്കാനുള്ളത്, അവൾക്ക് കുളിക്കാനുള്ളത്, കുടിക്കാനുള്ളത്, ചോറുണ്ടാക്കാൻ, കഞ്ഞി ഉണ്ടാക്കാൻ, ചായ ഉണ്ടാക്കാനുള്ളത്. ഇങ്ങനെ കഷ്ടപ്പെട്ട ഉമ്മമാർ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബറൊക്കെ അല്ലാഹു സ്വർഗമാക്കട്ടെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് എന്റെ ഉമ്മടക്കം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരെ ഓർത്ത് നമ്മളെ കണ്ണുകൾ നിറയണം കേട്ടോ. അങ്ങനത്തെ ഉമ്മമാരാണ് നിന്റെ ഭർത്താവിന് ജന്മം നൽകിയത്. നീ അങ്ങ് തള്ളിക്കളയല്ല പെണ്ണേ. നീ നിന്റെ അമ്മായിമ്മയെ തള്ളിയാൽ ഒരു ദിനം നിന്റെ മകൻ കല്യാണം ചെയ്ത് കൊണ്ടുവരുന്ന ഭാര്യ അതും നിന്നെ തള്ളും
തള്ളും കേട്ടോ, എഴുതി വെച്ചോ, തള്ളാതിരിക്കില്ല. ഒരു കറുത്ത വാക്ക് നിന്റെ അമ്മായിമ്മയോട് നീ പറഞ്ഞാൽ നിന്റെ മരുമകൾ ഒരു കറുത്ത വാക്ക് പറയാതെ ഈ ലോകത്ത് നിന്ന് നീ പിരിയില്ല. വല്ലാതെ സൂക്ഷിക്കണം നമ്മൾ സഹോദരിമാരെ. റബ്ബിന്റെ നിയമങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇമ്മായ ബുലുഗന്ന ഇൻദകൽ കിബർ, നിന്റെ ഉപ്പയും ഉമ്മയും നിന്റെ അരികിൽ പ്രായമെത്തിയാൽ അവരുടെ വക്കൽ നിന്ന് വല്ലാത്ത ദുസ്വഭാവങ്ങൾ ഉണ്ടായേക്കാം. അത് സംഭവിച്ചാൽ അഫലാ തഖുല്ലഹുമാ ഉഫിൻ, ഒരു എന്ന വാക്ക് പോലും ഉമ്മയോടോ ഉപ്പയോടോ മക്കളെ നിങ്ങൾ പറയരുതേ. നിങ്ങൾ കല്യാണം ചെയ്തു കൊണ്ടുവന്ന ഭാര്യമാരും പറയരുതേ. വളരെ സൂക്ഷിക്കണം സഹോദരന്മാരെ. നമ്മുടെ ഭാര്യയെ കൊണ്ട് ഉമ്മക്കൊരു പ്രയാസമുണ്ടാകരുത്. ഞാൻ എന്റെ ആദ്യരാത്രിയിൽ എന്റെ ഭാര്യയോട് പറഞ്ഞത്, എന്റെ ഉമ്മയെ സംബന്ധിച്ച് നീ എന്നോടൊന്നും പറയരുതെന്നാണ്. നമ്മൾ ഈ മനസ്ഥിതിക്കാരാകണം. നമ്മുടെ ഉമ്മയെ നന്നാക്കാൻ ഒരു പെണ്ണ് നമ്മളെ വീട്ടിൽ കയറി വരണ്ട. എന്റെ ഭാര്യ എന്റെ ഉമ്മയെ നന്നാക്കാൻ ഒരുങ്ങാൻ ഞാൻ സമ്മതിക്കരുത്. എന്റെ ഉമ്മ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ. എന്റെ ഉമ്മയെ ഇനി ഉപദേശിച്ച് നന്നാക്കേണ്ടവളല്ല. എനിക്ക് ജന്മം നൽകിയ എന്റെ ഉമ്മ അതെനിക്ക് വലിയ കനിയാണ്. അതിന്റെ ശരീരമൊക്കെ അങ്ങ് അതാ ചുളിഞ്ഞു പൊട്ടിപ്പോയി, എല്ലോട് ചേർന്നിട്ടുണ്ട്, പല്ലുകളൊക്കെ പോയിട്ട് വല്ലാതെ ഭംഗി പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്വർഗത്തിന്റെ കാരണമാണ്. കറുത്തോ വെളുത്തോ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന സുമുഖിയായ ആ പെണ്ണിന്റെ മുഖം കണ്ടുകൊണ്ട് നമ്മുടെ ഉമ്മയെ നമ്മൾ മറക്കരുത് കേട്ടോ. നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച ഉമ്മമാരാണ് കേട്ടോ. നമ്മളെ മക്കള് തൊട്ടിൽ നിന്ന് കരയുമ്പോൾ നമ്മളെ ഭാര്യമാര് രാത്രിയിൽ 2 മണിയോ 3 മണിയോ എന്ന് അത് ആ ക്ലോക്കിന് നോക്കാതെ പോയി ആ കുട്ടിയെ വാരിയെടുത്തുകൊണ്ട് നമ്മളിങ്ങനെ കട്ടിൽമ കിടക്കുമ്പോൾ നമ്മുടെ ഭാര്യമാര് ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നത് കാണുമ്പോൾ കബറിൽ കിടക്കുന്ന ഉമ്മയെ നമ്മൾ ഓർക്കണം കേട്ടോ. വയ്യാതെ കിടക്കുന്ന ഉമ്മയെ നമ്മൾ ഓർക്കണം കേട്ടോ. വീടെടുത്ത് സൗകര്യത്തിന് വേറെ പോയിട്ടുണ്ട്. ഉമ്മ നിൽക്കുന്നത് ചെറിയൊരു വീട്ടിലാണ്, അല്ലെങ്കിൽ അനുജന്റെ വീട്ടിലാണ്, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ വീട്ടിലാണ്. ഞാൻ എന്റെ ഭാര്യയുടെ കൂടെയാണ്. എന്റെ കുഞ്ഞനെ എടുത്തിട്ട് എന്റെ ഭാര്യ നെഞ്ചിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഞാൻ ഓർക്കേണ്ടത്, ഒരു കാലത്ത് നീണ്ട കാലം എന്റെ ഉമ്മ ഇന്ന് കബറിലുള്ള ഉമ്മ, അനുജന്റെ വീട്ടിലുള്ള ഉമ്മ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള ഉമ്മ, ആ ഉമ്മ രോഗിയായി കിടക്കുന്ന ഉമ്മ, അല്ലെങ്കിൽ രോഗമില്ലാതെ ആവട്ടെ എന്റെ അരികിലല്ലല്ലോ ഉമ്മയുള്ളത്. ആ ഉമ്മ എത്ര ദിവസങ്ങളാണ്, എത്ര രാത്രികളാണ് കരണ്ടില്ലാതെ, ലൈറ്റ് ഇല്ലാതെ, തീപ്പെട്ടി പോലും ഇല്ലാതെ ഇരുട്ടത്തന്നെ വാരിയെടുത്തിട്ട് മൂത്രിച്ചത് ആ ശരീരം അതാ എന്നെ അതാ നെഞ്ചിലേക്ക് കൊട്ടിപ്പിടിപ്പിച്ചിട്ട് എത്ര ദിവസം മുല തന്നവളാണ്. പരിച്ചിട്ട് അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചിലേക്ക് പിടിച്ചിട്ട് നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാതെ കിഴങ്ങ എന്റെ ഉമ്മ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് പുറത്തു കൊടുക്കട്ടെ. വലിയ കാവലിന്റെ സാധനമാണ് ഉമ്മമാർ. സഹോദരിമാരെ, മരുമക്കളെ, അമ്മായിമ്മ എന്ന് പറയുന്നത് ചെറിയതല്ല. അവരെ വേദനിപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. സഹോദരന്മാരെ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉമ്മക്ക് നമ്മുടെ ഭാര്യന്റെ ഭാഗത്തു നിന്ന് ഒരു ചീത്ത കേട്ടുകൂടാ, നമ്മുടെ ഭാഗത്തു നിന്ന് തീരെ കേട്ടുകൂടാ. നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മയെ ചീത്ത പറഞ്ഞുകൂടാ, അതിന് വഴി നമ്മൾ ഒരുക്കിക്കൂടാ. ഉണ്ടെങ്കിൽ അതിന് നാം തീരുമാനം കാണണം. നീ പറയരുത്, എന്റെ ഉമ്മയെ പറ്റി എന്നോട് പറയരുത്, എന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി നീ ഒന്നും പറയരുത്. എന്റെ ഉമ്മ എനിക്ക് സ്വർഗമാണ്, എനിക്ക് സ്വർഗം തരാനുള്ള ഉമ്മയാണ്. ആ ഉമ്മ വല്ലാത്ത സ്നേഹിച്ച മനസ്സാണ്. ആരും വെറുത്താലും ഉമ്മ വെറുക്കൂല. നോക്ക് നിങ്ങൾ, വാളിന്റെ സദസ്സുകൾ, എത്ര വാളിന്റെ സദസ്സുകളിൽ ദുആ കേട്ടിട്ടുണ്ട്. ഉമ്മാക്ക് വയ്യാതെ ആയിരിക്കുന്നു, ഉമ്മ വല്ലാത്ത രോഗിയാണ്, ഒന്ന് ദുആ ചെയ്യണം ഉമ്മാക്ക് വേണ്ടി. എത്ര വാൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വാളിന്റെ സ്റ്റേജില് ഉമ്മാന്റെ അവസ്ഥ വളരെ വിഷമത്തിലാണ്, ശരീരമൊക്കെ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ജീവിതം ഹൈറാണെങ്കിൽ നല്ല പോലെ ജീവിക്കണം, മരണം ഹൈറാകുമ്പോൾ നല്ല പോലെ മരിക്കാൻ വേണ്ടി ഉസ്താദെ ദ്വാരക്കണം. മകൻ, മകൾ, മരുമകൾ ലെറ്റർ തരികയാണ്. ഉസ്താദുമാർ ദ്വാരക്കും ചെയ്യും, ഒരുപക്ഷെ അള്ളാഹു സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് വരെ ഏതെങ്കിലും വാളിന്റെ സ്റ്റേജിലേക്ക് ഒരു ഉമ്മ എഴുത്തു കൊടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ മകൻ സോക്കടായി കിടക്കുകയാണ്, ശരീരം പൊട്ടിയിട്ടുണ്ട്, ഒന്ന് ദുആ ചെയ്യണം. ജീവിതം ഹൈറാണെങ്കിൽ ജീവിക്കട്ടെ, മരണം ഹൈറാണെങ്കിൽ മരിക്കട്ടെ എന്നൊരു വാക്ക് ഒരു ഉമ്മന്റെ നാവ് കൊണ്ടോ പേന കൊണ്ടോ എഴുതാൻ കഴിയില്ല.
ജീവിതം ഹൈറാണ്, ജീവിതം തന്നെ ഹൈറ്, മരിക്കണ്ട എന്റെ കുട്ടി എന്നാണ് ആ ഉമ്മന്റെ മനസ്സിലുണ്ടാകുക. എന്നിട്ട് ചീഞ്ഞ് നാറിയിട്ട് കയ്യിൽ എന്താണ് അവർ തയ്യാറാണ്. ഇപ്പൊ അടുത്ത് ഒരു പെണ്ണിന്റെ അസുഖം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ആ കുടുംബം, ആ പെണ്ണിന്റെ ദേഹത്ത് ഒരു സൂചി വെക്കാൻ സ്ഥലമില്ല, ശരീരം മുഴുവനും പഴുത്തിരിക്കുന്നു. അല്ലാഹുവേ രോഗങ്ങളെ തൊട്ട് കാക്കട്ടെ. തലമുടികൾ വടിച്ചെടുത്തതല്ല, ഹോസ്പിറ്റലിൽ നിന്ന് വടിച്ചെടുത്തതല്ല തലമുടി, മറിച്ച് മുടികൾ ഇങ്ങനെ പഴുത്തിട്ട് പോന്നിക്ക, തലന്റെ മുഴുവൻ മുടിയും പോന്നു. 2-3 മക്കളുള്ള ആ സ്ത്രീ, അതാ ഞാൻ ചോദിച്ചു ആ സ്ത്രീയുടെ അവസ്ഥ. മുണ്ട് മേത്തിട്ടിക്കാണ്, മേത്ത് ഒരിക്കലും ഡ്രസ് ഇടാൻ കഴിയില്ല, ഒരു നേർമയുള്ള മുണ്ടിട്ടിക്കാണ്. എന്നിട്ടോ പറയുന്ന വാക്കെന്താണ്? ആ ഉമ്മയുടെ അവസ്ഥ, ആ പെണ്ണിന്റെ അവസ്ഥ, ആ പെണ്ണിനെ എല്ലാവരും പിരിഞ്ഞിരിക്കുന്നു, ആരും നോക്കാനില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. അതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ഉമ്മമാരെ നമ്മുടെ നെഞ്ചിൽ നമ്മൾ കൊണ്ടുവരണം. പഠിച്ചോനെ, എന്റെ ഉമ്മ, ആ ഉമ്മമാരെ മറക്കരുത് സഹോദരന്മാരെ. നമുക്ക് വെള്ളിയാഴ്ച പോയി സിയാറത്ത് ചെയ്യണം ഉമ്മാനി ഉപ്പാനി. പോകാൻ പറ്റൂലേ? നമ്മൾ പറ്റിയില്ലേ, നമ്മൾ വേറെ ഏതെങ്കിലും പള്ളിയിൽ പെട്ടാൽ, നമ്മൾ എന്റെ അറിവിൽ ഞാൻ പറയട്ടെ, വെള്ളിയാഴ്ച നാട്ടിലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ പള്ളിയിൽ തന്നെ വരാൻ ആഗ്രഹിക്കുന്നവനാണെന്ന് പറയുന്ന എത്രയോ ആളുകൾ എന്റെ മഹല്ലിലുണ്ട്. എന്തേ കാര്യം? ഉമ്മാനൊന്ന് സിയാറത്ത് ചെയ്യാൻ തന്നെ വെള്ളിയാഴ്ചയുള്ള സിയാറത്ത് ചെയ്യല്. വെള്ളിയാഴ്ച സിയാറത്ത് ചെയ്ത് പ്രത്യേക ഫലമുണ്ട്. പല ആളുകളും എന്ത് ചെയ്യും, ജുമാ കഴിഞ്ഞേക്ക് പോകാനുള്ള, അതുകൊണ്ട് ജുമാന്റെ മുമ്പ് സിയാറത്ത് ചെയ്താൽ വല്ല കഴിച്ചിലാവും. എന്താ റാഴത്ത് അറിയോ? അങ്ങനെയല്ല, ജുമാ കഴിഞ്ഞിട്ടാ സിയാറത്ത് ചെയ്യേണ്ടത്. വലിയ നിർബന്ധം അങ്ങനെ ചെയ്തു, അതല്ല ഞാൻ പറയും. ജുമാന്റെ മുമ്പുള്ളതിലേറെ ഫലം ജുമാന്റെ ശേഷമാണ് സിയാറത്തിന്. അതൊക്കെ നമ്മളത് ചെറിയതായി കാണരുത്. ഉമ്മാനും ഉപ്പാനും സിയാറത്ത് നമ്മൾ ഒഴിവാക്കരുത്. അവർക്ക് ഇനി നമ്മൾ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നും അവർക്ക് ഫാത്തിഹയും യാസീനും ഓതണം. ഇത് നമ്മൾ മറക്കരുത്. അതിൽപ്പെട്ട ഒരാൾക്കോ അല്ലെങ്കിൽ 2 പേരും രോഗികളായി നിന്റെ അരികിലെത്തിയാൽ എന്ന് പോലും പറയരുത്. രണ്ടുപേരോടും നല്ല വാക്കല്ലാതെ പറയുന്ന പറയും. നോക്കി, കൗലൻ എന്നല്ല പറഞ്ഞത്, നല്ല വാക്ക് കരീമ, നല്ല വാക്കേ അവരോട് പറയാവൂ. ഒന്നും വേദനിപ്പിക്കരുത്. വരുമ്പോ ആദ്യമായി ചോദിക്കേണ്ടത്, ഫോൺ എടുക്കുമ്പോ ആദ്യമായി ഭാര്യ എടുത്താൽ ഉമ്മ എവിടെയെന്നാണ് ചോദിക്കേണ്ടത്. ഉമ്മയോട് സംസാരിക്കണം, എന്നിട്ടേ ഭാര്യയോട് സംസാരിക്കാവൂ. നമ്മുടെ വീടിന്റെ അരികിലൂടെയാണ് നമ്മൾ വരുന്നതെങ്കിൽ, ഉമ്മ ഉണർന്നിരിക്കുന്ന ടൈമാണെങ്കിൽ നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉമ്മാന്റെ അടുത്ത് പോയിട്ടായിരിക്കണം ഭാര്യന്റെ അടുത്ത് വരേണ്ടത്. ഇതൊക്കെയാണ് അതബ്. അതിന്റെ എതിരിൽ നമുക്ക് സംഭവിച്ചു പോകുന്നതിന് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കഴിയുമെങ്കിൽ അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഉമ്മയോട് ചോദിച്ചിട്ടേ നമ്മൾ അവിടുന്ന് പോകാവൂ. ഉമ്മന്റെ പൊരുത്തത്തിലേ ചെയ്യാവൂ. എന്തെങ്കിലും അതിർപ്പമുള്ള സാധനം കിട്ടിയാൽ ഉമ്മന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. ഉമ്മ നിങ്ങൾ ഭാഗിച്ചു കൊടുക്കണം, ഭാര്യക്കും മറ്റൊക്കെ നമ്മൾ പറയണം. ഈ നിലക്ക് ഉമ്മാന്റെ പൊരുത്തം നമ്മൾ വാങ്ങണം. ഉമ്മമാർ നമ്മുടെ സ്വർഗമാണ് കേട്ടോ. മക്കളെ, നമ്മളൊക്കെ ആഖിറം രക്ഷപ്പെടുന്നത് ഉമ്മമാരുപ്പമാരെ കൊണ്ടാണ്. നമ്മുടെ ആഖിറം രക്ഷപ്പെടുന്നതും ദുനിയാവിന്റെ ബർക്കത്തും അവരെ കൊണ്ടാണ്. ചെറിയതായി അവരെ കാണരുതേ. സ്നേഹിക്കലാമാ ദാവീദുകളെ വേണ്ടത്, ദീർഘായുസ്സാണത് കാരണം ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഒരു കുഞ്ഞനെയും അവന് ഞാൻ നൽകുന്നതാണ്. അവനെപ്പോഴും ഗുണം ചെയ്യുവാൻ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കണം. മാതാപിതാക്കളെ വേണ്ടത്. എന്താണ് അതിന്റെ ഫലം? ദീർഘായുസ്സാണത് കാരണം ലഭിക്കുന്നത്. അതുകൊണ്ട് ദീർഘായുസ് ലഭിക്കുന്നതാണ്. മാത്രമല്ല, അത് തന്നെയല്ല, ഒരു കുഞ്ഞനെയും അവന് ഞാൻ. മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞതാണ്, മൂസ നബിയെ, ഇങ്ങനെ സ്നേഹിച്ച മക്കൾക്കൊരു കുട്ടിയെ ഞാൻ കൊടുക്കും. എന്തിനാണ്? കുഞ്ഞനെയും അവന് ഞാൻ നൽകുന്നതാണ്. അവൻ എപ്പോഴും ഗുണം ചെയ്യുവാൻ. വെറുപ്പിച്ചവർക്കിത് നല്ലവും അക്സാണ്. ഉപ്പമാരെ വെറുപ്പിച്ചവർക്ക് ഇതിന്റെ മാറ്റമാണ്. വയസ്സും ചുരുങ്ങും മക്കളും എതിരാണ്. മക്കളെ ഒന്ന് ഉമ്മമാരെ നമ്മളെ നേരെ മക്കളൊന്ന് ശകാരിക്കുമ്പോ, മക്കളൊന്ന് ചീത്ത പറയുമ്പോ ഉടനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കുക, എന്റെ അമ്മായിമ്മയോട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ ടൈൽസ് ഇട്ടതാണ്, ആ ടൈൽസിലേക്ക് ഉമ്മ കട്ടിലിൽ നിന്ന് തുപ്പിക്കളയുന്നു. അപ്പോൾ മരുമകൾക്ക് വല്ലാത്ത വേദനയാണ്. ടൈൽസ് ഇട്ട വീട്ടിൽ ഉമ്മ തുപ്പുകയോ? എന്ത് ടൈൽസാണ്? ഏത് ടൈൽസ്? ആ ഉമ്മയുടെ തുപ്പലം ഒന്ന് അവിടുന്ന് തുടച്ചെടുക്ക് പെണ്ണേ. ഉമ്മയെ വേദനിപ്പിക്കല്ല.
വെറ്റിലടക്ക തിന്നുന്ന ഉമ്മ അങ്ങ് തുപ്പിക്കളയുന്നു. നിന്റെ വീടിന്റെ വൃത്തി പോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അല്ലാഹു അതിന്റെ പുറമെ പറയുന്നു, അവരോട് നല്ല വാക്ക് പറയണം മാത്രമല്ല, വഖുർ റബ്ബിർഹംഹുമാ കമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ. എന്തൊരു പ്രയോഗമാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. അതാ വഖ്ഫിദ് ലഹുമാ, ആ ഉമ്മക്കും ഉപ്പക്കും നീ വിരിച്ചു കൊടുക്കണം, താഴ്ത്തി കൊടുക്കണം. ജനാഹദ്ദുല്ലി, അതാ താഴ്ചയുടെ ചിറകിനെ നമുക്ക് ചിറകുണ്ടോ? അല്ലാഹ് പറയുന്നു, നിന്റെ ചിറക് ആ ഉപ്പക്കും ഉമ്മക്കും നീ താഴ്ത്തി കൊടുക്കണം, നമുക്ക് ചിറകുണ്ടോ? മനുഷ്യന് ചിറകുണ്ടോ? അല്ലാഹ് പറയുന്നു, നിന്റെ ചിറകിനെ താഴ്ത്തി കൊടുക്കണം. പല രൂപത്തിലും വ്യാഖ്യാനിക്കപ്പെട്ട വാക്കാണിത്. നീ വലിയ പവറുള്ളവനാണ്, നീ വലിയ പൈസക്കാരനാണ്, നീ പാറുകയാണ്, നിനക്ക് ഉമ്മയുടെ അരികിലൊന്ന് വരാനൊഴിവില്ല, ഉമ്മന്റെ ഖബറിന്റെ അരികിലൊന്ന് വരാനൊഴിയില്ല. ആ ചിറകൊന്ന് താഴ്ത്തൂ, പാറലൊന്ന് നിർത്തൂ, ഉമ്മന്റെ അരികിൽ അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യൂ. താഴ്മയുടെ ചിറക് ഉമ്മക്ക് നീ വിരിച്ചു കൊടുക്കുക. ഒരു പക്ഷി, ഒരു കോഴി, അതാ അതിന്റെ ചെറിയ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണോ ചെയ്യുന്നത്, അതുപോലെ ആ പക്ഷി അതാ അപ്പുറത്തിലൂടെ പരുന്ത് വരുമ്പോൾ, പരുന്തിന്റെ ചൂള കേൾക്കുമ്പോൾ, എറളാടിയുടെ ചൂള കേൾക്കുമ്പോൾ, ആ പക്ഷിയുടെ ചിറകിന്റെ ഉള്ളിലതാ ആ കുഞ്ഞുങ്ങളെ മുഴുവനും നിർത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അതാ കാവല് നൽകുന്നു. ആ പക്ഷി അതാ തണുപ്പുള്ള കുഞ്ഞുങ്ങൾക്ക് ആ ചിറകിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചൂട് കൊടുക്കുന്നു. എന്ന പോലെ തണുത്തുമ്മയുടെ ശരീരത്തിൽ, ആ ഉമ്മയുടെ മനപ്രയാസത്തിൽ, ആ ഉമ്മയുടെ വിഷമങ്ങളിൽ നീ അതാ ഒരു പക്ഷി ചിറക് താഴ്ത്തി കൊടുക്കുന്ന പോലെ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ, കാരുണ്യത്താലുള്ള താഴ്മയുടെ ചിറകുകൾ മനുഷ്യ നിന്റെ ഉപ്പക്ക് നീ വിരിച്ചു കൊടുക്കണേ. മാത്രമല്ല തീർന്നോ? അല്ലാഹ് പറയുന്നു, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വഖുൽ, നീ അല്ലാഹു ആകുന്ന എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ കുട്ടിക്കാലത്തെന്നെ പോറ്റിയ പോലെ, എന്നോട് കാരുണ്യം കാണിച്ച പോലെ, അവരിന്ന് ഖബറിലാണ്, അവരിന്ന് ബെഡിലാണ്, അവർക്കിന്ന് ആരോഗ്യമില്ല. അല്ല, അവർക്കിനി ആരോഗ്യമുണ്ടായിരുന്നാലും അവരോട് നീ കരുണ കാണിക്കണമെന്ന് എന്നോട് നീ ചോദിക്കണമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അയിമ്മത്ത് പറയുന്നു, ദാരിദ്ര്യം വിട്ടുമാറാത്ത പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അൽ ഹിക്കം എന്ന ഗ്രന്ഥത്തിൽ അല്ലാമ സലാഹുദ്ദീൻ അൽ ഖാഹിരി തങ്ങൾ പറയുന്നു, തന്റെ അൽ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, മക്കളെ, ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കൾക്ക് ദുആ ഒഴിവാക്കുക എന്നത്. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാതെ ആരും മുന്നോട്ട് പോകുന്നുണ്ടോ, അവന്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവില്ല, അവന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവില്ല. മക്കളെ, ഉപ്പമ്മമാരുടെ പേര് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുആ എടുത്തിട്ട് ഒരു 100 പ്രാവശ്യം ഒന്ന് ചൊല്ലി നോക്കി ദിവസം, അതേ അങ്ങ് നീളുമ്പോൾ നിന്റെ കാര്യത്തിലും കച്ചവടത്തിലും ബർക്കത്തുണ്ടാകുന്നതാണ്. ഉമ്മമാരെ മറക്കല്ലേ, ഉപ്പമാരെ മറക്കല്ലേ. അതോടുകൂടെ മക്കളോട് ഉമ്മമാർക്കും ഉപ്പമാർക്കും വലിയ കടമകളുണ്ട്. മക്കള് പറഞ്ഞാല് നമ്മൾ പഠിച്ചതല്ല, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞില്ല, അല്ലാഹ് പഠിച്ചതാ. നമുക്ക് കുറെ ഉത്തരവാദിത്വമുണ്ട്. നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ, അതുപോലെ ഭാര്യ മക്കളെയും കാക്കണേ. മക്കളോട് ഉപദേശം നടത്തേണ്ട കാര്യമാണിത്. നരകത്തിൽ കിടക്കുന്ന പണി ചെയ്യരുത് മോനെ, മോളെ. അതിന് പറ്റിയ ഡ്രസ്സ് അവർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കരുത്, വാങ്ങിയാൽ അത് ഇടാൻ സമ്മതിക്കരുത്. ഏത് മക്കളും മക്കൾ എന്താ ചോദിക്കുന്നത് അതങ്ങ് വാങ്ങിക്കൊടുക്കും. മദ്രസക്ക് വരുമ്പോ വല്ല ബീത്താത്തായിട്ട് ഇങ്ങനെ വരും, സ്കൂൾക്ക് പോകുമ്പോ പാന്റും അതും ഇതും കോട്ട് വിട്ടിട്ടാണ്. നിർത്തണം ഈ കോലം. അങ്ങനത്തെ വല്ല ഡ്രസ്സും വീടിന്റെ അകത്ത് കേറ്റന്നെ ചെയ്തുണ്ടെങ്കിൽ കരിച്ചു കളയണം. അത് അള്ളാഹുവിന്റെ ദീനിന്റെ എതിരുള്ള വസ്ത്രങ്ങൾ മക്കൾ ധരിക്കുകയും സമ്മതിക്കരുത്. ഉമ്മമാരെ, ഒരു ദിനം നിന്റെ മയ്യത്തിന്റെ അരികില മയ്യത്ത് കൊണ്ടുപോകുന്ന ദിവസമുണ്ട്. ഈ മക്കളാണ് നിന്റെ ആഖിറത്തിനുള്ളത്. അവർ ഭൗതികമായി പഠിക്കുന്നുണ്ടോ? ഞാനതിനെ കടക്കുന്നില്ല. ഭൗതികം ആകെ തലയിൽ കയറിയ കാലാണ്, ഞാൻ പറഞ്ഞിട്ടേ കാര്യമില്ല. എന്നാലും ഒരു മതചിട്ട മക്കൾക്ക് വേണ്ട ഈ പാന്റ് ഇട്ടുകൊണ്ട് നിന്റെ പെൺകുട്ടികളെ നടത്തുകയും അല്ലാഹുവിന്റെ റസൂല് വലിയൊരു ഭീഷണി ഉമ്മമാരെ പറഞ്ഞിട്ടുണ്ട്. എന്തേ പറഞ്ഞത്? ലഅനല്ലാഹുൽ മുശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ.
മുതശബ്ബിഹ. ലഅനല്ലാഹു അല്ലാഹു തആല ലഅനത്ത് ചെയ്തിരിക്കുന്നു. എന്താ ലഅനത്ത് എന്ന് പറഞ്ഞാൽ? അൽ ഇബ്ആദു അനിർ റഹ്മാൻ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും കാരുണ്യം തരില്ല എന്ന് ശടിച്ചു പറഞ്ഞിരിക്കുന്നു. ആർക്ക്? അൽ മുതശബ്ബിഹാത്ത്, കോലം ചമയുന്ന സ്ത്രീകൾ, മിനൻ നിസായ്, സ്ത്രീകളിൽ നിന്ന് കോലം ചമയുന്നവർക്ക്, ബിർരിജാൽ, പുരുഷന്മാരുടെ പാന്റ് പുരുഷന്മാരുടേതാണ്. ഒരിക്കലും നമ്മുടെ പെൺകുട്ടികൾ അത് വാങ്ങിക്കൊടുക്കരുത്. കുട്ടികൾ തലമറക്കാത്ത നിങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികൾ തലമറക്കണം, കുട്ടികൾ കഴുത്ത് മറക്കണം. ഇന്ന് സുന്നികൾ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടല്ലോ, സ്ഥാപനങ്ങൾ. അങ്ങോട്ട് പറഞ്ഞൂടെ ഈ മക്കളെ? ഞാൻ ഒരു സ്ഥാപനത്തിനും എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നത് എന്നാലും കുരുത്തക്കെട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു മട്ടത്തിൽ ചെയ്യാം. അവിടെ ഒന്നും പോയാൽ പറ്റില്ല. എനിക്കറിയാം, താനാണുമില്ല സ്ഥാപനത്തിൽ സുന്നികൾ നടത്തുന്ന സ്കൂളിൽ. അതിൽ നിന്ന് പല പെൺകുട്ടികളെയും വെട്ടി ദേവദാറിൽ ചേർത്തു. വിവരം എന്റെ അടുത്ത് എത്തിയപ്പോ എങ്ങനെ ഞാൻ കാര്യം ചോദിച്ചപ്പോ എന്താ പറയുന്നറിയോ? പഠനത്തിന്റെ പ്രശ്നമൊന്നുമല്ല, മറിച്ച് ഇവിടെ എല്ലാ ഡ്രസ്സും ഇടാൻ പറ്റില്ല, അതുകൊണ്ട് കുട്ടിക്ക് സ്വസ്ഥമായ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കാനാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, എവിടക്കാങ്ങൾ ഈ മക്കളെ കൊണ്ടുപോകുന്നത്? ഈ മക്കൾ നിങ്ങളെ തലയിലടിയും. നിങ്ങൾക്ക് ദുആ ചെയ്യില്ല, ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂല. ആ രൂപത്തിൽ വൃത്തികേടുകളിലേക്ക് ആ മക്കളെത്തും. അവർ ഭർത്താക്കന്മാരുമായി നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഇനി നിങ്ങൾ ഒരാൾക്ക് കല്യാണം ചെയ്തു കൊടുത്താൽ തന്നെ ആ കുട്ടിക്ക് അങ്ങനെ മാനസികമാവും ചെയ്യും. ഇന്നിപ്പോ കല്യാണം ചെയ്ത അണ്ണനെ പെൺകുട്ടിക്ക് മാനസികം. എത്ര കേസാണ്! നമുക്കറിയാം ആ രോഗം എവിടെ നിന്ന് വന്നു എന്നുള്ളത്. എന്ത് പറയാനാ ഉപ്പമാരോട്? പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ മാനസിക രോഗം വരുന്നു? മാനസിക രോഗിയായി എന്നോ തീർന്നിരിക്കുന്നു. ഒരാളെയും കാത്തിരിക്കുകയാണ്. എന്താ അതിങ്ങനെ? ഉറക്കം വരുന്നില്ല നിന്നെ ഓർത്ത്, ഉറങ്ങാൻ കിടന്നാൽ നീ എന്റെ അടുത്ത്. എന്താ? സുബ്ഹാനല്ലാഹ്. ഈ ചിന്തയാണ്. പൊന്നാരെ പൊന്നെ നാം തമ്മിലുള്ള മംഗളം എന്ന് നടക്കും മുത്തേ. എന്താ ഈ മുത്ത്? സുബ്ഹാനല്ലാഹ്. ഇത് ചിന്തിച്ച് നടക്കല്ലേ? ഒരാളിനോട്, ചെറുപ്പക്കാരനോട് പറയാം, ഉസ്താദെ ഞാൻ ഒരു ഖബർസ്ഥാനിന് പേടിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേലും ഖബർസ്ഥാനിൽ ചിന്തിന് ഖബർസ്ഥാനിൽ പോയില്ല? രാത്രി ഒരു മണിയൊക്കെ, 1 മണിക്കാരൻ ഖബർസ്ഥാനിൽ പോകും. ഒറ്റക്ക് തന്നാൽ അത് ഞാൻ ഒറ്റക്കല്ല, പറ്റില്ല. എന്ത് അങ്ങനെ? ഞാൻ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു കോള് വന്നു. ആ കോള് എന്തൊക്കെ കോള്? അല്ല, കോള് വന്നപ്പോ അത് പരസ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കോളായിരുന്നു. വയസ്സായ ആൾക്കാർ ഇപ്പത്തെ ഈ കോള് എന്നറിയാം. അലവി മന്ദിരി ഒന്നല്ലത്. അത് പിന്നെ പറഞ്ഞുണ്ട്. അങ്ങനെ കോള് കാരണം അവരൊക്കെ മനസ്സിലാക്കും. അപ്പൊ ഞാൻ ആ പള്ളിപ്പറമ്പുണ്ട് തൊട്ടടുത്ത്, അയക്കാണ്ട് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇതിനാണ്ട് പോയത് ആർക്കും കേൾക്കാൻ പറ്റാത്തൊരു കോള്, ഇങ്ങനത്തെ ഒരു കോള്. അതിപ്പോ ഞാൻ മറച്ചു വെക്കണില്ല ഉസ്താദെ, ഒരു ഗേൾ ഫ്രണ്ട് വിളിച്ചത്. ഒരു ഗേൾ ഫ്രണ്ട്. അപ്പൊ മോനക്ക് എന്നോട് തുറന്ന് പറയാൻ മാത്രം, എനിക്കൊന്നൊക്കെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഒരു സർവ്വസാധാരണയാണ് ഇതൊക്കെ എന്നുള്ള, അതിനൊരു പ്രോബ്ലം അല്ല, അതൊരു വിഷയമല്ല ഉസ്താദെ, അങ്ങനെ ഒരു വിഷയമല്ല. ഇപ്പത്തപ്പോയ ഈ വർഷം നമ്മൾ വൃത്തികേടൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? ഗേൾ ഫ്രണ്ട്, ഒരു അന്യ പെൺകുട്ടിയുമായി സംസാരിക്കല് തന്നെ ഇസ്ലാമിൽ ഹറാമാണ്. അറിയങ്ങള് പ്രശ്നമൊന്നുമില്ലല്ലേ? ക്ലാസ്മേറ്റാ, ഗേൾ ഫ്രണ്ട് എത്രേ? ഞാൻ പറഞ്ഞു, ഈ ചെയ്താനായിട്ട് സംസാരിച്ചു കൊടുക്കുമ്പോ ഖബറിലുള്ള മനുഷ്യൻ മുസ്ലിമാണേക്കാരോ, അയാൾ എനിക്ക് പൊന്തിയിട്ടുണ്ടാവും, എന്നെ തള്ളിടണ്ടീന് അവിടെ. അപ്പൊ ഇതിനോ പേടിച്ച് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവനക്ക് എന്ത് ചെയ്തിക്കണ്? ആകെ ബേജാറായിക്കണ്. ഇപ്പൊ ഉറങ്ങാൻ കിടന്നാലും ഉണന്ന് ഇരുന്നാലൊക്കെ ഈ ചിത്രം മുഖത്ത് കാണുക. ഞാൻ പറഞ്ഞു, അവിടെ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ ആണേക്കാരാ ഖബർ കിടക്കണം. എന്നെ പോലത്തെ ചെയ്താൻ അവിടെ ചെന്നപ്പോ മൂപ്പര് ഇങ്ങോട്ട് പൊന്തിയിട്ടുണ്ടാവും. എന്തോ ആവട്ടെ, ഇതാണ് ഞാൻ എത്ര സംഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ, നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങൾ എത്ര ഈ കുട്ടികൾ വഞ്ചിക്കണത്? കമ്പ്യൂട്ടറിൽ പഠിക്കാണ്. സുബൈ മുതൽ വൈകുന്നേരം ഒരു മഗ്രിബ് മുതൽ ഒരു 10 മണി വരെ കമ്പ്യൂട്ടർ പഠിക്കലാ പണി. എന്നിട്ടോ പരീക്ഷയിൽ പറ്റ തോൽവിയോ, ഭയങ്കര പഠനം. പരീക്ഷയിൽ ഒരു മാർക്കില്ല. ഇത്ര പഠിച്ച കുട്ടി എന്തുകൊണ്ട് തോറ്റുപോയി? പഠിക്കണത് പോലും ഇതല്ല. ഇവള് ചെല്ലുമ്പോ അതോ വല്ലാത്ത പഠനം തന്നെ. ഒരു പെണ്ണ് പറയാം, ഞാനാണ്ട് വാതിൽ തുറന്നു നോക്കുമ്പോ എന്റെ കുട്ടി മോശമൊന്നുമല്ല. ഞാൻ പേരോട് സ്ഥാന്റെ വയലാണോ കേൾക്കണത്? എപ്പോഴും പേരോട് സ്ഥാന്റെ വയലാണ്. നല്ല പേരോട് സ്ഥാ. പെണ്ണെ, എനക്കറിയാം ആ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇനിയാണ്ട് ചെല്ലുമ്പോ ബട്ടനാണ് മാറും. അപ്പൊ പേരോട് പ്രത്യക്ഷപ്പെടും. അതിന് മുമ്പ് കണ്ടിരുന്നത് പേരോടൊന്നും അല്ല. അതൊക്കെ മനസ്സിലാക്കിക്കണം. എടുത്ത് വലിച്ചെറിയ ആ പിശാചിനെ വീട്ടിൽ നിന്ന്. എന്ത് കമ്പ്യൂട്ടർ? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. ഉത്തരവാദിത്ത നിർവഹണം മാത്രമാണ്. റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ട വിവരങ്ങളോട് റബ്ബ് ചോദിക്കും. വല്ലാഹി, ഇതെനിക്ക് പറയാനുള്ളൂ. ആരും എടുക്കണ്ട. കുട്ടികൾക്ക് ഓരോരുത്തർക്കും കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്താൽ, മൊബൈലൊക്കെ ഇഷ്ടം പോലെ നെറ്റ് നേരെ. നമ്മുടെ ഒരു പ്രവർത്തകൻ പറയുന്നു,
താനാളൂരിലെ 13 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ മൊബൈലിൽ നിന്ന് 40 ചില്ലാനം ബ്ലൂ ഫിലിമുകൾ പിടിച്ചു എന്ന്. അല്ലാഹു തആല ഈ കാര്യം ഈ മനുഷ്യനെ പടച്ച റബ്ബിനറിയാം. ഇത് മേഡൻ അല്ലാഹുവാണ് മനുഷ്യ ശരീരം. ആ കമ്പനിക്കറിയാം ഇത് എന്തൊക്കെ ചെയ്യുന്നു. ആ റബ്ബിന്റെ നിയമങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ആളെ പേരാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് പറയേണ്ടത് ഇത് തന്നെയാണ്. എന്തേ മുത്തുനബി പറഞ്ഞു, നിങ്ങൾ മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഅ സബഅ സിനീൻ വഇദാ ബലഅ 10 സിനീന ഫദ്രിബു അലൈഹാ ഖാല റസൂലുള്ളാഹി. കേസറ്റ് കാണുന്നതിന് പട്ടം പറയല്ല, നല്ല സിഡികൾ കാണുന്നതിന് ഞാൻ മോശം പറയുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ എന്തൊക്കെയാണ് വീട്ടകത്ത് അരങ്ങേറുന്നത്, ഭാര്യമാരെന്തൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത്. പടച്ച തമ്പുരാൻ ഈ നൃത്തം നിന്നിട്ട് കുരുത്തം കെട്ട പണികൾ ഭാര്യമാര് ചെയ്തത് എന്റെ അറിവിലുള്ള എത്രയോ സഹോദരന്മാരുടെ ഭാര്യമാര് ചെയ്ത വിവരങ്ങൾ സങ്കടത്തോടെ വന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ സംഭവങ്ങൾ എനിക്കിവിടെ പറയാൻ കിട്ടും. പക്ഷേ CD ആകുന്ന പേടിയുമുണ്ട്, ടൈം പോകുന്ന പേടി അപ്പുറമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തിനു ഈ പെണ്ണുങ്ങളെ കോലം? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ പെണ്ണുങ്ങളെ, നിങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾ അതിന്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തിനാ ബേജാറാണ്? ഞാൻ അങ്ങനെയല്ല, എന്നെ പറ്റി പറഞ്ഞിട്ടില്ല. എന്റെ അപ്പുറത്തുള്ള പെണ്ണോട് ചോദിച്ചാൽ അങ്ങനെയാണോ എന്ന്. ഓൾ അങ്ങനെയല്ല, എന്നെ പറ്റി പറഞ്ഞിട്ടില്ല. രണ്ടാളും പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല എന്ന്. എന്നെ പഠിച്ചോ പറയുമ്പോൾ രണ്ടാളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ അങ്ങനെ പറഞ്ഞു നടന്നോട് കാര്യമില്ല. അധിക സ്ത്രീകളും ഇങ്ങനെയാണ്. ഈ ഭൗതികം ബ്രഹ്മ തലയിൽ കയറിയ മക്കളാണ് നിങ്ങൾ. ലോകത്തിന്റെ ആഖിറത്തിന് എന്ന് പറയുന്ന ലോകമില്ല, ആഖിറത്തെ പറ്റി ചിന്തയില്ല. ചിത്രങ്ങൾ കണ്ടിരുന്ന് ആ ചിത്രങ്ങളുടെ അടിമപ്പെട്ട് അവര് കണ്ടത് മുഴുവനും എഴുതിയും വായിച്ചു അത് ജീവിതം മുഴുവനും അതിലായി തീർന്നു. ഇപ്പോഴുള്ള പെണ്ണുങ്ങൾ ഒരു ഖുർആൻ തൊട്ടു നോക്കാൻ അവർക്ക് ഒഴിവില്ല, ഒരു നഫീസത്ത് മാലിയും മമ്പുറമാലിയും തൊട്ടു നോക്കാൻ ഒഴിവില്ല. ഇന്നതാ പിന്നെ ഇവിടെ പള്ളിപ്പടിയിൽ പെണ്ണുങ്ങൾ പ്രസംഗിക്കും. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു കാര്യം. പെണ്ണുങ്ങൾ പ്രസംഗിക്കാം, പരസ്യമായി സ്റ്റേജിൽ പെണ്ണ് കയറിയിട്ട് പ്രസംഗിക്കും. വല്ലാത്തൊരു ദുഃഖം. സുന്നികളിലുണ്ടത്. തങ്ങന്മാരൊക്കെ എത്രയാ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? തങ്ങളൊന്നും എന്റെ കൂടെ ഉണ്ടാവില്ല ആഖിറത്തിൽ. അല്ലാഹുവിന്റെ ദീനിന്റെ ഇതിൽ പരസ്യമായി ദീനിനെ പിച്ചു ചീന്തിയ തങ്ങന്മാരായിരുന്നാലും മൗലമാരായിരുന്നാലും ആഖിറത്തിൽ അവരൊന്നും ഉണ്ടാവില്ല. ഓർത്തോ, ദീൻ എന്താണെന്ന് മനസ്സിലാക്കണം. തങ്ങൾ കൂട്ടുന്നതുകൊണ്ട് വിഷയം ഹലാലാവൂല. പരസ്യമായി സ്റ്റേജ് കെട്ടിയിട്ട് വനിതകളെ കയറ്റിയിട്ട് ഇത്തരം പ്രസംഗങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കുന്നവർ ഏത് കൊമ്പനായിരുന്നാലും, AP സുന്നിയായിരുന്നാലും ഇക്ക സുന്നിയായിരുന്നാലും ഏത് സുന്നിയായിരുന്നാലും ഇതിനു വേണ്ടി ഒരുമ്പെടുത്തുന്ന പെണ്ണുങ്ങളെ ഒരുമ്പെടുത്തുന്നവർ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. പഞ്ചായത്ത് മെമ്പർ ആക്കുക എന്റെ ഭാര്യനെ, എന്റെ പെങ്ങളെ പഞ്ചായത്ത് മെമ്പറോ? എന്ത് പഞ്ചായത്ത് മെമ്പർ? അത് സ്ത്രീകളെ വാർഡാണ്. ആരെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ആഖിറം നഷ്ടപ്പെടുത്തിയിട്ട് അവനാന്റെ ഭാര്യമാരെ ആക്കല് പാടില്ല. അത് ആരുണ്ടെങ്കിലും ആര് ചെയ്താലും തെറ്റാണ്. ആര് ചെയ്താലും ന്യായീകരിക്കാനൊന്നും എന്നെ പോലുള്ളവർ കിട്ടൂല. രേഖയില്ല, രേഖയില്ല. ഒരു ബോധവുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ മക്കളുടെ അവസ്ഥ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം ഉമ്മമാരെ, റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നിങ്ങളെ മക്കളെ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരും. അവർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് നിങ്ങളൊരു പരിധി വരെ നിങ്ങൾ കാരണക്കാരാണ്. പടുത്തു സ്കൂളിൽ എന്റെ അടുത്ത് പഠിച്ചൊരു സഖാഫി, അദ്ദേഹത്തിന്റെ മദ്രസയിലുണ്ടായ സങ്കടം എന്ന് പറഞ്ഞു. എന്താ ഉസ്താദേ, കുട്ടികൾക്ക് ഇപ്പൊ ടൂറുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ ഉമ്മമാരെ ശ്രദ്ധിക്കണം. സ്കൂളില് ടൂർ നടത്തുന്നുണ്ടാവും. അത് സുന്നികൾ നടത്തുന്ന സ്കൂളായാലും വേണ്ടില്ല, ഏത് കൊമ്പനോ നടത്തുന്നുണ്ട്. നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളെ പെൺകുട്ടികളെ, നിങ്ങൾ ആൺകുട്ടികളെ നിങ്ങൾ ആ ടൂറിന് പറഞ്ഞയക്കരുത്. നിങ്ങൾ ഈ ഓരോ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് തകർന്ന് വീണ് മരിച്ച എത്ര മയ്യത്തുകള്. എനിക്കതിലൊരു വിലാപം തന്നെ വരാറില്ല. എന്റെ മനസ്സിലൊരു സങ്കടം തന്നെ വന്നിട്ടില്ല. അത്രയും പേര് വന്നിട്ട് എന്റെ പ്രകൃതി ഞാൻ പറയാം. എന്തിന് പോയി? അതിന് എന്തിന് പറഞ്ഞയച്ചു? എന്തിന് പോയി? കാണേണ്ട ഒരു സിയാറത്തിന് പോകുമ്പോൾ അല്ലാഹ് കാക്കട്ടെ അപകടം പറ്റി നല്ലൊരു വിഷയത്തിന് പോകുമ്പോഴാണ്. ഇത് എവിടക്കോ ചെറുപ്പക്കാര് വണ്ടി വിളിച്ച് കാറും വിളിച്ച് പോകുക, എന്നിട്ട് അവിടെ ഇവിടൊക്കെ കണ്ട് അങ്ങനെ അതിനുള്ളിൽപ്പെട്ട് മരിച്ചു. ദുഃഖമല്ലേ? ഒരു വേണ്ടാത്തതിന് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിന് യാത്ര ചെയ്തപ്പോൾ അപകടം പറ്റിയാൽ ദുഃഖമല്ലേ അത്? എന്നാൽ നല്ലൊരു വിഷയത്തിന് പോയപ്പോ മരിച്ചു, നമുക്ക് സന്തോഷമുണ്ട്. മരിച്ചതിലല്ല, നല്ലതിന് പോകുമ്പോഴാണല്ലോ. നല്ലൊരു നിയ്യത്തിന്റെ കൽബാണല്ലോ. രണ്ടിനും അപകടം വരാറുണ്ട്. ഏർവാടിക്ക് പോകുമ്പോൾ അപകടം പറ്റിയവരുണ്ട്, നമുക്ക് ദുഃഖമില്ല. ഔലിയാക്കളെ തേടി പോകുന്ന ടൈമിൽ വഴിയിൽ വെച്ച് മരിച്ചു. അവരുടെ മദതും സഹായവും ആഖിറത്തിലും ഖബറിലും ഉണ്ടായിരിക്കും, നമുക്ക് ഉറപ്പാക്കാം. കാരണം നിയ്യത്ത് അങ്ങനെയാണ്.
നിയ്യത്ത് അങ്ങനെയാണ്. തൗബ തേടി പോകുന്ന ഒരു സഹോദരൻ സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ നാടിലെത്തുന്ന മുമ്പ് അസ്രായിൽ വന്ന് റൂഹ് പിടിച്ചു. റഹ്മത്തിന്റെ മലക്കുകളും നിഖ്മത്തിന്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കുകളും കാരുണ്യത്തിന്റെ മലക്കുകളും തർക്കം കൂടി. ഇയാള് ആരെ എവിടേക്ക് കൊണ്ടുപോകണം? മുത്തുനബിയുടെ നാവ് കൊണ്ട് പറയുന്നു, അള്ളാഹു ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ അവിടെ കൊണ്ടുവന്നു. ആ മലക്ക് അഭിപ്രായം പറഞ്ഞു, ഇദ്ദേഹം മോശപ്പെട്ട വ്യക്തിയാണ്, നന്മ ചെയ്യാത്ത വ്യക്തിയാണ്, ഞങ്ങൾ കൊണ്ടുപോകുമെന്നാണ് ഒരു കൂട്ടം മലക്കുകൾ പറയുന്നത്. റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നത് ഇദ്ദേഹം തൗബക്ക് വേണ്ടി പുറപ്പെട്ട മനുഷ്യനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഈ തർക്കത്തിൽ അതാ അല്ലാഹു തആല ഈ മലക്കിനോട് പറയുന്നു, മലക്കിനെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഈ രണ്ട് നാടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം അളക്കുക. അങ്ങനെ മലക്കുകളല്ലേ സെക്കൻഡ് കൊണ്ട് അളക്കാൻ കഴിയും. അളവ് കഴിയുമ്പോൾ, അളവെത്തുമ്പോൾ, അളവിന്റെ ലാസ്റ്റ് എത്തുമ്പോൾ ഈ മനുഷ്യൻ തെറ്റ് ചെയ്ത നാടിലേക്കാണ് കൂടുതൽ നിൽക്കുന്നത്. തൗബക്ക് പോകുന്ന നാടിലേക്ക് അടുത്താലേ അയാൾ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകും. അള്ളാഹു ഈ ജഡത്തെ പെട്ടെന്നും എന്ന് വലിക്കുകയുണ്ടായി. എന്തേ? നല്ലത് ലക്ഷ്യം വെച്ച് പോവുക. വഴിയിൽ വെച്ച് മരിച്ചാലും നല്ല ലക്ഷ്യത്തിന് പോവുക, ഹജ്ജിന് പോവുക. വഴിയിൽ മരിച്ചു, അല്ലെങ്കിൽ വരുമ്പോ മരിച്ചു. നമ്മളെവിടുന്ന് മരിച്ചു? മേമാക്കെ ഹജ്ജിന്ന് മരിച്ചു സംസാജി. ഞാൻ പോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സംസാരിക്കാൻ എന്റെ ബന്ധുവും കൂടെയാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. ഹജ്ജിന് പോയി മരിച്ച എത്രയോ ആളുകൾ താനാളിലും പകരയിലും ഉണ്ട്. ചില്ലറ മരണമല്ല, ഷഹീദിന്റെ കൂലിയാണ്, വലിയ ദറജയാണ്. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അത് വലിയ വിഷയമാണ്. നല്ലതിന് പോയോടത്തുനിന്ന് മരിക്കുക, നല്ലതിലേക്ക് പോകുമ്പോൾ മരിക്കുക, നല്ലത് കഴിഞ്ഞു വരുമ്പോൾ മരിക്കുക. പക്ഷേ വേണ്ടാത്തതിന് പോയി വഴിയിൽ മരിച്ചാൽ വിലാപം എന്റെ മനസ്സിലില്ല. ആര് കൊമ്പനായാലും മടിയില്ല, എന്റെ മനസ്സിലില്ല. നിങ്ങൾ കരഞ്ഞോളിയും ദ്വാരന്തോളിയും മയ്യത്ത് കേരിച്ചോളി. ഞാൻ 3 ചെയ്തിട്ട് അങ്ങനത്തെ കമ്പനിക്ക് ഇതുവരെ എന്തിനു വേണ്ടി ചെയ്യണം? കുരുത്തം കെട്ട സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് ഞാൻ ഇവിടെ എന്നോട് ഈ സഖാഫി പറയാണ്, ഇതിന് ഈ ടൂർ കൊണ്ടുപോകാം. ഉമ്മമാരെ, നിങ്ങളത് ചെയ്യരുത്. ഏത് സ്കൂളിനാലും സമ്മതിക്കരുത്. ഏത് മൊയിലേര് ഫത്ത് വന്നാലും വിഷയം ശരിയല്ല. ഇപ്പൊ കുറെ ഇഷ്ടാനുസരണം ഫത്ത് കൊടുക്കുന്ന തലയെക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട്, തൊപ്പി ഇറങ്ങിയിട്ടുണ്ട്. അവർക്കൊത്തതൊക്കെ അവർ അനുവദിക്കുക. ഓർക്ക് പഠിപ്പിക്കേണ്ട ശൈലിയൊക്കെ പഠിപ്പിക്കും. പാടില്ലാതെ സ്ത്രീകളോട് കൂടെ ഇരുന്ന് ക്ലാസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അതാ മുസ്ലിംമാർക്കും സഖാഫിമാർക്കും ഹസനിമാർക്കും ഫൈസിമാർക്കും ദാരിമിമാർക്കും അവകാശമുണ്ടോ? ഒരു സ്കൂളിൽ സ്റ്റാഫ് യോഗത്തിൽ സ്ത്രീകളും പുരുഷന്മാരോട് ഇരുന്നിട്ട് സ്റ്റാഫ് യോഗം ചേരാം. ഇത് ഏത് സുന്നിയും ഇത് ചെയ്യാൻ പാടില്ല. ഇത് തെറ്റല്ലേ? വിദ്യാഭ്യാസ പേരും പറഞ്ഞിട്ട് വിദ്യാർത്ഥികാരെക്കാൾ മോശപ്പെടുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സുന്നി സമൂഹം എത്തുകയോ? ഇത് ഏത് സുന്നിയും ചെയ്യാൻ പാടില്ല. എവിടെ നടക്കുന്നുണ്ടെങ്കിലും അത് ഇസ്ലാമിന്റെ പുറത്താണ് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ടി പൈസ പിരിച്ചത് പാവങ്ങളുടെ പൈസയാണ്. സുന്നിയുടെ പേര് പറഞ്ഞിട്ട് പാവങ്ങൾ ആഖിറത്തിന് വേണ്ടി തന്ന കാശ് കൊണ്ടാണ് ആ കെട്ടിടമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. റബ്ബിന്റെ മുമ്പിൽ ഇവര് മുഴുവനും കൈകെട്ടി മറുപടി പറയേണ്ടവർ. കള്ളുകുടിയന്മാര് സ്വർഗത്തിൽ കടന്ന ശേഷമേ ഇവരൊക്കെ സ്വർഗത്തിൽ കടക്കുള്ളൂ. എന്താണ് ദീന് കൊണ്ട് കോൽക്കളി കളിക്കുക? ദീന് കൊണ്ട് കോൽക്കളി കളിക്കുക. തലയെ കെട്ടി തൊപ്പിയും വെച്ചിട്ട് സ്ത്രീകളെ വെച്ചിട്ട് എന്തൊക്കെ നടക്കുന്നത്? സ്ത്രീകളെ കൊണ്ട് ക്ലാസ് എടുത്തുകൊള്ളട്ടെ, അതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. സ്റ്റാഫ് യോഗത്തിൽ സ്ത്രീകളോട് ഓപ്പണായി സംസാരിക്കുകയോ? എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഇത് പറയാൻ ഒരാളില്ലാതെ ആയി പോയല്ലോ റബ്ബേ. ഇക്കാലത്ത് പറയാനൊരു മനുഷ്യല്ല. ആ രൂപത്തിലെത്തി. ഇത് പറയുന്നവൻ ഇതിന്റെ ആളാ. അവനെങ്ങനെ പറയാം? ഇസ്ലാമിന്റെ കാര്യം കാറ്റത്തിട്ട് പോയി. ഞാൻ ഈ പറയുന്നത് സുന്നികളെ പറ്റി മാത്രമാണ്. വഹാബികൾക്ക് ആദ്യ ബോധമില്ലല്ലോ. എന്നിട്ട് ടൂർ നടത്തുക. എന്താ ഇപ്പോ കുറെ പ്രകൃതിയിൽ നിന്ന് അത്ര ഇൽമ പഠിക്കുന്നു, ചെയ്ത് പഠിക്കുക. അങ്ങനെ മന അടിച്ചു പഠിക്കുക. അടിക്കാൻ പാടില്ല. എങ്ങനെയാണ് അടിക്കല്? അത് വേണ്ട. അപ്പൊ 2 അടി ആദ്യം അടിക്കാൻ. ഞാൻ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് പഠിക്കല. പെണ്ണുങ്ങളൊക്കെ ആദ്യം നോക്കുക. അങ്ങനെയാണ് നോക്കല്. പെണ്ണുങ്ങളെ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതാണ് കണ്ടു പഠിക്കലും ചെയ്തു പഠിക്കലും. ഇങ്ങനെ ചെയ്ത് പഠിപ്പിക്കല. ഞാൻ അതിന്റെ വിശദത്തേക്ക് കടന്നാല് നിങ്ങളൊക്കെ ഇവിടുന്ന് നീച്ചു. ചെയ്ത് പഠിക്കുക ആയിക്കോട്ടെ. എന്നിട്ട് എത്ര പഠിച്ചത്? പ്രകൃതിയിൽ നിന്ന് പൂക്കളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുക്കിലൊട്ടിക്കും. എന്റെ കുട്ടികളുടെ ഒട്ടിക്കും. എന്താണ് ഇപ്പൊ ഇത്? പൂക്കൾ വരച്ചു വന്നിട്ട് ഒട്ടിക്കും. പൂ ഒട്ടിക്കുക, അത് ഒട്ടിക്കുക. ഇതന്നെ പരിപാടി. കാര്യമായിട്ട് വല്ലാത്തൊരു വിദ്യാഭ്യാസത്തിന്റെ കാലം. മുമ്പ് കഴിഞ്ഞവരൊന്നും വിദ്യാഭ്യാസം കിട്ടാതെ പോയി. അല്ലാഹു അതല്ല, ആളുകൾക്കൊന്നും വിദ്യാഭ്യാസം അല്ലേ? അല്ലാഹു പോട്ടെ. ഒരു കൂട്ടം ആളുകളുടെ ചിന്താമണ്ഡലത്തിലൂടെ പ്രവർത്തിച്ച ഒരു മുസീബത്താണത്. എങ്ങനെ പോട്ടെ. അല്ല, ഇപ്പൊ വല്ലാത്ത പവറുള്ളത്, ഭയങ്കര യുക്തിയുള്ള പഠനമാണ്. അതിന്റെ പേര് എനിക്കതിന്റെ പേരൊന്നല്ല. അതുപോലെ പോലെ ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാർ, അതുപോലെ നല്ല ഇംഗ്ലീഷ് അറിയണം. വലിയ നമ്മുടെ നാട്ടില് നല്ല വിദ്യാഭ്യാസമുള്ള ആൾ. അതുപോലെ ഞാൻ ചക്രവട്ടത്ത് അരിക്കാട് അതിരാമൂലൊരു ഓറന്റെ ഉസ്താദല്ല, ഞാൻ ഓരൊക്കെ നോദിയിട്ടില്ല. അന്ന് അവിടെ ഓരുടെ നായിബായിട്ട്
കൈപ്പുറം ഇബ്രാഹിം മുസ്ലിയാർ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അബ്ദുറഹ്മാൻ ഉസ്താദിന് അള്ളാഹു തആല ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അത് വേറെ കാര്യം. അപ്പോ അവിടെ ഞാൻ പഠിക്കുന്നുണ്ട്. അന്ന് ഉസ്താദ് അവിടെ മുദരിസ് അല്ല, ഉസ്താദ് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഉസ്താദ് ആഴ്ചയിലേ വരും. അപ്പൊ അന്ന് അവിടെ ഓതുമ്പോ അബ്ദുള്ളയിലും എന്റെ ശരി കൂടെയാണ്. അവര് വലിയ കിതാബ് ഓതുന്നുണ്ട്, ഞാൻ ചെറിയതാ. അന്ന് അതിൽ സ്കൂളും പോയിരുന്നു. നല്ലപോലെ പഠിച്ച ആളാ. കിതാബും കിട്ടും, അതുപോലെ തന്നെ ഭൗതികവും കിട്ടും. പക്ഷേ തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് നല്ല മട്ടത്തിൽ ഇങ്ങനെ നടക്കും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്തായി കൊടുക്കട്ടെ. കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അള്ളാഹു ഒക്കെ തീർത്ത് കൊടുക്കട്ടെ. നല്ല അറിവുള്ളവർ നിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നു അവർക്ക് അറിവില്ല. കുറെ ആളുകൾ, ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദ് സുലൈമാൻ ഉസ്താദിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ ഒരു ട്രെയിൻ യാത്രയിൽ ഉസ്താദിന് വല്ലാതെ ഇംഗ്ലീഷ് അറിയും. ഉസ്താദിന്റെ ഒരു ആൾമറ മുഴുവനും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. അതിൽ മുഴുവൻ ഇംഗ്ലീഷിൽ തന്നെ ഉസ്താദ് വിശദീകരണം ഷർഹ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ ഗോളശാസ്ത്ര രംഗത്ത് 8 അറ്റ്ലസുകൾ വ്യക്തമായി പഠിച്ച ആളാണ് ഉസ്താദ്. അറ്റ്ലസ് തന്നെ അറിയാത്തവരാണ് ഇപ്പത്തെ EPP. ആ ഉസ്താദ് ട്രെയിൻ യാത്ര ചെയ്ത് വരുമ്പോ ഏതോ ഭൗതികന്മാര് ചെക്കന്മാർ അതിൽ കയറി. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് ഇത്തരം വേഷങ്ങളൊക്കെ വെറുപ്പുള്ള ഒരു കാലം. അപ്പൊ അൽഹംദുലില്ലാഹ് SSFന്റെ SSFന്റെ ഒക്കെ മക്കൾ വന്ന്, SBSന്റെ ഒക്കെ മക്കൾ വന്ന് വലിയമാരാരാണ്, അവരെ ഇൽമ എന്താണ്, അവരുടെ പ്രകൃതി എന്താണെന്നൊക്കെ പഠിച്ച് അവരുടെ അറിവും ഇവരുടെ അറിവിനെ പറ്റിയൊക്കെ വ്യക്തമായി പഠിച്ചതുകൊണ്ട് ആ മക്കൾക്ക് ഇന്ന് ഉസ്താദുമാരുടെ ബഹുമാനമുണ്ട്. അല്ലാത്ത മക്കൾക്ക് ഇപ്പോഴും പഴയ ഓർമ്മ തന്നെയാണ്, ഒരു ചിന്തയില്ല. അപ്പൊ ആ മക്കള് ട്രെയിനിൽ വന്ന് കയറിയപ്പോ ഉസ്താദ് തലയെക്കെട്ട് കെട്ടിയ, ഉസ്താദ് വാലുള്ള തലയെക്കെട്ട് കെട്ടിയിട്ട്, ഉസ്താദിന്റെ തലയെക്കെട്ടാണെങ്കിൽ ഞങ്ങളെ മാതിരി കണ്ണാടിയിലൊന്നും നോക്കൂല, കണ്ണാടിയിൽ നോക്കി തലയെക്കെട്ട് കെട്ടിയിരുന്നു ഇമാം മാലിക് തങ്ങൾ. അതിരിക്കട്ടെ, തെറ്റുള്ള കേസൊന്നും അല്ല. അങ്ങനെ തലയെക്കെട്ടൊക്കെ അങ്ങനാട് കെട്ടല. അങ്ങനെ ഉസ്താദ് ഒരു മൂലയിൽ ഇങ്ങനെ ചൂളി പിടിച്ച് ആർക്കും ശല്യം വരാത്ത രൂപത്തിൽ ഒരാളിങ്ങനെ തിക്കുകയാണെങ്കിൽ ഒന്നും കൂടിയാണ് അമർന്നു കൊടുക്കുന്ന ഒരു പ്രകൃതിക്കാരൻ, വല്ലാത്തൊരു പാവപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദ്. അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. എല്ലാ ഭാഷയിലും വ്യക്തമായി കഴിവുള്ള, വല്ലാതെ ഗോളശാസ്ത്ര രംഗത്തും അതുപോലെ തന്നെ ഭാഷാരംഗത്തൊക്കെ വല്ലാതെ കഴിവുള്ള മഹാൻ. ഇംഗ്ലീഷിൽ ഇവരിങ്ങനെ തമ്മിൽ ഇരുന്നിട്ട് ഉസ്താദിനെ പറ്റി വല്ലാതെ പരിഹസിച്ച് പറയാണ്. ഉസ്താദിന്റെ 101 ഇംഗ്ലീഷ് ഇവർക്ക് അറിയില്ല. എന്നിട്ട് ഇവർ ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യണം. ഉസ്താദിനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോയി അവരിങ്ങനെ അമ്മാനാടാണ്. ഉസ്താദ് ഇങ്ങനെ എല്ലാം തല താത്തിയിട്ട് കേട്ട് അങ്ങനെ ഒരു അരമണിക്കൂർ ഇവരൊക്കെ കഴിഞ്ഞ് ഇവർക്കൊന്നും പറയാനില്ല. പരിഹസിക്കാണ് ഉസ്താദിന്. ഇംഗ്ലീഷിലായതുകൊണ്ട് അറിയില്ലല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദ് അതിന്റെ ശേഷം ഉസ്താദ് ഇംഗ്ലീഷ് ചോദിച്ചു, മക്കളെ നിങ്ങളൊക്കെ എവിടുത്തേരാണെന്ന് ഇംഗ്ലീഷ് ചോദിച്ചു. നിങ്ങളൊക്കെ എവിടുത്തെ മക്കളാണ്, നിങ്ങൾ എപ്പോഴാണ് കയറിയത്, നിങ്ങൾ എവിടുന്ന കയറിയത്, നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നത്? എന്റെ മക്കളെ, ഇംഗ്ലീഷ് ഒരു ഭാഷയാണ്, അതിന് ബുദ്ധിന്റെ ഒന്നും ആവശ്യമില്ല. ഭാഷ പഠിക്കാൻ ഓർമ്മശക്തി മതി. ഓർമ്മശക്തി കൊണ്ട് കുറച്ചു നേരം അധ്വാനിച്ചാൽ ഏത് ഭാഷയും പഠിയും. അതുകൊണ്ട് വലിയ ബുദ്ധിയും അറിവൊന്നും അല്ലാതെ അതൊരു ഭാഷ മാത്രമാണ്. ബുദ്ധിയും അറിവുള്ള അറിവ് നിങ്ങൾ പഠിച്ചിക്കണോ? മനുഷ്യന്മാരോട് പെരുമാറാൻ പഠിക്കലാണ് ആദ്യത്തെ അറിവ്. മക്കളെ, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തല്ല. ഈ വന്നിരുന്ന എന്നെ പറ്റി നിങ്ങൾ ഇത്ര നേരം പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളോട് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ചെറിയ മക്കളാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ നേതൃത്വം കൊടുക്കേണ്ടവരും, നിങ്ങൾ ഈ നാടിന്റെ സമൂഹത്തിൽ ചുക്കാൻ പിടിക്കേണ്ടവരുമാണ്. നിങ്ങളൊരു കാലത്ത് ഉപ്പമാരും നിങ്ങളൊരു കാലത്ത് വലിയുപ്പമാരുമാണ്. എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാല്? ഒരാളൊരു യാത്ര ചെയ്യുമ്പോൾ അയാളെ പറ്റി ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയണോ? നിങ്ങളെ ഞാൻ എന്ത് ചെയ്തു? നിങ്ങളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ അപരിചിതരെ പറ്റി വരെ നിങ്ങൾ ഇങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങളെ പരിചയക്കാരെ പറ്റി നിങ്ങൾ എന്ത് പറയും? ഇങ്ങനെ ഉസ്താദിന്റെ ഒരു വാള് അരമണിക്കൂർ വരെ ഇംഗ്ലീഷിലെ ആ മക്കൾക്കാന്ന് കുട്ടിയില്ല. അവർക്ക് ആ 2-3 വേർഡുകൾ മാത്രമേ അറിയൂ. ഇത് മാത്രമേ അറിയുള്ളൂ. ഇത് കേട്ടപ്പോ ആ മക്കളും ഈ ഉസ്താദിന്റെ കൈ പിടിച്ച് പൊരുത്തപ്പെടിച്ചു. പലരും മനസ്സിലാക്കിയത് ഇന്ത്യ കൂടി ഇങ്ങനെ നടക്കുന്നതാണ്. നമ്മളവർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പിന്നെ ഇൻസൈഡ് ആക്കണം. നാളെ ഒരാൾ പറഞ്ഞു, ഇംഗ്ലീഷ് അറിയുന്ന ഇൻസൈഡ് ആക്കണം. അപ്പൊ ഇൻസൈഡ് ആക്കിയത് ഇംഗ്ലീഷ് അറിയുന്നു. അപ്പൊ അതിന്റെ ഒന്നും വിശദത്തിൽ കടത്തുന്നില്ല. ഏതായാലും നമ്മളെ കുട്ടികളെ സ്കൂൾ മദ്രസയിലേക്ക് പറഞ്ഞേക്കും, ആഹ്റ നഷ്ടപ്പെടുത്തരുത്. അപ്പൊ അവർക്ക് ടൂർ ഉണ്ടാവും. അതിൽ നിന്ന് എന്ത് പഠിച്ചാലും വേണ്ടില്ല, പഠിക്കാൻ സമ്മതിക്കരുത്. കാരണം ഇത് പഠിക്കണമൊക്കെ മുസീബത്താ. എന്നോട് സഖാഫി വന്ന് പറയണം, ഉസ്താദെ വല്ലാത്ത ദുഃഖം, ഇത് നിങ്ങൾ സ്റ്റേജുകളിൽ പറയണോ ഉമ്മമാരോട് എന്ന് അദ്ദേഹം പറഞ്ഞതാ. എന്തേ? കുട്ടികള് ടൂർ പോവാണ്. ഉപ്പമാർക്ക് വല്ലാത്ത സന്തോഷല്ലേ, കുട്ടികളൊന്ന് പോയി വരട്ടെ ഒരാഴ്ചക്ക്. ഉമ്മമാരെ, ഉപ്പമാരെ, കുട്ടികൾ മാനഭംഗപ്പെടുന്നു, കുട്ടികളെ ചാരിത്രശുദ്ധി നഷ്ടപ്പെടുന്നു, കുട്ടികൾ വല്ലാതെ മോശപ്പെടുന്നു. അതും 3-4 ഗർഭിണികളാണ് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സംഭവിക്കുന്നത്. അധിക ആളുകളും ട്രിക്കുള്ളവരായതുകൊണ്ട് ഗർഭം ഉണ്ടാകാതെയും പോകുന്നുണ്ട്. അതിന്ന് മാത്രം സംഭവം നടക്കാതെ ഏതായാലും പോകുന്നില്ല. അങ്ങനെയാണ് സംഭവം ഉള്ളത്. 7 ദിവസം അതാ പിന്നെ കുണ്ടോട്ടിയിൽ ഒരു മുസ്ലിമീങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൽ 7 ദിവസമായിരുന്നു പെൺകുട്ടികളും ആൺകുട്ടികളും രാവും പകലും ഇല്ലാതെ അവിടെ കൂടിയത് വിദ്യാഭ്യാസത്തിന് വേണ്ടി. രാത്രിയിൽ ഒന്നായിട്ട് ഓപ്പണായ കടത്തമാണ്. എല്ലാവർക്കും പരിചയപ്പെടാനുള്ള സൗകര്യങ്ങളാണ്. 7 ദിവസം തങ്ങന്മാര് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ്. സുബ്ഹാനല്ലാഹ്, മുസീബത്ത് മുസീബത്ത് മുസീബത്ത്. അല്ലാഹുവിന്റെ ദീൻ ഇവർ കോൽക്കളി കളിച്ച് കടഞ്ഞല്ലോ റബ്ബേ, തങ്ങന്മാരും മൂല്യമാരും.
അതിലുണ്ടല്ലോ ഇതിന് നേതൃത്വം കൊടുക്കുന്ന മൊയ്ലിമാര് ഒരു കാമ പറയാൻ അവർക്ക് തോന്നിയില്ലല്ലോ റബ്ബേ. തന്റെ ഗ്രൂപ്പുകാരാണ്, എന്ത് ചെയ്താലും അംഗീകരിക്കാമെന്നാണ്. അള്ളാഹുണ്ട്. ഞങ്ങളാരും നമ്മളെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് നോക്കാറില്ല. വിഷയം ദീനിന്റെ കാര്യം. സുന്നികളെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഏത് ഗ്രൂപ്പുകാരായിരുന്നാൽ ഈ പറയുന്ന ദീനാണ്, ഗ്രൂപ്പല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ 7 ദിവസത്തിന് 6 ദിവസം, എനിക്ക് ഓർമ്മയില്ല, 4-5 ദിവസം എന്ന് വെച്ചോ, ടൂർ പോവുകയാണ്. വണ്ടിയിൽ കയറി, കുട്ടികൾ പറഞ്ഞ റിപ്പോർട്ട്, വണ്ടിയിൽ കയറി, വണ്ടി കുറെ അങ്ങെത്തി, നാട് വിട്ട ശേഷം ഈ സാറുമാർ അഥവാ ഇവരുടെ മുഅല്ലിമീങ്ങൾ, ഇവർക്ക് പഠിപ്പിക്കുന്ന ഇവരുടെ സ്കൂളിലെ മാസ്റ്റർമാര് അവരെന്ത് ചെയ്തു, അല്ലെങ്കിൽ മൊത്തമുള്ള സ്ത്രീകളോ പുരുഷന്മാരോ ടീച്ചർമാർ അവര് വന്നിട്ട് ഇവരെ ഈ ആൺകുട്ടികളെ കയ്യിൽ നിന്ന് ഒരു നറുക്ക് ശേഖരിക്കുകയാണ്. എല്ലാ ആൺകുട്ടികളും നറുക്ക് തരണം, സമാസമമായിട്ട് കൊണ്ടുപോകും. പകുതി ആൺകുട്ടികൾ, പകുതി പെൺകുട്ടികൾ. അങ്ങനെയാണ് വണ്ടിയിലെ യാത്ര. തിരഞ്ഞെടുക്കപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും 40 ഉണ്ടെങ്കിൽ 20 ഉണ്ടെങ്കിൽ 20 ആൺകുട്ടി, 20 ഉണ്ടെങ്കിൽ 20 പെൺകുട്ടി. അങ്ങനെ പോകുമ്പോൾ ഇവരുടെ നറുക്കുകൾ ശേഖരിച്ച് അതൊരു പാത്രത്തിലിട്ടിട്ട് ഈ നറുക്കുമായി ഈ പെൺകുട്ടികളുടെ മുമ്പിൽ ചെല്ലുക. ഒരു നറുക്ക് നീ എടുത്തോ, എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ഈ നറുക്കിൽ വരുന്ന പേരെന്താ? അബൂബക്കർ. എന്നാൽ അബൂബക്കർ നറുക്ക് കിട്ടിയ അവളുടെ കൂടെ, അവൾ അബൂബക്കറിന്റെ കൂടെ ഇരിക്കേണ്ടതാണ്. അതാ ജാഫർ നറുക്ക് കിട്ടിയവൾ അവൾ ജാഫറിന്റെ കൂടെ ഇരിക്കേണ്ടതാണ്. പിന്നെ രാമൻ നറുക്ക് കിട്ടിയെങ്കിൽ അത് കിട്ടിയ പെണ്ണാരാ? ഖദീജ രാമന്റെ കൂടെ ഇരിക്കേണ്ടതാണ്. അങ്ങനെ സീറ്റ് മാറ്റി ഓരോരുത്തർക്കും ഒരു ഇണതുണയും വെച്ചു കൊടുത്തിട്ട് അങ്ങനെയായിരുന്നു. പിന്നെ 5 ദിവസത്തെ ടൂർ ഉണ്ടായിരുന്നു. എവിടെ എത്തും സഹോദരന്മാരെ മുസീബത്ത്. ഇത് പല യാത്രയിലും നടക്കുന്നുണ്ട്. ഇതിനൊരു പ്രത്യേക പേരുമുണ്ട്. ഇംഗ്ലീഷ് പദമാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കേട്ടപ്പോ ഒന്ന് പഠിക്കാൻ നോക്കിയോ, അതിന്റെ പോയി. ഇത് വല്ലാതെ കേട്ടിട്ട് തന്നെ ബേജാറ് തമ്പുരാനെ, ബേജാറ്. എന്താണ് മക്കളെ നമ്മുടെ അവസ്ഥ? എന്താണ് ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ മക്കളുടെ അവസ്ഥ? നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് ആഖിറത്തിൽ പോട്ടെ, ദുനിയാവിന് ഉപകരിക്കട്ടെ. ഈ കുട്ടികൾ കാട്ടുപോത്തിന്റെ മക്കളെ മാതിരി ഇത് തെന്നിപ്പോകൂലേ നമ്മളടിയിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ? ഈ മക്കൾക്ക് നിങ്ങൾ എന്തിന് ജന്മം നൽകി? നിങ്ങൾ എന്തിന് മക്കളെന്ന് നിങ്ങൾ പറയുന്നു ഇവർക്ക്? അതുകൊണ്ട് നമ്മുടെ മക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ മക്കൾക്ക് തഖ്വയുണ്ടാകുന്ന വഴികൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ മക്കളുടെ ഉസ്താദുമാർ അവർക്ക് ദീനിയ അറിവ് കൊടുക്കുന്നത് ആ കുട്ടികളിൽ നിങ്ങൾ നടപ്പിലാക്കണം. ആ കുട്ടികൾ നിസ്കരിച്ചോ നോമ്പെടുക്കുന്നുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളാണ് അവരുടെ സ്വർഗം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരെ, കുട്ടികളെ സ്വർഗത്തിൽ കടത്താൻ ഉപ്പമാരെക്കാൾ കഴിവുള്ളത് നിങ്ങൾക്കാണ്. കുട്ടികൾ സൽസ്വഭാവങ്ങളും ദുഃഖങ്ങളും മോശങ്ങളും പഠിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. എന്റെ അരികിലേക്ക് ഒരു ഉമ്മ വല്ലാതെ സങ്കടം പറഞ്ഞയച്ചു, എന്റെ കുട്ടി നന്നാവുന്നില്ല, കുട്ടിക്ക് നിങ്ങൾ ദുആ ചെയ്ത് കൊടുക്കണം, മന്ത്രിച്ചു കൊടുക്കണം. ഒരു വെള്ളക്കുപ്പിയുണ്ട്, അതും മന്ത്രിച്ചു കൊടുക്കണം. കുട്ടി ടിവിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നില്ല. ആ ഉമ്മ ചെറുപ്പക്കാരി പെണ്ണാണ്, 4-5 മക്കളുണ്ട്. ആ കുട്ടിക്ക് ഞാൻ മന്ത്രിച്ചു കൊടുത്തു, വെള്ളവും മന്ത്രിച്ചു കൊടുത്തു. കുട്ടി പോയി. പിന്നീട് മദ്രസയിൽ വരുന്ന ഉസ്താദിനോട് പറഞ്ഞു, ഈ വിഷയം പറഞ്ഞപ്പോ ആ കുട്ടി മദ്രസയിലെ ഉസ്താദിനോട് പറഞ്ഞത്രേ, ഞാൻ TV കാണാനുള്ള കാരണം എന്റെ ഉമ്മ മഗ്‌രിബ് നിസ്കരിച്ചാൽ വാതിൽ ചാരിയിട്ട് TV കാണുന്ന പരിപാടിയാണ്. അപ്പൊ എന്നോട് പുസ്തകം വായിക്കാൻ പറയും. എന്നിട്ട് എനിക്ക് അപ്പം പുസ്തകം വായിക്കാൻ കഴിയില്ല, ഉള്ളിന്ന് വച്ചുമ്പുളിയൊക്കെ കേൾക്കും. അങ്ങനെയാണല്ലോ ടിവിയിൽ നേരത്തെ പറഞ്ഞ ബ്ലൂ നീലൊക്കെ അങ്ങനെ വച്ചുമ്പുളിയൊക്കെ ഉണ്ടാവും. പേരോട് ഉസ്താദാണെങ്കിൽ ഇതുപോലെ തന്നെ ഇതിലേറെ കേൾക്കാൻ ചന്തമുള്ള ശബ്ദം, മനസ്സിനെ പിടിക്കുന്ന ശബ്ദത്തിൽ ആഖിറം പറയുന്ന പണ്ഡിതന്മാരുടെ കേസറ്റുകൾ അതാ കേൾക്കുന്ന മനസ്സ് സ്വാധീനിക്കുന്ന ഒരു സ്വഭാവമില്ല. അപ്പുറത്തുനിന്ന് അശ്ലീല ചിത്രങ്ങൾ കാണുന്നു ഉമ്മ. ആ ചിത്രങ്ങൾ കാണുമ്പോ, ശബ്ദം കേൾക്കുമ്പോ എനിക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയൂല, പുറത്തുനിന്ന് നിന്നിട്ട് പുസ്തകം വായിക്കാൻ കഴിയൂല. ഞാൻ വാതിൽ അതാ ഉറക്കെ തള്ളിക്കയറി ഞാൻ ഉമ്മന്റെ കൂടെ ചിത്രം കാണും. അതാണ് ഉമ്മ പറഞ്ഞതിന്റെ താല്പര്യം. ഉമ്മമാരെ, നിങ്ങളെ മക്കളെവിടെ എത്തി? കഴിഞ്ഞ ലക്കം സുന്നത്ത് നിങ്ങൾ വായിച്ചില്ലേ? അതാ കാസർഗോഡ് ജില്ലയിലാണെന്നാണ് എന്റെ ഓർമ്മ. ഒരു ഉമ്മ അതാ ഒരു സഹോദരൻ അതാ പെട്ടെന്നും ഗൾഫിൽ നിന്നും അതാ താൻ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഫോൺ വരികയാണ്. ഫോണിൽ സംസാരിക്കുമ്പോ ഭാര്യ വിതുമ്പുകയാണ്. ഇത് കേൾക്കുമ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ തന്റെ ഒരു അറബി പെണ്ണിന്റെ വണ്ടിയാണ്. ആ പെണ്ണ് പിന്നിൽ എന്തേ പ്രശ്നം എന്ന്
ചോദിച്ചു, എന്റെ ഹുർമ, എന്റെ ഭാര്യ എന്നെ വിളിക്കുന്നു, അവൾ കരയുന്നു, എന്താണ് പ്രശ്നം? അവൾ പെട്ടെന്ന് നാട്ടിൽ വരണമെന്ന് പറയുന്നു. ആ പെണ്ണ് പറയുന്നു, പോകണമെങ്കിൽ എനിക്ക് പോകാം, ഹുർമമാരുടെ വിഷമങ്ങൾ, പെട്ടെന്നുള്ള പട്ടണങ്ങൾ പരിഹാരം ചെയ്യേണ്ടതാണ് എന്ന് പറയുകയും ഉടനെ ആ സഹോദരന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയും ആ സഹോദരൻ നാട്ടിൽ വരികയും ചെയ്യുമ്പോ വീട് മുറ്റത്ത് വരുമ്പോ ഭാര്യ കരഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ കൈയും പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നു. മകളുമുണ്ട്. കൊണ്ടുപോയി അകത്ത് ചൊല്ലുമ്പോൾ ഒരു തൂണിലതാ 14-കാരനായ മകനെ അല്ലെങ്കിൽ 13-കാരനായ മകനെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. ഉമ്മ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു, ഇവൻ ചെയ്ത പണി അറിയുമോ നിങ്ങൾ? എന്താണെന്ന് ചോദിക്കുന്നു. ഭർത്താവ് ചോദിക്കുന്നു, അറിയപ്പെടുന്നൊരു ആജിയാരാണ് ഭർത്താവ്. ഭർത്താവ് ചോദിക്കുന്നു, എന്താണ് മോൻ ചെയ്തത്? ആ പെണ്ണ് പറയുമ്പോൾ നമ്മളൊക്കെ നെട്ടുന്ന വിഷയങ്ങളാണ് ഉമ്മമാരെ. ഞാൻ രാക്കഥ പറയുകയല്ല. നമ്മുടെ നെഞ്ചിലേക്ക് കത്തിയാക്കയറ്റുന്ന മക്കളിതാ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു കേട്ടോ. എത്ര ഉമ്മമാരെയാണ് കൊന്നൊടുക്കിയത് മക്കൾ, എത്ര ഉമ്മമാരമാണ് അറുത്തത്, എത്ര ഉമ്മമാരെ തലയാണ് വെട്ടിപ്പൊളിച്ചത് മുസ്ലിമീങ്ങളിലും അമുസ്ലിമീങ്ങളിലും. ഈ അവസ്ഥ മക്കൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തി പൈസ കൊടുക്കാത്ത പേരിൽ ഉമ്മയെ കുത്തിക്കൊന്നു. ഇങ്ങനത്തെ മക്കളെയാണോ ഞണ്ടിനെ പോലെ വാഴയെ പോലെ മക്കള് ജനിക്കുമ്പോ മരിച്ചു പോകേണ്ടി വരുന്ന ഉമ്മമാരെ? വാഴ കൊലച്ചാൽ അതാ വാഴ മരിക്കുന്നതാണ്, ഞണ്ട് പ്രസവിക്കുന്നത് വയറ് കീറിയാണ്, ഞണ്ട് ചാവുന്നതാണ്. ദുനിയാവിലെ 2 സാധനങ്ങളെ അങ്ങനെയുള്ളൂ. അങ്ങനെയാണോ നിങ്ങൾ തീരുമാനിച്ചത്? എന്റെ ഉമ്മ എന്ന് പറഞ്ഞ് മനസ്സ് പൊട്ടി കരഞ്ഞ് മയ്യത്തിന്റെ മുമ്പിൽ വന്ന് റബ്ബേ എന്റെ ഉമ്മക്ക് പൊറുക്കണമെന്ന് പറയുന്ന ഒരു മകള് ജനിക്കട്ടെ, ഒരു മകന് ജനിക്കട്ടെ. അതിനാകട്ടെ നമ്മുടെ റബീഉൽ അവ്വൽ പരിപാടി ഉപയോഗപ്പെടുത്തുന്നത്. ഈ കളിയൊക്കെ ഒന്ന് തീരും പെണ്ണേ, മക്കൾ ഇഷ്ടപ്പെടുന്നൊക്കെ വാങ്ങിക്കൊടുക്കല്ല. ആ ഉമ്മ പറയുന്ന വാക്കെന്താണ്? ഭർത്താവേ, നിങ്ങളറിയുമോ, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ ബാത്റൂമിൽ പോയിരുന്നു. എന്റെ റൂം ഞാൻ അടച്ചു. ബാത്റൂമിൽ നിന്ന് കുളിച്ചു. ഞാൻ ഡ്രസ്സില്ലാതെയാണ് റൂമിലേക്ക് വരുന്നത്. ഞാൻ വന്ന് ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാ കട്ടിലിന്റെ ചുവട്ടുന്നൊരു പഴക്കം, ഒരു ശബ്ദം. ഞാൻ നോക്കുമ്പോ നമ്മളെ ഈ മോന് അവിടെ കിടന്ന് എന്റെ ശരീരം മുഴുവനും കാണുകയാണ്. അവന്റെ കയ്യിലൊരു മൊബൈലുണ്ട്, ഒരു ക്യാമറയുണ്ട്, അതിൽ പകർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ക്യാമറ ഞാൻ വാങ്ങി നോക്കിയപ്പോൾ ആ ക്യാമറയിലുള്ള ചിത്രം ബാത്റൂമിന്റെ എയറോൾസിലൂടെ അതാ അവൻ ആ ക്യാമറ വെച്ചിട്ട് ഞാൻ ബാത്റൂമിൽ ഇരുന്നതും ഞാൻ കുളിച്ചതും മുഴുവനും ചിത്രമാക്കിയെടുത്തിരിക്കുന്നു. എനിക്ക് താങ്ങുന്നില്ല. ആ ഉമ്മ പറയുന്ന ആ ചിത്രം മുഴുവനും ഇതിന്റെ ഉള്ളിലുണ്ട്. പെങ്ങള് ബാത്റൂമിൽ പോയ ചിത്രം അതാ ബാത്റൂമിൽ നിന്ന് എടുത്തിരിക്കുന്നു. ഇവനെ അടിച്ചു നോക്കുമ്പോൾ പറഞ്ഞത്, എനിക്ക് അതാ ലഹരി സാധനം കുഴിഞ്ഞ്, എനിക്ക് ഞാൻ പല ലഹരിയും ഉപയോഗിക്കുന്നവനാണ്, എനിക്ക് ബ്രൗൺ ഷുഗർ തിന്നണം, അതിന് കാശൊക്കണം, അതിന് കാശൊക്കാൻ ഇത്രയും ചിത്രങ്ങൾ ഞാൻ ഇന്ന വ്യക്തികൾക്ക് എത്തിച്ചു കൊടുത്താൽ 10,000 രൂപയാണ് എനിക്ക് തരുക. ആ 10,000 എനിക്കൊരു മാസത്തിന് തികയില്ല. ഉമ്മമാരെ, ചോറും കഞ്ഞുമല്ല മക്കള് കഴിക്കുന്നത് കേട്ടോ, പൊറാട്ടയും ചാപ്സുമല്ല കഴിക്കുന്നത് കേട്ടോ. പാൻപരാഗിന്റെ മക്കളാണ്, ലഹരികളുടെ മക്കളാണ്. ഈ അവസ്ഥയിലേക്ക് നിങ്ങളുടെ മക്കളെത്തിയില്ലേ? ഈ മക്കള് നിങ്ങൾക്ക് ദുനിയാവിൽ അപകടമല്ലേ? നിന്നെ ചവിട്ടി പുറത്താക്കുന്ന മോനല്ലേ, മോളല്ലേ? ഇങ്ങനെ ആകാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ ഈ മക്കൾക്ക് നിങ്ങൾ ദീന് പഠിപ്പിക്കണേ. വല്ലാത്ത ദുഃഖം തന്നെ. ഈ രൂപത്തിൽ മക്കള് വളർന്നാൽ ആഖിറമെല്ലാം നഷ്ടപ്പെടുക. ആഖിറം പാടെ നഷ്ടപ്പെട്ടു പോയി, ദുനിയാവും നഷ്ടപ്പെടുന്നതാണ്. ചാലിയത്തി എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ റൂമിൽ വന്നിട്ട് എന്നോട് സങ്കടത്തോടെ പൊട്ടിക്കറഞ്ഞ് വിതുമ്പുന്നു. സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു 35 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞു, മോനെ എന്ത് പറ്റി? കുറെ കഴിഞ്ഞ് പറയുന്നു, ഉസ്താദേ വലിയൊരു സങ്കടവുമായി വന്നതാണ്. അതാ ഞാൻ നിങ്ങളോട് ആ കഥ പങ്കുവെക്കട്ടെ, പഠിക്കാൻ വേണ്ടിയാണ്. അതാ സഹോദരിമാരെ, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അറിയണം. എന്താണ് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്? ഉസ്താദേ, ഞാൻ ബീച്ചിലാണല്ലോ എന്റെ വീട് ചെറിയ വീടാണ്.
എന്താണ്, നല്ലൊരു റൂം വീട്ടിലില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു കുഞ്ഞായിട്ടുണ്ട്. ഇന്ന് വരെ ഭാര്യയോടുകൂടെ സന്തോഷിച്ചൊരു റൂമിൽ നിന്നിട്ടില്ല. ഇരുട്ടറയിൽ അതാ ചെറിയ റൂമിൽ ഓല കൊണ്ട് കെട്ടിമേഞ്ഞതായതായ ചെറിയ വീടുകളിൽ സുഖങ്ങളില്ലാതെ സുഖിച്ചുകൊണ്ട് ജീവിച്ചതാണ്. എന്നാൽ താനൂരിൽ എന്റെ ഭാര്യയുടെ ചേട്ടത്തി അതാ അവര് വീടെടുത്തിരിക്കുന്നു. അവരുടെ ഭർത്താവ് ഗൾഫുകാരനാണ്. നല്ല വീടാണ്, നല്ല ബെഡ്റൂമുകളാണ്. ആ കുടിയിരിക്കല് 2 ആഴ്ച മുമ്പ് കഴിഞ്ഞു, 1 മാസം മുമ്പ് കഴിഞ്ഞു ഉസ്താദേ. അങ്ങനെ എന്റെ മൂത്തച്ഛൻ ഗൾഫിലേക്ക് പോയി. അതിന്റെ ശേഷം എന്റെ ഭാര്യയെ ചേട്ടത്തി നിർബന്ധിച്ചുകൊണ്ട് താനൂരിലേക്ക് ക്ഷണിച്ചു. നീയും ഭർത്താവും കൂടെ വന്ന് എന്റെ വീട്ടിലൊന്ന് ഒരു ദിവസമെങ്കിലും അന്തിയുറങ്ങണമെന്ന് പറഞ്ഞ് ആ ചേട്ടത്തി കാരുണ്യം കൊണ്ട് അനുജത്തി സന്തോഷിക്കട്ടെ ഒരു ദിവസമെങ്കിലും എന്ന നിലക്ക് വിളിച്ചതാണ്. ഞങ്ങൾ രണ്ടുപേരും പോയി ഉസ്താദേ. 2 ആഴ്ചക്ക് മുമ്പാണ് സംഭവം. അങ്ങനെ ഞാനും അവളും എന്റെ കുഞ്ഞനും കൂടെ ഭക്ഷണം കഴിച്ച് റൂമിൽ കിടന്നു. ഞാൻ എന്റെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് എല്ലാ സുഖവും എന്റെ ഭാര്യയിൽ നിന്ന് അനുഭവിക്കാമല്ലോ. ഇന്ന് വരെ ഒരു കുഞ്ഞനാകുന്നവരെ അവളുടെ ശരീരം മുഴുവനും കാണാൻ എനിക്ക് കഴിയാത്ത ഞാൻ അതാ അവളുമായി എല്ലാ സുഖങ്ങളും പങ്കിട്ടു. അതാ ഉസ്താദേ, എന്റെ കുഞ്ഞനെ അതാ അരികിൽ കിടന്നുറങ്ങുന്നുണ്ട്. 1 വയസ്സ് പ്രായമുള്ള കുട്ടി, ഒന്നും അറിയാത്ത കുഞ്ഞൻ ഉറങ്ങുന്നുണ്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് ചായയും കുടിച്ച് ചാലയത്തേക്ക് തിരിച്ചു പോന്നു. ഞാൻ പോന്നതിന്റെ 2 ദിവസ ശേഷം അതാ ഗൾഫിൽ നിന്നൊരു കൂട്ടുകാരൻ വിളിക്കുന്നു. എടാ എന്ന് പറഞ്ഞ് എന്നെ അസഭ്യം പറയുന്നു. കുരുത്തം കെട്ടവനെ എന്ന് വിളിക്കുന്നു. എന്താണടാ, നിന്റെ ശരീരത്തിൽ തോലുണ്ടോ, നീ മനുഷ്യനാണടാ എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ എന്നെ ശകാരിക്കാനുള്ള കാരണം? എടാ, നീ അറിയില്ല അല്ലേ, നീ ഒരു മനുഷ്യനാണടാ, മൃഗമാണോ? മൃഗങ്ങൾ വരെ ലജ്ജിക്കുന്ന പണിയല്ലേ നീ ചെയ്തത്? എന്റെ നീയും നിന്റെ ഭാര്യയും നഗ്നനായി നിൽക്കുന്ന ചിത്രം, നിങ്ങളുടെ ലൈംഗിക ചിത്രങ്ങൾ മുഴുവനും നീ നെറ്റിൽ കൊടുത്തില്ലേ? ഞങ്ങൾ എല്ലാവരും റൂമിൽ നിന്ന് 40ഓളം ആളുകൾ നമ്മുടെ കമ്പനിയിലുള്ള നിന്റെ പരിചയക്കാരും അല്ലാത്തവരുമായ ഞങ്ങളൊക്കെ നെറ്റിൽ നിന്നെയും നിന്റെ ഭാര്യയും കണ്ടതാണ്. നിങ്ങളുടെ എല്ലാ ലൈംഗിക രംഗങ്ങളും ഞങ്ങൾ കാണുകയുണ്ടായി ഞങ്ങളെ റൂമിൽ നിന്ന്. എന്തടാ, നീ ഒരു മനുഷ്യനാണോ എന്ന് പറയുമ്പോ ഞാനങ്ങ് പൊട്ടി ഉസ്താദേ. എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നിഷേധിച്ചു. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, നിന്റെ കുട്ടി അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നില്ലേ? നിന്റെ റൂമിൽ ഇന്നാലിന്ന കളറിലുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ? ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. എന്തേ കാരണം അന്വേഷിക്കുകയാണ്. എന്താണ് സംഭവം? പുതിയ കുടിയിരുന്ന വീടിന്റെ എയറോസിലൂടെ അതാ അയൽവക്കക്കാരനായ ചെറുപ്പക്കാരൻ അതാ ക്യാമറ കൊണ്ട് ചിത്രമെടുത്ത് വിറ്റതാണ്. വീടിന്റെ വായു വരുന്ന ഓട്ടാന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. അത് പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടില്ല. അതിന്റെ ഉള്ളിലേക്ക് അതാ വായു കടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സൗകര്യം, അതിലൂടെ ക്യാമറ ഇട്ടിട്ട് അയൽവക്കക്കാരൻ ചെറുപ്പക്കാരൻ ഈ റൂമിൽ നടക്കുന്ന രഹസ്യങ്ങൾ മുഴുവനും ചോർത്തി അതതാ വിൽക്കുകയാണ്. അത് നെറ്റിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. ബ്ലൂ ഫിലിം സെഷനിൽ സഹോദരന്മാരെ, ഉമ്മമാരെ, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ മക്കളെ കയ്യിലുള്ള മൊബൈൽ, നിങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങളെ ബാത്റൂമുകളിൽ വരെ അത് അവര് ഉപയോഗപ്പെടുത്തും കേട്ടോ. 1 അല്ല 2 അല്ല, എത്രയോ സംഭവങ്ങൾ ലോകത്ത് അരങ്ങേറുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളെ മക്കളെ അല്ലാഹു നന്നാക്കട്ടെ. എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുക ഇനിയുള്ള കാലത്ത് അറിയില്ല. ചോര നീരായി നമ്മൾ ബാധിച്ചുണ്ടാക്കിയതായ സമ്പത്ത് കൊണ്ട് ഈ മക്കള് കോൽക്കളി കളിക്കുകയാണ്. പൊരുത്തം വാങ്ങിക്കോ, മറ്റൊരു വഴിയില്ല. ഔലിയാക്കളുമായി ബന്ധപ്പെട്ടോ, മറ്റൊരു വഴിയില്ല. ഉപദേശിക്കുന്ന നമ്മുടെ നാവ് വൃത്തിയില്ല. കേൾക്കുന്ന നമ്മുടെ കാത് മ്യൂസിക് കേട്ട പാട്ട് കേട്ടവരാണ്. നാവ് ഹറാമ് പറഞ്ഞ നാവാണ്. വയറ് ഹറാമ് കഴിച്ച വയറാണ്. ഉമ്മമാര് ഉപദേശിച്ചിട്ട് മക്കളെ കൽവില് തട്ടുന്നില്ല. ഉപ്പ എന്ന പേടി, ഉമ്മ എന്ന പേടിയും ബഹുമാനവും മക്കൾക്കില്ല. കാരണം ആ മക്കൾ കഴിച്ച ഭക്ഷണം പൂർണ്ണമായി ഹലാലിന്റെ ഭക്ഷണമല്ല. കുല്ലു ലഹമിൻ നബത മിൻ ഹറാം അന്നാറു ഔലാ ബിഹി. ഹറാമിന്റെ ഭക്ഷണം കഴിച്ച മക്കൾ നരകത്തിൽ കടക്കാനുള്ളതാണ്. ഹറാമിന്റെ ഭക്ഷണം കഴിച്ച മനുഷ്യന്മാര്, സ്ത്രീ പുരുഷന്മാര് നരക
നരകത്തിൽ കടക്കാനുള്ളതാണ്. ഖാല റസൂലുള്ളാഹി, അഥവാ നരകത്തിൽ കടക്കാനുള്ള പണിയെ അവര് ചെയ്യൂ. സമ്പാദിക്കുന്ന പൈസ ഹലാലാകാൻ പരിശ്രമിക്കൂ. സമ്പാദിക്കുന്ന കാശ് അന്യന്റേത് കൊടുങ്ങാതിരിക്കാൻ പരിശ്രമിക്കൂ. വല്ല ആരുടെയെങ്കിലും 5 പൈസ അറിഞ്ഞ രൂപത്തിൽ കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കൂ. അള്ളാഹുവിന്റെ റസൂലിനെ മഹബത്ത് വെക്കൂ. ഈ ഏരിയയിൽ പ്രസംഗിക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകർ വല്ലാതെ നിർബന്ധിച്ചിട്ടുണ്ട്. ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി എനിക്ക് കഴിയുന്ന അവസ്ഥയില്ല. ഞാനങ്ങ് ആഫിയത്ത് കുറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പ്രയാസമുണ്ട്. പക്ഷേ നമ്മുടെ പ്രവർത്തകരുടെ നിർബന്ധമാണ് ഞാനിവിടെ എത്തിയത്. അള്ളാഹു നമ്മുടെ പ്രവർത്തകർക്കും നമുക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്കുള്ള ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ രക്ഷിതാക്കൾക്ക് അള്ളാഹു തഖ്വയും ഈമാനും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മദ്രസയെ സഹായിച്ച ഈ പരിപാടിയോട് സഹകരിച്ച ഓരോരുത്തർക്കുള്ള ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാന്റെ റസൂലിന്റെ മഹബത്തിനല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയത്. അള്ളാന്റെ റസൂലല്ലേ ഇതിനൊക്കെ കാരണം. അള്ളാഹു ആ മുത്തുനബിയുടെ മുഖം ആഖിറത്തിൽ അംഗീകരിക്കപ്പെടുന്ന രൂപത്തിലൊന്ന് കാണാൻ അള്ളാഹു ഇവിടെ നിന്ന് വിധി തരുന്നില്ലെങ്കിൽ അവിടെയെങ്കിലും തെരുമാറാകട്ടെ. ഈ പ്രസംഗം അതിന് കാരണമാക്കുമാറാകട്ടെ. രോഗമുണ്ടെങ്കിലും മഹാന്മാര് പറഞ്ഞത് മദിഹൂന ബിയും ബി ശഫാഅത്തി യുഫ്റദു സ്വലാത്തും വതസ്ലീമുൻ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബീ ബക്കറിൽ ബഗ്ദാദി നബി തങ്ങളെ വല്ലാതെ ഇഷ്ടവെച്ച മഹാനാണ്. ബഗ്ദാദിൽ നിന്ന് പറഞ്ഞ വാക്കാണ് ദവായി, എന്റെ മരുന്ന്. ഇദാമദ്ദഉ ഹല്ല ബിമുഹ്ജതി, എന്റെ ശരീരത്തിൽ രോഗമുണ്ടായാൽ എന്റെ മരുന്ന് മദീഹു റസൂലിൻ, റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറയലാണ്. ബിശഫാഅത്തി യുഫ്റദു, ഏത് മാറാത്ത രോഗത്തിനും അള്ളാഹുവിനോട് റെക്കമെന്റിന് കഴിവുള്ളത് അവിടുന്ന് മാത്രമാണ്. ആ നബി തങ്ങളെ കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല. ഒരു കൈയും ഒരു കാലും അതാ തളർന്ന് ഡോക്ടർമാര് മുഴുവനും ഒഴിവാക്കിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബൂസിരി തങ്ങൾ അവിടുത്തെ മദ്ഹ് പറഞ്ഞപ്പോൾ ഉറക്കത്തിൽ വന്ന് കൈകൊണ്ട് തടവി കൊടുത്ത് രോഗം മാറ്റിയ നബിയാണ്. രോഗത്തിൽ പെട്ടിട്ട് ഡോക്ടർമാര് മുഴുവനും കഴിച്ചിലാകയില്ല എന്ന് ബഹുമാനപ്പെട്ട അഹമ്മദുൽ ഖസ്തലാനിയോട് പറഞ്ഞപ്പോ അഹമ്മദുൽ ഖസ്തലാനി പറഞ്ഞു, ഞാനങ്ങ് നബി തങ്ങളോട് സങ്കടം പറഞ്ഞു. അതാ നബി തങ്ങളുടെ മേല് കുറെ സ്വലാത്തങ്ങ് ചൊല്ലി. ഉമ്മമാരെ, വിഷമങ്ങൾക്കൊക്കെ സ്വലാത്ത് ചൊല്ലൂ. ദോഷം വന്നു പോയാൽ സ്വലാത്ത് ചൊല്ലൂ. ഒരാണിന്റെ മുഖത്തേക്ക് ആവശ്യമില്ലാതെ നോക്കിപ്പോയി, ഒരു ഹറാമായ വാക്ക് ആവശ്യമില്ലാതെ പറഞ്ഞു പോയി, അല്ലെങ്കിൽ മറ്റെന്തോ ഹറാമ് വന്ന ഉടനെ അതാ നടക്കല്ലേ, ഉടനെ ഒരു 3 സ്വലാത്ത് ചൊല്ലൂ. സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഹറാമ് ചെയ്തതല്ല, ഹറാമ് വന്ന പേരിൽ സ്വലാത്ത് 3 എണ്ണം ഉടനെ ചെല്ലണേ. എന്റെ ഭൂമിയിൽ ഇറങ്ങുമ്പോൾ റബ്ബ് എന്നെ ഭൂമിന്റെ അടിയിലേക്ക് കൊഴിച്ചു കൊണ്ടുപോകുമോ? അതല്ല ആകാശലോകത്ത് വല്ല ശിക്ഷയും എന്റെ തലയിലേക്ക് ഇടുമോ? അത് രണ്ടും ഉണ്ടാകരുത്. എന്റെ മലക്കുകൾ എന്റെ തെറ്റെഴുതരുത്. പടച്ചോനെ മാപ്പ് തരണമെന്ന നിലക്കൊരു 3 സ്വലാത്ത് ചൊല്ലൂ. അയിമ്മത്ത് പറയുന്നു, തെറ്റ് വന്ന ഉടനെ സ്വലാത്ത് ചൊല്ലൂ. എന്ത് വിഷയത്തിനും പരിഹാരമാണ് നബിതങ്ങൾ. റഹ്മത്തുണ്ടാകാൻ, റബ്ബിന്റെ ശിക്ഷയില്ലാതിരിക്കാനാണ് നബിതങ്ങൾ. അമാനുൽ ലിഅഹ്ലിൽ അർളി മുദ്ഹല്ല ബൈനഹും ബിഹി യദ്ഫഉല്ലാഹുൽ അദാബ വയദ്റഊ. ഭൂമിയിലുള്ള മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാ ജീവജാലങ്ങൾക്കും അവിടുന്ന് വന്നതോടെ റഹ്മത്താണ്. നബിതങ്ങളുണ്ടെങ്കിൽ ശിക്ഷ ഉയർത്തപ്പെടുന്നതാണ്. ആഖിറത്തിൽ നബിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നരകത്തിലിടാതിരിക്കട്ടെ. സഹോദരന്മാരെ, വാള് പറയാൻ ഞാൻ അർഹനല്ല. അതാ ആരെങ്കിലും ഒരാൾ ഈ കാര്യം നിർവഹിക്കണ്ടേ എന്നൊറ്റ ഉത്തരവാദിത്ത ബോധം മാത്രമാണ് എഴുന്നേറ്റ് ഇവിടെ നിർത്തിയത്. ആരോഗ്യപരമായി ഞാൻ തളർന്നവനാണ്, മാനസികമായി അതിലേറെ തളർന്നവനാണ്. എന്റെ കയ്യിൽ രക്ഷപ്പെടാനൊന്നുമില്ല. നമ്മൾക്ക്
റസൂലുള്ള അല്ലാതെ ഒന്നും നമ്മളെ കയ്യിലില്ല. മുസ്തഫ നബിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. സ്വർഗത്തിലെ മർത്തബകളൊന്നും നമ്മൾ ചോദിക്കാൻ അർഹരല്ല. മുത്തുനബിയും ഔലിയാക്കളും സഹാബത്തും സാലിഹീകളൊക്കെ സ്വർഗത്തിൽ കടന്നുകൊള്ളട്ടെ. നമുക്കതിൽ യാതൊരു ബേജാറുമില്ല. പക്ഷേ നരകത്ത് നിറമ്പ് നമ്മെ രക്ഷപ്പെടുത്തിയിട്ട് സ്വർഗമല്ലാത്ത സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിർത്തിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ സ്വർഗത്തിന്റെ വാതിലിന്റെ അരികിലെങ്കിലും അതിന്റെ മുറ്റത്തെങ്കിലും നമ്മളെ നിർത്തട്ടെ. അതല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിർത്തട്ടെ. നരകത്തു നിറമ്പ് നമ്മെ കാക്കട്ടെ. നമ്മൾ ചെയ്ത നിസ്കാരങ്ങൾ, നോമ്പുകൾ, സക്കാത്തുകൾ, ഹജ്ജുകൾ, ഫർളുകൾ, സുന്നത്തുകൾ, അബദ്ധങ്ങളും പുഴുക്കുത്തുകളും നിറഞ്ഞതാണ്. റബ്ബക്ക മാപ്പ് തന്നു ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഏതെങ്കിലും ഒരു നിസ്കാരം, ഏതെങ്കിലും ഒരു നോമ്പ്, ഏതെങ്കിലും ഒരു ഹജ്ജ് അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ കബൂലാക്കി നമുക്ക് എഴുതി തരുമാറാകട്ടെ. നമ്മൾ ചെയ്ത നന്മകൾ പലതുമുണ്ട്. ബാഹ്യത്തിൽ നന്മയാണെങ്കിലും റബ്ബത് നന്മയായി കാണുന്നോ നമുക്കറിയില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന് വല്ലാതെ സ്വലാത്ത് ചെല്ലണം. നമ്മൾ വല്ലാതെ വിഷമങ്ങൾ നമ്മൾ നബിയോട് പറയണം. നമ്മുടെ വീട്ടിന്റെ അകത്ത് നിന്ന് നമ്മൾ പറയുന്ന സങ്കടങ്ങൾ മദീനയിൽ അറിയും. ഉമ്മമാരെ, എന്നും ഒരു 100 സ്വലാത്തെങ്കിലും എല്ലെങ്കിൽ ചെല്ലി തീർത്തേക്ക്. നീ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ സ്വലാത്ത് ചെല്ലും. മുത്തുനബി ഒന്ന് കാണണ്ടേ നിനക്ക്, നമുക്കൊന്ന് കാണണ്ടേ, ഒന്ന് ബന്ധപ്പെടണ്ടേ, ഇവിടുന്ന് പോകണ്ടേ, നമുക്ക് മരിക്കണ്ടേ. ഉമ്മമാരെ, അള്ളാഹുവിന്റെ ദീനിനെ ആദരിച്ച്, ആലിമീങ്ങളെ ആദരിച്ച്, സയ്യിദന്മാരെ ആദരിച്ച്, ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ച്, മക്കളെ മതപരമായ ചട്ടക്കൂട്ടിൽ വളർത്തി, ഭർത്താവിന് വഴിപ്പെട്ട് അമ്മായിമ്മയോട് സ്നേഹം കാണിച്ച്, തന്റെ ഉമ്മ ഉപ്പ പോലെ അവരോട് കാണിച്ച്, തന്റെ മരുമകളോട് സ്നേഹം കാണിച്ച്, എന്റെ മകന്റെ ഭാര്യയാണല്ലോ, എന്റെ മകന് വേണ്ടി വന്നവളാണല്ലോ, എനിക്ക് നിർബന്ധമില്ലായിട്ടും ഭക്ഷണമാക്കി തരുന്നവളാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് മരുമക്കളോട് സ്നേഹം അമ്മായിമ്മമാരെ നിങ്ങൾ കൊടുക്കണം. നിങ്ങളെ മക്കളെ നിങ്ങൾ കട്ടപ്പെടുത്തരുത്. മരുമക്കൾക്ക് കാശ് അയച്ചു കൊടുത്താൽ നിങ്ങൾ അവരെ വേദനിപ്പിക്കരുത്. നിങ്ങൾ അവരുടെ ഭാര്യമാർക്ക് അവർക്ക് ഇഷ്ടംപോലെ കാശ് അയച്ചു കൊടുക്കാം. അതിന് തെറ്റുള്ളതല്ല. അതാ മരുമകളുടെ വീട്ടിലേക്ക് മകൻ കാശ് അയച്ചാൽ അവന്റെ വീട്ടിലേക്ക് അവൻ കാശ് അയക്കുന്നു എന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കല്ല ഉമ്മ. അവന്റെ ഭാര്യ വീടുന്നല്ല, അവനക്ക് എവിടേക്കും കാശ് അയക്കാം. ഇസ്ലാമിലതിന് നിന്റെ സമ്മതം ആവശ്യമില്ല. ഉമ്മമാരോടോ ഉപ്പമാരോടോ ചോദിക്കൽ നിർബന്ധമില്ല. അതോടുകൂടെ ചോദിച്ചു ചെയ്താൽ മക്കളെ നല്ല കാര്യമാണ്. ചോദിച്ചില്ലെങ്കിലും ചെയ്യാവുന്നതാണ്. മരുമക്കളെ വേദനിപ്പിക്കരുത്. അതുപോലെ നിങ്ങളെ മക്കളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. കട്ടപ്പെട്ട് ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്ത് അയക്കുന്ന പൈസ, അതിന് മാനം നിങ്ങൾ കാണണം. മക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. ഈ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ പരിശ്രമിക്കണം. അഹ്മദുൽ ഖസ്തലാനി തങ്ങൾ പറയുന്നു, ഞാൻ മുത്തുനബിയോട് എന്റെ സങ്കടം പറഞ്ഞു. ഡോക്ടർമാര് മുഴുവനും ഒഴിവാക്കിയതായ രോഗം അവസാനം മുത്തുനബി അതാ കൊടുത്തയക്കുന്നു മരുന്ന്. ഞാനത് കേൾക്കുന്നു. ഹദാ ദവാഉ അഹ്മദുൽ ഖസ്തലാനി, ഇത് അഹ്മദുൽ ഖസ്തലാനിയുടെ മരുന്നാണ്. മിനൽ ഹദറത്തിൻ നബവിയ്യ, റസൂലുള്ളാഹിന്റെ അരികിൽ നിന്ന് വരുന്ന മരുന്നാണ്. ആ മരുന്ന് ഉറക്കത്തിൽ വന്ന് അഹ്മദുൽ ഖസ്തലാനിക്ക് അങ്ങ് നൽകുന്നു. താനത് കഴിക്കുന്നു. അതോടുകൂടെ ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനാകുന്നു. അതാണ് ബഹുമാനപ്പെട്ട ബഗ്ദാദി പറഞ്ഞത്. ദവാഇ ഇദാ മദ്ദാഉ ഹല്ലാ ബി മുഹ്ജതി മദിഹു റസൂലിൻ ബി ശഫാഅതി ഫറദു ഹിമാഹു ഹമാനാമിൻ അദാബി ഇലാഹിനാ ഫലാ നാളിറുൻ ഇല്ലാ ഇലൈഹി തബൂഹു സലാത്തു വതസ്ലീമുൻ. ആ നബിതങ്ങളാണ് ദുനിയാവിൽ നമ്മളെ അദാബിന്ന് കാക്കാനുള്ളത്. അതാ ഫലാ നാളിറുൻ ഇല്ലാ ഇലൈഹി തബൂഹു, എല്ലാ കണ്ണും ആ നബിയിലേക്ക് നട്ടുനോക്കുന്നൊരു ദിവസമുണ്ട് കേട്ടോ. നമ്മളൊക്കെ ആ നബിയിലേക്ക് കണ്ണു തുറിച്ച് നോക്കുന്ന, ആ മുസ്ലിമീങ്ങൾ നോക്കുന്ന വഹാബി ജമാഅത്ത് തബ്ലീഗ് പോലുള്ള അലവരാദികൾ നോക്കുന്ന ഒരു കാലമുണ്ട് കേട്ടോ. നോക്കിയത് കൊണ്ടായില്ല, തിരിച്ചൊന്ന് സ്നേഹത്തോടെ നോക്കിക്കിട്ടണം. അല്ലാഹു ഇത്തരം പരിപാടികൾ അതിന് കാരണമാകട്ടെ. മൗലിദ് വെറുതെയല്ല ഉമ്മമാരെ. ഇനിയും റബീഉൽ അവ്വൽ ദിവസങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് മെൻസസ് ആണെങ്കിലും ഹൈളാണെങ്കിലും നിസ്കരിക്കാത്ത ടൈമാണെങ്കിലും നിങ്ങൾ മൗലിദിന്റെ ഏടെടുത്ത് ചൊല്ലൂ. മങ്കൂസ് മൗലിദ് ചൊല്ലൂ, ഷറഫ് ലനാ മൗലിദ് ചൊല്ലൂ. ഒരു ഹദീസും ഒരു ബൈത്തും ഒരു ദിവസം അതെങ്കിലും ചൊല്ലൂ. ബുർദയിൽ നിന്ന് ഒരു ഖണ്ഡികയെങ്കിലും ചൊല്ലൂ.
നിങ്ങൾ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളാകൂ. എന്റെ പരിചയത്തിൽ എത്രയോ സ്ത്രീകൾ, എത്രയോ ചെറുപ്പക്കാരി പെൺകുട്ടികൾ അതാ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടിരിക്കുന്നു. എന്റെ ഒരു പരിചയക്കാരൻ മറ്റ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നു. ആ സുഹൃത്തിനെ എനിക്ക് കാണിച്ചു തന്നു. ആ ചെറുപ്പക്കാരൻ 10-35 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. നല്ലൊരു ബിസിനസ്മാനാണ്, നല്ലൊരു പണക്കാരനാണ്. അദ്ദേഹത്തെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കൂ, ഞാനൊരു കഥ പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പോയ ശേഷം എന്നോട് കഥ പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഉമ്മമാരെ, മുത്തുനബിന്റെ അരികിൽ ചെന്ന് സങ്കടങ്ങൾ പറഞ്ഞ് വിഷമങ്ങൾ തീർന്ന ചെറുപ്പക്കാരനാണ്. താൻ സാമ്പത്തികമായി തളർന്ന ശേഷം മുത്തുനബിയാണ് തന്റെ കൈപിടിച്ചത്. അതിൽ തനിക്ക് മുക്തത കിട്ടിയ ശേഷം പിന്നീട് നബി തങ്ങൾ അരികിൽ ചെന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കെന്താണ്? നബിയേ, അവിടുന്ന് എനിക്കൊരു കല്യാണം ചെയ്തു തരണം. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു പെൺകുട്ടിയെ, ദുനിയാവിന് നട്ടമുണ്ടാക്കാത്ത നന്മയുണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയെ തങ്ങൾ എനിക്ക് കല്യാണം ചെയ്തു തരണം. അതാ ഇത് ഈ ചെറുപ്പക്കാരൻ എവിടത്തുകാരനാണ്? ഏതെങ്കിലും ജോർദാനിലല്ല, മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം ഇന്നും നമ്മുടെ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ മഹല്ലിലെ ഉസ്താദാണ് എനിക്ക് പറഞ്ഞു തന്നത്. ആ ചെറുപ്പക്കാരൻ നബിയോട് പറഞ്ഞു ഉറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് കാണിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം നാട്ടിൽ വന്നു കുട്ടികളെ കണ്ടു. പല കുട്ടികളെയും ഭംഗിയും തന്റെ ഇടവും ഭംഗിയും അതുപോലെ തന്നെ പ്രൗഢിയുമുള്ള പല കുട്ടികളെയും കണ്ടു. സമ്പത്തും ഉയർച്ചയുമുള്ള കുട്ടികളെ കണ്ടു. പക്ഷെ ആ കുട്ടികളൊന്നും നബി തങ്ങൾ കാണിച്ചു കൊടുത്ത് ചിത്രമാകാത്തത് കൊണ്ട് അവരെയൊന്നും ആ കുട്ടി ഇഷ്ടപ്പെട്ടില്ല. അവസാനം മദീനയിൽ നിന്ന് കാണിച്ചു കൊടുത്ത ആ മുഖമുള്ള ഒരു ചെറുപ്പക്കാരി കുട്ടിയെ കാണുന്നു. ആ കല്യാണം നടക്കുന്നു. ഇന്നും അവര് ഭാര്യ ഭർത്താക്കന്മാരാണ്. ആ കുട്ടിയോട് ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, പെണ്ണേ, നിന്റെ ചിത്രം എങ്ങനെ മദീനയിലെത്തി? ചെറുപ്പക്കാരി പെൺകുട്ടികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നബിതങ്ങളെ നമ്മൾ മറന്നാലും നബിതങ്ങളെ നമ്മൾ മറന്നാൽ നബിതങ്ങൾ നമ്മെ മറക്കില്ല കേട്ടോ. നബിതങ്ങളിലേക്ക് ഒരു ചാണെടുത്താൽ നബിതങ്ങൾ ഒരു കിലോമീറ്റർ നമ്മളെ കൊള്ള അടുക്കും കേട്ടോ. മലപ്പുറം ജില്ലയിൽ ഒരു പെൺകുട്ടി പറയുകയാണ്, ഭർത്താവിനോട് പറയുന്നു, എന്റെ ചിത്രം നിങ്ങൾക്ക് നബിതങ്ങൾ കാണിച്ചു തന്നത്. ആ പെൺകുട്ടി മദീനയിൽ പോയിട്ടില്ല, ആ പെൺകുട്ടി ഹജ്ജ് ചെയ്തിട്ടില്ല. പിന്നെ എന്റെ ഒരു ദിവസം 1000-ലേറെ സ്വലാത്ത് ഞാൻ മുത്തുനബിന്റെ മേല് ചെല്ലുന്നവളാണ്. പെൺകുട്ടികളെ തല തുറന്ന് നടന്ന് അള്ളാഹുവിനെ മറന്ന് ആൺകുട്ടികൾക്ക് ഫോൺ ചെയ്ത് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉണ്ടാക്കി നടക്കുന്ന ചെറുപ്പക്കാരികളെ, അള്ളാന്റെ റസൂലിന്റെ മെമ്പറല്ലേ, ദീനിലെ മെമ്പറല്ലേ നമ്മള്? ഒന്ന് നബിയിലേക്ക് മനസ്സ് കൊടുക്കൂ. കുറ്റകൃത്യങ്ങളൊക്കെ നിർത്തിയിട്ടൊന്ന് നബിയിലേക്ക് മടങ്ങൂ. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കൂ. ആ പെൺകുട്ടിയുടെ ചിത്രം മദീനയിലെത്തിയത് സ്വലാത്ത് കൊണ്ടാണ്. മുത്തുനബി അതിനെ പരിചയപ്പെട്ടത് സ്വലാത്തിലൂടെയാണ്. ആ ചിത്രം മറ്റൊരു ചെറുപ്പക്കാരന് മുത്തുനബി കൈമാറിയത് തമാശയല്ല. ആ നബി തങ്ങളോട് ബന്ധപ്പെട്ട റബീഉലൊക്കെ വല്ലാതെ മൗലിദുകൾ നമ്മൾ ഓതണം. ഉറക്കെ ശബ്ദത്തിൽ ഓതരുത്. ഖുർആൻ നിങ്ങൾ ഉറക്കെ ഓതരുത്. വഖാബികൾ പ്രസംഗിച്ചു കൊള്ളട്ടെ. റബ്ബിന്റെ മുമ്പെന്ന് കാണാം. ദീനിന്റെ രേഖയില്ലാതെ പെണ്ണുങ്ങളെ പുറത്തിറക്കിക്കൊള്ളട്ടെ. രാഷ്ട്രീയക്കാര് അവരുടെ വലിയപ്പന്റെ മുമ്പെന്ന് കാണാം എന്നല്ലാതെ നമുക്കതിനൊന്നും പറയാനില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞവർക്ക് നട്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ ഈ പരിപാടിക്ക്. ആരൊക്കെ എന്തൊക്കെ സഹായ സഹകരണങ്ങൾ നടത്തിയിട്ടുണ്ടോ മുഴുവനും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നലെ ഇതിനു വേണ്ടി ഉറക്കഴിച്ച ചെറുപ്പക്കാരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, നേതൃത്വം കൊടുക്കുന്ന ഹാജിമാര്, ഹജ്ജിന് പോകാത്തവരടക്കം നമ്മുടെ സ്റ്റേജിലുണ്ട്. അല്ലാഹു ഹജ്ജിന് തൗഫീഖ് ചെയ്യട്ടെ. രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. എത്രയോ ചെറുപ്പക്കാർ ഇതിനോടി നടന്നവരാണ്. ഈ ഏരിയയിലുള്ള SSFന്റെ പ്രവർത്തകര്, അല്ലാത്തവരായ മക്കള് പലരുമുണ്ട്. എനിക്ക് പലരെയും പരിചയമുണ്ട്. പലപ്പോഴായി ചാലിയത്തും എന്റെ അരികിലും ഈ ഒരു പരിപാടിക്ക് വേണ്ടി നിർബന്ധിച്ചു വന്ന മക്കളാണ്. അള്ളാന്റെ ദീനിനെ സ്നേഹിക്കുന്ന മക്കളാണ്. അല്ലാഹു മുത്തുനബിന്റെ മഹബത്ത് കൊടുത്ത് ആ മുഖമൊന്ന് കാണാൻ ഇക്കാരണത്താൽ എനിക്കും അവർക്കും അള്ളാഹു വിധിക്കുമാറാകട്ടെ.
ആരൊക്കെ ഇതിനോട് സഹകരിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. മൗലിദ് വീട്ടിലോതണം ഉമ്മമാരെ, ഉസ്താദുമാരെ വിളിച്ചു ഓതി ഒരു ഓത്ത് മാത്രം പോരാ, എന്നും മുത്തുനബിയുമായി അല്പം സ്വലാത്തിലൂടെ ബന്ധപ്പെടണം. മദീന പച്ചക്കുപ്പ കൽവിൽ കൊണ്ടുവന്ന് ഹൃദയത്തിൽ കൊണ്ടുവന്ന് വിങ്ങിപ്പൊട്ടണം ഉമ്മമാരെ. മുത്തുനബിയെ ഓർത്ത് കരയണം ഉമ്മമാരെ. അള്ളാന്റെ റസൂലിനെ മഹബത്ത് വെച്ചാൽ എല്ലാം അള്ളങ്ങ് പുറത്തു തരും കേട്ടോ. അവസാനം മുത്തുനബിന്റെ മുഖം കണ്ട് മരിക്കാം. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇസ്മായിൽ തങ്ങൾ പറഞ്ഞൊരു ചരിത്രവും പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈജിപ്തിലുള്ള മഹാനാണ് അദ്ദേഹം പറയുന്നതായി ഇമാം സിബത്ത് ബിൻ ജൗസി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് അബ്ദുൽ വാഹിദ് പറയുന്നത്? ഞാൻ റസൂലുള്ളാഹിന്റെ പേരിൽ എന്റെ വീട്ടിൽ വല്ലാതെ സമ്പത്ത് ചെലവഴിച്ച് മൗലിദ് നടത്താറുണ്ട്. എന്റെ അയൽവക്കത്തൊരു അമുസ്ലിം സഹോദരനുണ്ട്. ആ സഹോദരന് ഭാര്യയുണ്ട്. ഒരു ദിവസം അതായി പെണ്ണ് ചോദിക്കുന്നു ഭർത്താവിനോട്, ഭർത്താവേ, അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന ഈ മുസ്ലിമിന്റെ വീട്ടില് ഒരു കല്യാണം, മകന്റെയോ മകളുടെയോ കല്യാണമില്ലല്ലോ, എന്തേ വലിയൊരു സദ്യ സംഘടിപ്പിക്കുന്നു? അപ്പോൾ ഈ സഹോദരൻ, ഈ അമുസ്ലിം സഹോദരൻ പറയുന്നു, അതാ അബ്ദുൽ വാഹിദിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി, ആ നബിയെ ആദരിച്ച പേരിലത്രേ മൗലിദ് നടത്തുന്നത്, വീട്ടിൽ അന്നദാനം നടത്തുന്നത്, ആ പേരിലത്രേ. അദ്ദേഹം പറയുന്നു അത് വലിയ ബർക്കത്താണത്രേ അദ്ദേഹത്തിനിക്ക് എന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നു. എന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ആ മുസ്ലിം ഭാര്യ ഭർത്താക്കന്മാർ രാത്രി ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ അതാ ആ രണ്ട് വ്യക്തികളും അതാ കാണുന്നു സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ട് അമുസ്ലിമീങ്ങൾ നബിയെ കണ്ട കഥയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ സഹോദരന്മാരെ? രണ്ട് അമുസ്ലിമീങ്ങളാണ് കണ്ടത്. എത്ര കാലമായി? എനിക്ക് 44 വയസ്സായി. അതാ 60ഉം 65ഉം 70ഉം വയസ്സായവർ ഈ സദസ്സിലും സ്റ്റേജിലുമുണ്ട്. 40ഉം 50ഉം 20ഉം വയസ്സായവരുണ്ട്. എത്ര കാലമായി നമ്മൾ മുസ്ലിമായി നടക്കുന്നു? മുത്തുനബി എന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കണ്ടില്ല? കാരണം നമ്മുടെ നാവ് തന്നെ പറയില്ലേ, ഒന്ന് നബിയിലേക്ക് അടുക്കൂ. രണ്ട് മുസ്ലിമീങ്ങളല്ലാത്ത സഹോദര സഹോദരിമാരാണ് കാണുന്നത്. ആ ഭാര്യ ഭർത്താക്കന്മാരിൽ ആ പെണ്ണതാ മുത്തുനബിയെ കാണുന്നു. എങ്ങനെയാണ് കാണുന്നത്? ആ നിലാവിലേറെ പ്രകാശമുള്ള ആ മുഖത്തിന്റെ ആ ഉടമയായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി അയൽവാസിയായ അബ്ദുൽ വാഹിദിന്റെ വീട്ടിലേക്ക് വരുന്നു. നബി തങ്ങളുടെ മൗലിദ് നടത്തുന്ന വീട്, അവിടേക്ക് നബി തങ്ങൾ ബന്ധപ്പെടുന്നതാണ്. ഇതൊന്നും തമാശയല്ല. ഇതിങ്ങനെ വരുന്നത് കാണുമ്പോൾ വല്ലാത്ത ചെറുക്കുള്ള മുഖമാണ്. ഈ പെണ്ണ് എത്തിപ്പാളി നോക്കുന്നു, ഇത് ആരാണ്? ഉടനെ തന്നെ അബ്ദുൽ വാഹിദ് പറയുന്നു, അത് എന്റെ നബിയാണ്. എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ? ആ പുണ്യമാനോട് എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ ചോദിക്കുന്നു ഈ പെണ്ണ്. അതേ, ആരോടും സംസാരിക്കുന്ന ലോലമായ മനസ്സിന്റെ റഹ്മത്തുൽ ആലമീനാണ്. നമ്മളെ ഒന്ന് ഇൻഷാ അല്ലാഹ് നബി തങ്ങൾ വെറുക്കൂല നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹുവേ, മുത്തുനബിന്റെ മനസ്സിൽ എന്നോടും ഞങ്ങളോടൊന്ന് വെറുപ്പിടരുത് അല്ലാ. അവിടുന്ന് പറഞ്ഞു തന്ന വഴിയിലൂടെ തന്നെ നടക്കാൻ കഴിയാതെ തെന്നിപ്പോയവരാണ്, പാവങ്ങളാണ് റബ്ബേ. പക്ഷേ ഞങ്ങളൊക്കെ വല്ലാതെ നബിയെ സ്നേഹിക്കുന്നു അല്ലാ. പഠിച്ചവരെ, ഞങ്ങൾക്ക് നബിയുടെ മനസ്സിൽ വെറുപ്പിടരുത് അല്ലാ. അവിടുത്തെ മനസ്സിൽ എന്നോടും ഞങ്ങളോടും ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭാര്യ മക്കൾ, ഞങ്ങളെ സന്താനങ്ങൾ, ഞങ്ങളെ തിന്മീതന്മാര്, ഞങ്ങളെ സ്ഥാപനങ്ങളോടൊക്കെ വല്ലാതെ സ്നേഹിട്ട് കൊടുക്കണം റബ്ബേ. അവിടുത്തെ മനസ്സിൽ ഞങ്ങളോട് എന്നോടൊന്നും വെറുപ്പിടരുത് അല്ലാ. ഞാവൊന്ന് പുറപ്പെടുമ്പോ അവിടുത്തെ മുഖമൊന്ന് കാണിച്ച് ഖബറിൽ കണ്ട് ഞങ്ങളെ നബിയാണെന്ന് പറയാൻ വിധി തരണമല്ലാ. ആഖിറത്തിൽ അതിനപ്പുറം മുത്തുനബിയുടെ മുഖം കണ്ട് സന്തോഷിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലാ. സഹോദരന്മാരെ, ആ നബി വല്ലാത്ത റഹ്മത്തിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞിട്ട് ആ സഹോദരാപ്പം ഒന്ന് നീ വിളിച്ചു നോക്കി, നിന്നെ കൊള്ള ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു, യാ മുഹമ്മദ് നബിയെ എന്ന് വിളിച്ചു. അപ്പൊ എന്നോട് മറുപടി പറഞ്ഞില്ല. ബൈക്ക് എന്തേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊക്കെ നിങ്ങൾ മറുപടി പറയുകയാണോ? ഞാനൊരു അമുസ്ലിം പെണ്ണാണ്, ഞാൻ മുസ്ലിം പെണ്ണല്ല. ഉടനെ തന്നെ റസൂലുള്ളാഹി പറയുന്നു, മോളെ, നീ ഇസ്ലാമിലേക്ക് വരുന്നതാണ്,
നിന്നെ ഹിദായത്താക്കാൻ റബ്ബ് തീരുമാനിച്ച വിവരം കൊണ്ടാണ് ഞാൻ നിന്റെ മറുപടി കേട്ടത്. ആ പെണ്ണ് ഇസ്ലാമാകുന്നതായി സ്വപ്നത്തിൽ കാണുന്നു. ആ പെണ്ണ് അതാ ഉണർന്ന് മുസ്ലിമത്താകുന്നു. വീട്ടിലൊരു മൗലിദ് നടത്തണമെന്ന് തീരുമാനിച്ച് നേരം വെളുക്കുമ്പോ ഭർത്താവ് എഴുന്നേറ്റിട്ട് മൗലിദ് നടത്തണമെന്ന് ഇങ്ങോട്ട് പറയുന്നു. കാര്യം അന്വേഷിക്കുന്നു. ഭർത്താവ് പറയുന്നു, മോളെ ഇന്നലെ ഞാൻ അതാ അബ്ദുൽ വാഹിദിനെ പറ്റി പറഞ്ഞു കിടന്നുറങ്ങിയില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടു, മുഹമ്മദ് നബിയെ ഞാൻ കണ്ടു, ഞാൻ മുസ്ലിമായി. സഹോദരന്മാരെ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? അബ്ദുൽ വാഹിദ് തങ്ങളുടെ ചരിത്രം ഇമാം ഇബ്നു ജൗസി ആസിമിൽ മാലിക്കിയൊക്കെ ഉദ്ധരിച്ച കഥയാണ്, ചരിത്രമാണ്, ഈജിപ്തിലുണ്ടായതായ അനുഭവമാണ്. ആ മനുഷ്യന്മാര് മുസ്ലിമായി, അവരടുത്ത് തന്നെ മരിച്ചുപോയി. അല്ലാഹു ഇത്തരം പരിപാടികളൊക്കെ റസൂലുള്ളാഹിക്ക് അറിയിക്കട്ടെ.